ഒന്ന് രാജാക്കന്മാർ 19-18 വാക്യം വായിക്കാം. 1 Kings 19th chapter and 18th verse. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ദൈവം പറയുന്നു, Here God says, ബാൽ എന്ന് പറയുന്ന വിഗ്രഹത്തെ സേവിക്കാത്തവരും the peoples who are not worshipped the god Baal, അവനെ മുഴങ്കാൽ മുടങ്ങാത്തവരും അവനെ ചുംബിക്കാത്തതുമായ 7000 പേരെ അവിടെ ശേഷിച്ചിട്ടുണ്ടെന്നാണ് ദൈവം പറയുന്നത്. God has reminded the 7,000 peoples who have not worshipped or kissed this God. എന്നാൽ 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ When we read 18th chapter 10th verse, ഏലിയ പറയുന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നതാണ്. Elijah says, I am the only one remain. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം, Today we can feel so. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, We are only the few peoples here. അല്ലെങ്കിൽ ഞങ്ങൾ TPM-കാർ കുറച്ച് പേരുണ്ട്, We are few TPM peoples. എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകാം. We might have this kind of പക്ഷെ feeling, അങ്ങനല്ല. but it's not so. ദൈവത്തെ ഹൃദയപരമാർത്ഥയോടെ പിൻപറ്റുന്ന പലരും ഇങ്ങനെ മറഞ്ഞു ജീവിക്കുന്നുണ്ട് ലോകം മുഴുവനും. There are so sincere and innocent peoples who worship the കാഹളം Lord. ധനിക്കുമ്പോൾ When the trumpet sounds, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഒരു കൂട്ടം വിശുദ്ധന്മാർ പറന്നുയരാൻ പോവുകയാണ്. there are saints from the four corners of the world is going to rise up. ബാലിന് മുട്ടുകുത്താത്തവരെന്ന് പറയുന്നു. These peoples are not worshipped the ആരാണ് God. ഈ ബാല്? Who is Baal? എങ്ങനെയാണ് ആ ഒരു വിഷയം അവിടെ ഉണ്ടായത്? Why this God comes up? ഇവിടെ ഏലിയാവ് 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Elijah 17th 1. അവിടെ ഏലിയാവ് ഒരു സവാൽ വെല്ലുവിളി നടത്തുകയാണ്. Here Elijah made a challenge. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്തിന് ഇനി മഴ പെയ്യില്ല. There will be no more rain. വായിച്ചേ. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്ന് തിസ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. നോക്കണം, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴ ഉണ്ടാകില്ല. Until I say there will be no dew or rain in this land. നമുക്കറിയാം, ആ സമയത്തിൽ ആഹാബ് എന്ന് പറയുന്ന രാജാവാണ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. That time Ahab the king was reigning this land. ആഹാബിന്റെ ഭാര്യ ഇസബേൽ. The wife of Ahab is Isabel. അപ്പോൾ ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ The lady Isabel, സീദോന്യ ദേശത്തിൽപ്പെട്ടവളാണ്. she is from Sidonite. സീദോനിലെ ബെത്ബാലിന്റെ മകളാണ് ഇസബേൽ. She is the daughter of Bethbal in അവളുടെ അപ്പന്റെ Sidon. പേര് തന്നെ ബെത്ബാൽ എന്നാണ്. Her name is Bethbal. അപ്പൊ ഈ ബാൽ എന്ന് പറയുന്ന ഒരു വിഷയം The Baal means അവരുടെ കനാന്യ ദേശത്തിൽ അല്ലെങ്കിൽ പൂർവിക ഇസ്രായേൽ അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് before Israel came into this place, കനാന്യർ എന്ന് പറയുന്ന ഒരു ജാതി അവിടെ ഉണ്ടായിരുന്നു. there were Canaanites. നിങ്ങൾ അങ്ങനെ ഒരു ജനതകൾ. There was a nation. ആരാണ് ഈ കനാന്യർ? Who are these Canaanites? ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 14 വരെ വായിക്കുമ്പോൾ Genesis 10:6 onwards. വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 10:6. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കാനാൻ. കൂശിന്റെ പുത്രന്മാർ സേബ. മതി. അപ്പൊ ഇവിടെ കനാന്റെ പുത്രന്മാരുടെ വംശപാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. We can see here the tradition or the generation of the Canaan. കനാൻ എന്ന് പറയുന്നത് Canaan means നോഹയുടെ ഇളയ സന്താനമാണ്. he is the younger son of Noah. നമുക്കറിയാം, നോഹ മദ്യപിച്ച് വസ്ത്രമില്ലാതെ കിടക്കുന്ന സമയത്തിൽ When Noah was without the dress after drunken, ഇവൻ അത് കണ്ട് പരിഹസിക്കുകയും മറ്റുള്ളവർ പോയി വെളിപ്പെടുത്തുകയും ചെയ്തു. he mocked him and he revealed him. മൂത്ത പുത്രന്മാർ വന്ന് അത് അതിനെ മറച്ചു സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. The elder sons covered it. നോഹ ഉറക്കമുണർന്നപ്പോൾ When Noah woke up, തന്റെ ഇളയ മകൻ ചെയ്തത് മനസ്സിലാക്കി he understood what his younger son did. അവനെ ശപിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. He cursed him. നീ ഇവർക്കെല്ലാം ദാസനായി തീരും. You will be servant for all of him. ഇവിടെയാണ് ഒരു മറ്റ് ജനതയുടെ ആവിർഭാവം നമുക്കുണ്ടാകുന്നത്. ഒരു ശാപം കിട്ടിയ ജനം പോലെ കനാന്റെ സന്തതികൾ കാണപ്പെടുകയാണ്. And here the Canaan's generation became a cursed people. ശാപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. പക്ഷെ ശാപം ചിലപ്പോഴേക്കും There is curse, but without the reason it will not occur. പല സന്ദർഭങ്ങളിൽ ചിലരുടെ വാക്കുകൾ അതുപോലെ സംഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. We can see many people's words are happening. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം But the children of God, നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ശാപമേക്കുകയില്ല. if we don't have that kind of things, it will not occur to us. നമ്മൾ ചിലരെ ശപിച്ചാൽ പോലും Even though we curse some people, അവർ യോഗ്യരാണെങ്കിൽ ആ ശാപം തിരിച്ചടിക്കും. if they are eligible, it will come to us. നമ്മുടെ ഇടയിൽ കാണാൻ കഴിയുന്നുണ്ട്. We can see these people also. ചില വേലക്കാർ പോലും ശാപവാക്കുകൾ പറയും. Some workers also curse the people. നിന്റെ അവസാനം നീ അങ്ങനെ ചത്തുള്ളൂ ഇങ്ങനെ ചത്തുള്ളൂ എന്ന് പറയും. At the end of you will die this. ഒരു this like ദൈവദാസൻ this. ഒരിക്കലേ 1-2 പേരോട് പറഞ്ഞു, ഞാൻ കേട്ടത് ഈ പൂർത്തിയാവും എന്ന് പറഞ്ഞതാ. One servant of God told the people, you will die with worms. നിനക്കറിയാവുന്ന ഒരു ദൈവദാസനാണ്, പേര് ഞാൻ പറയുന്നില്ല. You know this servant of God, I'm not telling his name. ഈ സെന്ററിൽ വർക്ക് ചെയ്ത ഒരാളാണ്. He is from this center.
പക്ഷേ താൻ വലിയ പ്രാപ്തനും മിടുക്കനുമാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. But he is a very skilled and smart person. പക്ഷേ ആ പറഞ്ഞവർ രണ്ടുപേർക്കും അതൊന്നും സംഭവിച്ചില്ല. This did not happen to him. ഈ പറഞ്ഞയാൾ അവസാനം But this servant of God, he told, മരിക്കുന്നതിന് മുമ്പ് പഴുത്ത് പുഴു ഇറങ്ങിക്കൊണ്ട് തന്നെ മരിക്കുകയാണ്. he got a wound, it got buzzed and worms and died. അപ്പം പുതിയ നിയമത്തിൽ ശപിക്കുവാൻ നമുക്ക് അവകാശമില്ല. New Testament, we don't have this commandment to ശപിക്കുന്നവരെ curse. അനുഗ്രഹിപ്പാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. Whoever curses, we have to bless them. ഇവിടെ ഈ കനാൻ ശപിക്കപ്പെട്ടവനായി തീർന്നതിന്റെ കാരണം Here, the Canaan become a cursed person because അപ്പന്റെ നഗ്നതയെ വെളിപ്പെടുത്തി. he revealed the nakedness of the father. അപ്പന്റെ മാത്രമല്ല, Not only his നാം father. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചകഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നാൽ If we are looking for the faults of others, അവസാനം നമുക്ക് ആ ദോഷങ്ങളെല്ലാം വന്ന് ഭവിക്കും. at the end we will have all these evils. അന്നേരം ദുഃഖിച്ചിട്ട് കാര്യമില്ല. That time, if you sad or worry, it അതുകൊണ്ട് doesn't matter. നാം മനുഷ്യന്റെ നല്ല ഗുണങ്ങളെ പ്രസ്താവിക്കണം. We have to declare the good things of people. ദോഷവശങ്ങളെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. We have to pray if we see the mistakes. അങ്ങനെ ഒന്ന് പരിചയിച്ചു നോക്കി, അത് നമുക്ക് നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമായി മാറും. If we follow this, it will be a blessing to us, to our ഇതെല്ലാം ചില family. കുടുംബങ്ങളിലെ പരിചയങ്ങളൂടെ അതിനകത്തുണ്ട്. Some families also have their own. മാതാപിതാക്കന്മാരോ ഗ്രാൻഡ് പേരൻസുകളോ The parents and grandparents, ഇങ്ങനെയുള്ളതായ ബാഡ് വേർഡ്സുകളൊക്കെ പറഞ്ഞു വരുന്ന ഭവനങ്ങളിൽ ചില കുട്ടികളും അതിനെ പിന്തുടരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. if they use the bad words, even the children also follow the same. അതുകൊണ്ട് നമ്മുടെ ഭവനം സ്വർഗമാക്കണമെങ്കിൽ, If our family should be heaven, അല്ല വിശ്വാസയുടെ സ്വർഗമാണെങ്കിൽ, if our faith home should be നാം heaven, കഴിയുന്ന അളവിൽ നല്ല വർത്തമാനം പറഞ്ഞ് ശീലിക്കുക. as much as possible we have to speak good words. ദൈവത്തെ ഉയർത്തി എപ്പോഴും നമ്മൾ മുൻപോട്ട് പോവുക. We have to lift up the God as much as possible. അപ്പൊ ഇങ്ങനെയാണ് കനാൻ ശപിക്കപ്പെട്ടവരായി തീർന്നത്. That's how the Canaan become cursed. ആ കനാന്റെ അതിരെന്ന് പറയുന്നത് The foundation, the end of the Canaan means 13-14 വാക്യം വായിച്ച് 10-13-14. 10, 13 and 14. മിസ്രൈമോ ലൂതീം അനാമീം ലെഹാബീം നഫ്തൂഹീം പത്രൂസീം കസ്ലൂഹീം ഇവരിൽ നിന്ന് പെലിസ്തർ ഉത്ഭവിച്ചു. ഇവരിൽ നിന്ന് പെലിസ്ത്യർ, അതാണ് പാലസ്തീൻ ദേശം. These Palestinians came upon from them. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരെല്ലാം നോഹയുടെ സന്തതിയിൽപ്പെട്ടവർ തന്നെയാണ്. These are all the descendants of Noah. ഇന്ന് പാലസ്തീൻ നമുക്കറിയാം ലോകത്തിലെല്ലാം ഒരു അറിയപ്പെടുന്ന സ്ഥലമായി The മാറിയിരിക്കുന്നു. Palestine became a known place in the whole world. ഇസ്രായേലിന്റെ ഭൂപ്രകൃതി നോക്കുമ്പോൾ When we look at Israel, നമ്മുടെ കേരളം പോലെ ഒരു സൈഡ് മുഴുവൻ മഹാസമുദ്രം, like our Kerala, one side is completely sea. അപ്പോൾ ഒരു മഹാസമുദ്രമാണ് ഇങ്ങനെ കിടക്കുന്നത്. There is a big sea there. അതിന്റെ ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ നോർത്തേൺ സൈഡില് In the northern part of the Israel, ഗാലേബ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്. it starts from a Galeb. ഇങ്ങേറ്റത്ത് വരുമ്പോൾ ഗാസ. The other end is Gaza. അപ്പൊ ഗാലേബ്, സീദോൻ, സോർ, പിന്നീട് ഏലിയാവോ സ്ഥലത്ത് താമസിച്ച സ്ഥലത്തിന്റെ പേര് സാരാഫത്ത്. All these places were there in ഇതെല്ലാം Israel. നോർത്തേൺ സൈഡിലുള്ള സ്ഥലങ്ങളാണ്. These are all in the place of the northern side of Israel. അതായത് സീദോൻ, Sidon, പിന്നെ സാരഫാത്ത്, Sharafat, പിന്നീട് ഞാൻ പറഞ്ഞ് അടുത്തത് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. these are all places is in the northern side. ഇങ്ങേപ്പുറത്ത് നമ്മളിന്ന് പേപ്പറിൽ കാണുന്ന പോലെ എസ്കലോൻ, എക്രോൻ, ഗാസ, അതെല്ലാം ഈ ലാസ്റ്റ് വരുന്നതാണ്, സൗത്തേൺ സൈഡ് വരുന്നതാണ്. On the southern side we can see these Gaza, Ascalon, so on. അപ്പൊ പാലസ്തീൻ എന്ന് പറയുന്നത് The Palestine means അനേക ജാതികൾ, ജനതകളുടെ ഒരു സമാഹാരമാണ്. it is a compilation of the many nations. കാരണം അവർക്ക് ഒരു വ്യവസ്ഥയില്ലാത്ത ജീവിതമായതുകൊണ്ട് The people live according to their own mind. അവരെന്തിനെങ്കിലും ആരാധിച്ചിന് പോകുന്നു മാത്രമേ ഉള്ളൂ. They just follow their own ഒരു gods. വ്യവസ്ഥയില്ലാത്ത ജീവിതമാണ് അവിടെ ആരംഭകാലം നടന്നുകൊണ്ടിരുന്നത്. In the early days there were no law. അവരാരും ഒന്നും മുസ്ലിങ്ങളല്ല. They were not Muslims. പലസ്തീൻ ആ പലസ്തീൻ എന്ന് പറഞ്ഞ ആളിന്റെ സന്തതികൾ, They are the descendants of the Philistine. അവനതിൽ നേതാവായിരുന്നുകൊണ്ട് Since they are the head, പാലസ്തീൻ ദേശം എന്ന് അറിയപ്പെട്ടു. it's called as a Philistine. കനാൻ ദേശം എന്ന് കനാന്റെ പേരിൽ അറിയപ്പെട്ടു. The Canaan nation is known as the name of Canaan. മിസ്രൈം എന്ന അപ്പന്റെ പേരാണ് ഈജിപ്റ്റ് അറിയപ്പെടുന്നത്. Egypt is known as in his father's name. ഇതിൽ അന്ന് ആ കാലത്തിൽ എഴുതിയ ബൈബിൾ കാര്യങ്ങൾ ഇന്നും അതുപോലെ കറക്റ്റായിട്ട് നടക്കുകയാണ്. The same thing written in the Bible is happening today also. അപ്പോൾ ഈ സ്ഥലം പിന്നീട് ദൈവം നോക്കണം ഒരു വ്യവസ്ഥയുള്ള ജനതയ്ക്ക് വേണ്ടി കൈമാറാൻ തീരുമാനിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. God has planned to hand over this place to a lawful people. അങ്ങനെയാണ് ഈ കനാൻ ദേശം അബ്രഹാമിന്റെ സന്തതികൾക്ക് ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത്. That's how the God has given this land to Abraham. അപ്പോൾ ഈ പാലസ്തീൻ ദേശം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സന്തതിയിൽപ്പെട്ടതല്ല. The Palestine country is not for the Abraham. അബ്രഹാമിന്റെ സന്തതിയിൽപ്പെട്ടത് The Abraham's descendants, യഹൂദന്മാര്, the Jews, ഇന്നത്തെ സൗദി അറേബ്യ ആ ഭാഗത്തുള്ളതായ ഖേത്രുവയുടെ മക്കള്, the
അബ്രഹാമിന്റെ രണ്ടാമത്തെ ഭാര്യയായ കേത്തുറ, The Keturah, second wife of Abraham's descendants, മറ്റൊന്ന് അബ്രഹാമിന്റെ ആദ്യത്തെ ഭാര്യ. and the first wife of Abraham. അവരെ ദാസിയെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, അബ്രഹാമിന്റെ ഭാര്യമാരതൊക്കെ. They are all wives. We cannot say they are servants. വേദപുസ്തകത്തിൽ ചില വ്യാഖ്യാനങ്ങളിലെ വെപ്പാട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. In some of the translation, it is said that ഒരു 3 അബ്രഹാമിന്റെ ഭാര്യമാരാണ് കേട്ടോ. there are 3 wives for Abraham. ഇഷ്ടമില്ലാത്തവരെ പിശാചെന്ന് വിളിക്കുന്ന പോലല്ലേ അല്ലേ? അപ്പോൾ ആ ഓതറൈസ്ഡ് ഭാര്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽപ്പെട്ടതാണ് ഹാഗാറും. The lawful wife is Hagar. അപ്പൊ ഇത് 3 ഒറിജിനൽ ഭാര്യമാരാണ് അബ്രഹാമിന്റെ. These 3 are real wives of Abraham. ഹാഗാറിന്റെ സന്തതികളാണ് ഇസ്മായിൽ. The descendants of Hagar is Ismail. അവരെ കുറച്ച് കാണരുത്. We cannot degrade them. അവരെ കാട്ടറബികൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. Some people say so. കാട്ടറബികൾ, They are the wild Arabs. അങ്ങനൊന്നുമല്ല. അവര് അബ്രഹാമിന്റെ ആദ്യത്തെ ഭാര്യയാണ്. ലീഗലായിട്ടുള്ള മക്കളാണ് ഇസ്മായിലെ സന്തതി. The Ismail and the descendants are the legal generation of the Abraham. രണ്ടാമത് സാറായുടെ മകൻ ഇസാക്ക്. Secondly, the Sarah's son Isaac. എന്നാൽ ഇസാക്കിനെ ഒരു വാഗ്ദത്ത സന്തതിയായി തിരഞ്ഞെടുക്കാൻ കാരണം The God has chosen Isaac as a promised person. പിന്നീട് വരാൻ പോകുന്ന മശിഹ യേശുക്രിസ്തു മുഴു ലോകത്തിന്റെയും രക്ഷകനും വീണ്ടെടുപ്പുകാരനും സകല ജാതികളുടെയും മനോഹര വസ്തുവായിട്ട് അല്ലെങ്കിൽ മനോഹരനായിട്ട് വരുന്ന ആ ക്രിസ്തു, The Messiah, the Jesus Christ, who is the whole nation's pride. അപ്പൊ അതിനുവേണ്ടി ഒരു എന്ത് പറയുന്നു, ഒരുക്കപ്പെട്ട ഒരു നേഷൻസിനെ ഉരുവാക്കാൻ വേണ്ടി God has to prepare a nation to receive him. വ്യവസ്ഥയില്ലാതെ ജീവിച്ച ജനതകളുടെ മധ്യേ In the midst of this lawless people, ഈ ദൈവത്തിനായ ക്രിസ്തു ജനിക്കുവാൻ ഒരു ഗോത്രത്തെ ദൈവം ഉരുവാക്കിയെടുക്കുകയാണ്. God has created a tribe to born this Jesus. അതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്നത് ഈ 3 കൂട്ടരാണ്. The descendants of Abraham, these 3 groups. എന്നാൽ ഈ കനാന്യർ എന്ന് പറയുന്നതിന് മുമ്പേ നോഹയുടെ സന്തതികളാണ്. Canaanites are the descendants of Noah. നോഹയുടെ 3ാമത്തെ പുത്രനാണ് ഈ പറഞ്ഞ പോലെ കനാൻ. The Canaan is ഹാം. Ham is the 3rd son of Noah. അവന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് അവന്റെ സ്വഭാവം മാറുന്നു. According to his work, his character changes. നമ്മൾ നോക്കിയേ, നമ്മൾ വേണ്ടാത്ത കോപിക്കുകയും അസൂയയും ജഡികയും ലൗകികവും വേണ്ടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ മുഖഭാവം തന്നെ മാറത്തില്ലേ? Even our countenance also changed if you do the mistakes. ചിലപ്പോൾ നമ്മുടെ കളറും മാറും. Even our color also changes. നല്ല വെളുത്തവരാണെങ്കിൽ പോലും ചിലപ്പോൾ കളർ ഇങ്ങനെ ചുമന്നു വരുന്നതാണ്. അതൊരു നെഗറ്റീവായുള്ള വിഷയമാണ്. The fair people's face will be reddish. നമ്മളൊക്കെയാണ് കുറച്ചുകൂടെ കറുപ്പ് കളർ കൂടും. Some people's with the darker shade. പേശികളെല്ലാം വലിയും. All these muscles. പ്രവൃത്തിയിൽ നിന്നാണ് നമ്മളിൽ നമ്മുടെ സ്വഭാവം ഉണ്ടാകുന്നത്. From the face our character comes. ഇവിടെ ഒരേ അപ്പന്റെ മക്കളായ 3 പേരിൽ ഒരുത്തൻ എങ്ങനെ ശപിക്കപ്പെട്ടു, അവന്റെ പ്രവൃത്തിയുണ്ട്. So 3 peoples are the same from the same father, but one person becomes cursed. നമ്മുടെ പ്രവൃത്തിയാലാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. Because of our work the result comes. അപ്പോൾ നല്ല പ്രവൃത്തി ചെയ്താൽ If we do the good work, നാം നല്ല മനുഷ്യരും ദൈവത്തിന്റെ മക്കളുമായിട്ട് പോകാൻ കഴിയും. we will be a good person and the children of God. അതിനൊരു മോഡലാണ് ക്രിസ്തുവിനെ നമുക്ക് ലോകത്തിലേക്ക് തന്നത്. We can see Jesus Christ as a model for ക്രിസ്തുവിനെ this. കൂടാതെ Without Jesus Christ, നല്ലൊരു ജീവിതം ചെയ്യാൻ സാധിക്കില്ലെന്ന് ഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ട്. we cannot lead a good life. Even Gandhi said അപ്പൊ so. അങ്ങനെ ഒരു ഗോത്രം ഈ ലോകത്തിന്റെ മധ്യഭാഗത്തു നിന്ന് ഒരു ജനതയെ ഉണ്ടാക്കി അതിൽ നിന്നൊരു ദൈവത്തിനെ കൊണ്ടുവന്ന് ആ പുത്രനിൽ കൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണം. God has created a tribe in the middle of the world and Jesus came in that tribe. അപ്പൊ മുഴു ലോകത്തെ അങ്ങനെ ഒന്നിക്കാൻ ഒക്കത്തില്ല. God cannot compel all the whole world. ജനം വഴിതെറ്റിപ്പോയി. All the nations go away. അപ്പൊ ഈ കനാൻ എന്തുകൊണ്ടാണ് ഈ പഴയ സ്വഭാവങ്ങളിലേക്ക് വരാൻ കാരണം? Why Canaan goes to the old ways? കാരണം നോഹയ്ക്ക് ശേഷം After the ആ Noah, പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി എല്ലാവരും ചത്തുപോയി. all the peoples died because of the flood. ആ പാലസ്തീൻ ദേശങ്ങളിൽ എൻ്റെ അപ്പുറത്ത് ആളുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല, ചരിത്രമൊന്നും പറയുന്നുമില്ല. We don't know there are peoples away from this area. അപ്പൊ നോഹയ്ക്ക് ശേഷമുള്ള സന്തതികളാണ് നമ്മൾ ഈ കാണുന്നത്. We can see these descendants after the Noah. നമുക്കറിയാം വ്യക്തികൾ മാറിപ്പോവും, വ്യവസ്ഥിതി മാറത്തില്ല. Even the peoples go away, but the policies will not change. കാറൽ മാർക്സ് മരിച്ചാലും കമ്മ്യൂണിസത്തിന്റെ ശക്തി ഇപ്പോഴും ഉണ്ട്. Even the Karl Marx died, we can see the communism still. വ്യക്തികളല്ല വിഷയം, വ്യവസ്ഥിതിയാണ്. It's not about the individuals, it's about the policies. നമ്മുടെ ഭാഷ പറഞ്ഞാൽ In our language, സ്പിരിറ്റുകളാണ്. സ്പിരിറ്റ് it's about the spirits. ചില അപ്പന്മാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ We can see some fathers. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ചില മക്കളെ കണ്ടാൽ If they died, if you look at some of the sons of അപ്പൻ them, നടക്കുന്ന പോലെ തന്നെ നടക്കുന്ന മക്കളുണ്ടല്ലേ. the same way they used to walk. അപ്പന്റെ തനി സ്വഭാവം പറയും, ആ തനി ഗുണം, ആ തനി സ്വഭാവം എന്ന് പറയും. They have the same character of the father. ഇത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുന്നില്ല. Not all people so. അപ്പൊ ആ സ്പിരിറ്റ് അവരിൽ വ്യാരുന്നു. So this spirit will come into them. സ്പിരിറ്റിന് മരണമില്ല. There is no death for the spirit. നമ്മുടെ തമിഴ്നാട്ടിൽ തമിഴ് മക്കൾ പറയുന്ന പോലെ In Tamil Nadu, the Tamil people says, അവർ തമിഴ് മക്കള്. our Tamil people. തമിഴനായിരുന്നു പണ്ട്, തമിഴ് പിന്നെ കേരളത്തിൽ വന്നത്. Our Tamil people. നമ്മുടെ ബേസ് തമിഴാ. My base is Tamil. ആദ്യത്തെ വർക്കും പ്രവൃത്തിയെല്ലാം അടയാറിലെ
മദ്രാസിലായിരുന്നു. My initial ministry was in എനിക്ക് Chennai. ഏറ്റവും ഇഷ്ടമുള്ള ഭാഷയാണ് തമിഴ്. I like Tamil very much. നല്ല സംഗീത ഭാഷയാണ്. It's like a musical language. ഞാൻ 2 വർഷം കൊണ്ട് തമിഴ് പഠിച്ച് 3-ാം വർഷം തമിഴ് പ്രസംഗിക്കാൻ തുടങ്ങി. 2 years I have learned Tamil, and by 3rd year I started preaching in Tamil. കേരളത്തിൽ വന്ന് 2 വർഷം കൊണ്ട് പ്രസംഗിച്ചു. In Kerala also I preached in Tamil for 2 അതൊക്കെ years. തമിഴ് പോകുന്നുള്ള വലിയ പേടിയായിരുന്നു. Beginning നല്ലൊരു സംഗീത ലാംഗ്വേജാണ്. but it is a very nice language. അതിനകത്ത് നല്ല സംഗീത ലാജം. There is a music in that. അവിടെയൊക്കെ ചെന്ന മനുഷ്യൻ മരിച്ചിരുന്നു ചാപ്പിട്ടു എപ്പോഴും ഒരു റെസ്പെക്റ്റിൽ സംസാരിക്കും. നമ്മുടെ ഇവിടുത്തെ ചില തമിഴ് ആൾ സംസാരിക്കുന്ന പോലല്ല. The Tamil language has respectful words. ഇവിടുത്തെ ചില നമ്മുടെ വിശ്വാസികളല്ല ഈ ഭാഗത്തൊക്കെ ചില സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇവനൊക്കെ തമിഴ്നാട് ഭാഷയെ ദോഷം ചെയ്യുന്നവരായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. Some people speak in a very disrespectful manner. അപ്പോൾ എൻ്റെ അഭിപ്രായം ഏറ്റവും നല്ലൊരു ഭാഷയാണ് തമിഴ്. According to me, Tamil is a very good language. പക്ഷേ സംഗീത ലാംഗ്വേജിൽ കൂടെ സംസാരിച്ച് പഠിച്ചാൽ If we speak into that musical language, നമ്മുടെ മാറി വരുന്ന സുവിശേഷ വേലക്കാരെ കണ്ടിട്ടില്ലേ? we can see the servants of God. ചില ആളുകൾ തമിഴ് കേട്ടിരുന്ന് പോയതാണ്. Some people used to speak Tamil very nicely. പണ്ട് ഈ ലാൻഡ് ഫോൺ ഉള്ള സമയത്ത് Like in the land phone, ഈ തമിഴ്നാട്ടിൽ ചില ആളുകൾ സംസാരിച്ച് ഞാനിപ്പോൾ മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നതാണ്. the people from Tamil Nadu used to speak. I used to hear നല്ല that. രസം അത് കേൾക്കാനായിട്ട്. They used to speak very nicely. മലയാളത്തെക്കാൾ സംഗീത ലാംഗ്വേജ് ഇതിനകത്തുണ്ട്. More than Malayalam, Tamil has a very musical മലയാളം notes. കുറച്ചുകൂടെ ഗ്രാമാറ്റിക് വേറെ മോഡലുണ്ട്. Malayalam has a grammatical notes. ദൈവത്തിന് സ്തോത്രം. Praise be to അപ്പോൾ God. തമിഴ്നാട് മക്കൾ പറയും The Tamil people used to say, മാട് ഇളത്തു പോനാലും കൊമ്പ് ഇളക്കരുതില്ലെന്ന് പറയും. even the cow goes lean, their horns will stay same. നിങ്ങളുടെ കന്നുകാലി ചത്ത് ചീഞ്ഞാലും കൊമ്പ് ചീയത്തില്ലല്ലോ ഉണ്ടോ? Even the cattle die, their എന്ന് പറഞ്ഞ horns പോലെ will remain. മനുഷ്യന്റെ ശരീരം നശിച്ചു പോയാലും ആത്മാവ് നശിക്കുന്നില്ല. Like our body destroys, our spirit stays. അതിങ്ങനെ തലമുറയായി ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കും. For generation to generation, the spirit will be there. അതാണ് ഇന്നും അന്നും നടക്കുന്നത്. This is what happens that time also, now also. നോഹയുടെ കാലത്തിന് മുമ്പ് ജലപ്രളയത്തോടെ എല്ലാം തീർന്നിട്ട് ഒന്നേ തുടങ്ങേണ്ടതാണ്. After the Noah's period, after the flood, it started as a പക്ഷെ one ഒരു number one. സന്തതിയിൽ ആ ആത്മാവ് കയറി. But in the Ham's generation, it started. അതാണ് ഞാൻ പറഞ്ഞ വ്യക്തികൾ മരിച്ചാലും വ്യവസ്ഥിതി മാറുന്നില്ല. Even the individuals dies, the policies continues. ദൈവത്തിന് സ്തോത്രം. Praise be to God. അങ്ങനെയാണെങ്കിൽ So, അതിന്റെ പിന്നീടുള്ള ഉറവിടം നമ്മൾ നോക്കിയാൽ we have to look at that source. പിന്നീട് ബാക്കി കയ്യിലേക്കാണ് വരുന്നത്. It comes to Cain. കയ്യന്റെ മക്കളിൽ The descendants of Cain. നോക്കണം, കയ്യൻ ദൈവസന്നിധി വിട്ട് ഉഴലുന്നവനായി തീർന്നു. Cain went away from the presence of the God and became a wanderer. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ The 4th chapter, when we come, അവിടെ കായൻ എന്ത് സംഭവിച്ചു? what happened to Cain? കായിൻ ദൈവസന്നിധി വിട്ട് ഉഴലുന്നവനായി തീർന്നു. Cain became a wanderer, left from the presence of God. ദൈവസന്നിധിയിൽ ഉള്ളവർക്ക് മാത്രമേ ഒരു ഡയറക്റ്റ് വേ, ഒരു വഴിയിൽ കൂടെ പോകാൻ കഴിയത്തുള്ളൂ. The people who are in the presence of the God only can go into the steady way. ഇപ്പൊ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. Jesus says, I am the way to the life. ക്രിസ്തുവിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ When a person comes to Jesus, അവന്റെ വഴി കറക്റ്റ് ആയിരിക്കും, അവൻ പോകുന്ന സത്യങ്ങൾ കറക്റ്റ് ആയിരിക്കും, ജീവനിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്യും. their way will be correct, they will be in the life. എന്നാൽ യേശു ക്രിസ്തുവിനെ കൂടാതെ Without Jesus, നമുക്ക് ശരിയായ ഒരു വഴി കാണിക്കാൻ കഴിയുന്നില്ല. we cannot show a correct way. കുറെയൊക്കെ നന്നായിട്ട് വഴികൾ ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും Even though there are some good ശരിയായ ways, വഴി ക്രിസ്തുവിലേക്ക് നമുക്ക് കാണാൻ the കഴിയും. correct way is in Christ. ക്രിസ്തു കേരളീയനല്ലല്ലോ. Christ is not Keralite. ക്രിസ്തു കത്തോലിക്കനല്ലല്ലോ. He is not a Catholic. ഹിന്ദു അല്ല. He is a Hindu as well. He is not a Hindu. അന്ന് പിന്നെ മുസ്ലിമാൻ ഇല്ലല്ലോ. ഏതാ That time there were Muslims. യഹൂദനാണെങ്കിൽ യേശു പറയുന്നത് യഹൂദനെ പോലെ അല്ലല്ലോ യേശു ജനിച്ചേ. Even though he was a Jew, he was not born as a Jew. യേശുവിനെ യഹൂദന്മാർ ഇവൻ സമരിയൻ. The Jews called him as a Samarite. അപ്പം ജാതിയോ മതമോ നേഷൻസോ യേശുവിനെ ബാധകമല്ല. There is no caste or religion or പക്ഷേ language for ക്രിസ്തു him. ദൈവത്തിന്റെ അവതാരം പ്രതിപുരുഷനായി നമുക്കൊരു മാതൃകയായി തന്നിരിക്കുകയാണ്. Christ is a manifestation of the God. അപ്പോൾ ഏതൊരു വ്യക്തിയും ജീവിതത്തെ ക്രമീകരിച്ച് അടുക്കും ചിട്ടയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ഒരു മോഡൽ ആവശ്യമാണ്. അതാണ് ക്രിസ്തു. If any person has to correct himself, we need a model. That is Jesus Christ. അതിനപ്പുറത്തോടൊരു മോഡൽ നമ്മൾ കാണുന്നില്ല. There is no model after that. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പം ദൈവസന്നിധിയെ വിട്ടാൽ പിന്നെ ഉഴലുന്നവനായി തീരും. He became a wanderer away from the presence of God. ഇപ്പൊ നമുക്ക് ഈ കൂട്ടായ്മയൊക്കെ ചിലപ്പോൾ ഒരു നിസ്സാരമായി തോന്നും. We might think this fellowship is a very bad thing. ശമരിയായി പോയി കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് കഴിയുമ്പോഴാണ് അറിയുന്നത്. അതാണ് When we get up in a thief's hand, only we will realize. സ്നേഹം കാണിച്ച് മോനെ കുഞ്ഞെ ഒന്ന് പിടിയടാ, സാഞ്ഞു വലിയടാ, സ്വർഗം കാണാന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കും. അതാ The people will try to use the drugs. പെന്തിക്കോസുകാരെ പിള്ളേരും പോയി വലിച്ചു പിടിക്കുന്നുണ്ട്. The Pentecostal people also use സ്വർഗം കാണാനായിട്ട്. They can see the heaven. നമുക്കറിയാവോ, ഗോവയില് In ഞാൻ Goa, മുമ്പൊരിക്കൽ പറഞ്ഞതാ, I have told earlier as well. ഒരു നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചൊരു പയ്യൻ, A person born of a Brahmin family. മാതൃകാപരമായി ജീവിച്ച മനുഷ്യൻ,
He lived in a very exemplary valley. അവനെ MBA കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പിന്നെ ഡിഗ്രി കൂടെ എടുത്ത് അമേരിക്കയിൽ ഒരു വലിയ കമ്പനിയിൽ അവനെ ജോലി കിട്ടി. After MBA, after engineering, he got a very good job in America. പോസ്റ്റിങ്ങിൽ തന്നെ 4 ലക്ഷം രൂപയാണ് ഗോവയിൽ കൊടുത്തത്. He got 4 lakhs salary in the first job. വളരെ ഉത്സാഹത്തോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ He started working very enthusiastically. തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നായ ഒരു പയ്യൻ കൂട്ടുകൂടി. There was a friend working there. സംശയിക്കാനൊക്കെ കൂടെ പണിയൊന്നുമില്ലേ. He just worked with him, his colleague. ഇപ്പം ചില ദിവസങ്ങളോളം ഇവൻ്റെ മുറിയിൽ ചെല്ലി സംസാരിക്കുകയൊക്കെ ചെയ്തിങ്ങനെ അവൻ്റെ കുളികല്ലേ. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ഒരു ദിവസം അവൻ പറഞ്ഞു, ഞാനിങ്ങനെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ എടുക്കും. Once this friend told that I used to take an injection to relieve my stress. അപ്പോൾ ഈ ജോലിയുടെ എല്ലാ സ്ട്രെസ്സും മാറിയിട്ട് To relieve the stress of this ഒരു work, റിലാക്സ് കിട്ടും. I will feel like relaxed. നീ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. You can also try this. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. He told that I don't ഞാൻ want. എൻ്റെ ജോലിയിൽ സംതൃപ്തനാണ്. I am contented with my work. ജോലിയല്ല എനിക്ക് വളരെ ഇഷ്ടമാണ്. I like my job. കാരണം അവനെ നന്നായ രീതിയിൽ പഠിച്ചുകൊണ്ട്. He studied very well. അപ്പോൾ ഇവന് മനസ്സിലായി ഇവൻ്റെ വലയിൽ വീഴത്തില്ല. So he understood he will not come into his snare. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട്, ഒരു നല്ല പെൺകുട്ടി, നല്ല വാക്ചാതുര്യവും നയപരവും നല്ല ഡാൻസിങ് പരുവത്തിൽ നിന്ന് മനുഷ്യനെ വശീകരിക്കக்கூடிய ഒരു കൂട്ടുകാരിയും കൊണ്ട് പരിചയപ്പെടാൻ ചെന്നു. She had a very attractive girl as a friend. നോക്കണം, അതിനെ ഒഴിവാക്കേണ്ടതല്ലേ. She has to avoid him. അവൻ്റെ മാന്യതയ്ക്ക് അവൻ എന്ത് ചെയ്തു, ഒന്ന് കാപ്പി കൊടുത്തു, സംസാരിച്ച് എങ്ങനെയോ ആ സ്പിരിറ്റിൽ ഇവൻ അടിമപ്പെട്ടു പോയി. He also became familiar with this girl. മറ്റൊന്നുമല്ല, Not ഈ മയക്കുമരുന്നില്ല. for this drug. ഒരു ദിവസം നീ ഒരു ദിവസം എടുത്താൽ മതി, ഒറ്റ ദിവസം എടുത്താൽ മതി. You just try for one day. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മാത്രം, നിന്റെ ജോലിക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ പിന്നെ എടുത്താൽ മതി. If you feel beneficial, then you can continue. എവിടാ അവൻ്റെ ബ്രെയിൻ, ഈ പെടലിലുള്ള ബ്രെയിനിലാണ് ഇഞ്ചക്ഷൻ കൊടുത്തത്. They have given the injection to his brain. തലയ്ക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. Suddenly it affected his brain. അവനെ നോക്കിയപ്പോൾ ആദ്യത്തെ ദിവസം എന്തോ ഒരു സന്തോഷം തോന്നി. First day he felt very much pleasure. അടുത്ത ദിവസം ഫോഴ്സ് ചെയ്ത് എടുപ്പിച്ചു. Second day also they forced him 3-4 to ദിവസം take. കഴിഞ്ഞപ്പോൾ എടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. After 3-4 days he really need it. ജോലി അവതാളത്തിലായി, The job became a മൈൻഡ് problem ഡിസോർഡർ ആയി, and mind became a disorder. ജീവിതം എല്ലാം താറുമാറായി. The whole life became disastrous. അവസാനം ജോലിയിൽ നിന്ന് അവനെ പിരിച്ചുവിട്ടു. Finally they left him from the job. അവനിങ്ങനെ ഗോവയിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുക. He was in the streets of Goa. അവൻ്റെ ഫാമിലിയിലാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട്. That was his background. വീട്ടുകാരിത് അറിഞ്ഞില്ല. The family members didn't know this. അവസാനം അവനിങ്ങനെ അലഞ്ഞ് വീട്ടുകാരറിഞ്ഞു. At the end they knew. പക്ഷെ വീട്ടിലേക്ക് അവൻ പോകത്തില്ല. He didn't go to the family. അന്നേരം അവൻ്റെ ലക്ഷണം മാറി. Then his face changed. മുടി വളർത്താൻ തുടങ്ങി, He started growing താടിയും his വളർത്താൻ hair തുടങ്ങി. and he grown the ഇത് beard. വളരുമ്പോൾ തന്നെ വിചാരിച്ചോണം ഏതോ ആത്മാവകത്ത് കയറി. If he grow this beard and hair, we can understand അല്ല, that the spirit യോഗ്യമായി comes in. നടക്കണേ. ഈ കാലത്തൊക്കെ മനുഷ്യനെ ഞങ്ങൾ മിലിറ്ററി കട്ടിങ് ചെയ്ത് അന്തസ്സായിട്ട് ഇത് മുടിയും വളർത്തി അതിനകത്ത് അണുക്കളും വളർന്ന് ചൊറിയും പിടിച്ച് പിന്നെ നാളെ ക്യാൻസറും പിടിച്ച് പോകുന്ന ഏതെങ്കിലും വിവരമുള്ളവൻ ഇത് വളർത്തിക്കൊണ്ട് നടക്കും. ഇവരാണ് Why you are growing the hair like this? അല്ല, ചിന്തിച്ചു നോക്കി, What do you think ആരെ is- കാണിക്കാന്? To show whom? എന്തെങ്കിലും ഗുണമുണ്ടോ? What is the benefit of this? യോഗ്യമായി മുടി വെട്ടിയിരുന്നാൽ കുളിക്കാൻ എളുപ്പം, സോപ്പും പെട്ടെന്ന് വെച്ച് കഴുകിയെടുക്കാം, അഴുക്കും പോവും. ഈ ഉമ്മാതിങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കന്മാർക്ക് അതിന് കപ്പാസിറ്റി ഇല്ല. പറഞ്ഞവൻ്റെയൊക്കെ തലയ്ക്കകത്ത് കയർത്തു വരും. Parents should teach their children about this. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ക്യാൻസറും പിടിച്ച് ബ്രെയിൻ ട്യൂമറും പിടിച്ച് പരുവൊക്കെ ഇടായി. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നില്ല, ഇവിടെ കുറേ എണ്ണം വരുമല്ലോ. We see many ഒരു people, നേരം അപ്പാടുതാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. and you will become as a wanderer. നോക്കണം, ഈ ശ്രേഷ്ഠ പയ്യനെ ഈ This പരുവത്തിലായി. person become in this stage. വീട്ടുകാർ ഉപേക്ഷിച്ച് ഇനി അവനെ കൊണ്ട് കൊടുക്കാൻ എത്ര ലക്ഷങ്ങൾ മുടക്കി അവരെ പഠിപ്പിച്ചതാണ്. The family persons also forsaken him. ആ കടബാധ്യമെല്ലാം തീർക്കണം. They have to finish the debt. അങ്ങനെ അവസാനം അവർ ഉപേക്ഷിച്ചു. At the end they are also forsaken. എന്നാൽ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല But കേട്ടോ. God didn't forsake him. കാരണം അവൻ്റെ ബേസ് നല്ലവനായിരുന്നല്ലോ. Because basically he was a good person. അവനിങ്ങനെ ഗോവയിൽ അലഞ്ഞ് പിന്നെ തണ്ടാൻ തുടങ്ങി. While he was കാരണം roaming ഇത് in ദിവസം the ചെന്നില്ലെങ്കിൽ Goa, അവന് പറ്റുന്നില്ല. he couldn't take the drug. അങ്ങനെ തെണ്ടി കാശ് കിട്ടി, പിന്നെ ഇത് ഡ്രഗ്സിന് അടിമയായിപ്പോയി. He begged and get the money and used to buy the drug. ഒരു ദിവസം One day, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ, one of the doctor who worked in Trivandrum Medical College അതോ പൂജപ്പുരയിലാണ് തോന്നുന്നു, in the Pujapura, ആ ഒരു ഡോക്ടർ ഗോവയിൽ കൂടെ വരുന്ന സമയത്ത് ഒരു കലിങ്കിന്റെ പുറത്തൊരുത്തിരിക്കുന്നു. one day when he was going through the Goa street, he ഇങ്ങനെ see മുടിയും this വളർത്തി person. താടിയും വളർത്തി പരുവക്കേടായിട്ടിരിക്കുന്നു. This boy has beard and പുള്ളി hair. വണ്ടിയെ പോയി പെട്ടെന്ന് പുള്ളി റിവേഴ്സിലേക്ക് വന്ന് ഒരു നോട്ടം നോക്കി. He was in the vehicle, just he stopped and he came ഒരു back. അട്രാക്ഷൻ തോന്നി. And he suddenly got an attraction. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇന്നാരല്ലേ അത് ചിന്തിച്ചു. Suddenly he understood there's a familiar face. അവർ കാറ് നിർത്തിയിട്ട് പേര് വിളിച്ചു. Suddenly stopped and called him. അവൻ ചാടി എഴുന്നേറ്റു.
Suddenly he പക്ഷെ ഓടി രക്ഷപ്പെടാൻ നോക്കുക. suddenly he started to walk away. എന്തോ ദൈവത്തിന്റെ ഒരു വഴി അവനെ പിടിച്ച് അവസാനം കാറെ കയറ്റിക്കൊണ്ടുവന്നു. And after that he take him into the car. പിന്നീട് അവൻ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. After that they brought him to the Trivandrum. പൂജപ്പുരയിലുള്ള ഒരു മെന്റൽ ഹോസ്പിറ്റലില് In Pujapura there is a mental hospital. അവനെ അഡ്മിറ്റ് ചെയ്തു. Admit them. കുറെ നാളിങ്ങനെ ചികിത്സയിലൊക്കെ കഴിഞ്ഞു. After some day he had taken the എന്നാലും ആ treatment. പഴയ ഗ്ലാമർ വീണ്ടെടുക്കാൻ സാധിച്ചില്ല. The old glamour has gone. ഇതാണ് ഇതിന്റെ എല്ലാം പുറകെ പോയുള്ള കുഴപ്പങ്ങൾ. This is the problem when we go behind all these things. ഇല്ലെങ്കിൽ ചില ആണുങ്ങളെ വശീകരിക്കാൻ ചില പെണ്ണുങ്ങളുണ്ട്. There are some girls to attract the boys. ഇത് പെണ്ണുങ്ങളുടെ വശീകരണമാണ് ഏറ്റവും ഭയങ്കരം. അതാ രസം. The enticing of the women is ആണുങ്ങളെക്കാൾ very സൂക്ഷിക്കേണ്ട bad. ചില പെണ്ണുങ്ങളെയാ. Some girls we should be very careful. ഇങ്ങനെ വേഷം കെട്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. The people comes with this dress. എത്ര അനുഭവങ്ങൾ എനിക്കറിയാം. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. I have many experiences. Many people told me as well. അതാ ഈ കാലത്ത് സൂക്ഷിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് സൗകര്യമാരെ സ്ത്രീകളെയല്ല. We have to be careful about this. I'm not blaming all the ladies. കിളവന്മാരെ കല്യാണം കഴിക്കുന്ന പേപ്പർ കണ്ടില്ലേ? There are women who are marrying the old people. കിളവന്മാരെ ശുശ്രൂഷിക്കാൻ കല്യാണം കഴിക്കുക. The people marry the old persons to serve them. അവസാനം അവരുടെ എല്ലാം ഒപ്പിട്ട് വാങ്ങിച്ച് അവരെ പോയിസൺ കൊടുത്ത് കൊല്ലുക. At the end they take all their possession and kill them with the poison. ചത്തു കഴിഞ്ഞാൽ സ്വത്തെല്ലാം ഇവർക്കാകത്തില്ലേ? After the death they will get all the ഇതെല്ലാം possessions. പണികളായി കാലം നടക്കുന്നത്. These kind of things they are doing. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. So we should not believe anyone. സൂക്ഷിച്ചോളണം. So to be careful. സ്വന്തം തള്ള കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ വെട്ടിക്കൊല്ലുന്നതായിട്ട് പേപ്പറിൽ കണ്ടു. Even the own mother has killed a boy. ഒന്നല്ല എത്രയോ സംഭവം ഉണ്ടാവും. Many incidents we can see in the newspapers. അപ്പന്മാര് Even the fathers, മക്കളെ മിസ്യൂസ് ചെയ്യുന്നു. they misuse the sons. സഹോദരൻ സഹോദരിയെ, The brother to the sister. ഇതുപോലൊരു പൈശാചിക ശക്തി വ്യാപിക്കുന്ന കാലങ്ങളാണ്. These kind of devilish spirits are working in these days. തുടക്കം The beginning of this, കായീന്റെ സന്തതികളാണ്. eat from the കാരണം Canaan's കായീനിൽ generation. ഈ ദുഷ്ടശക്തി കയറി. In the Cain there is a evil spirit. അവൻ ആബേലിനെ കൊന്നു. He killed Abel. നമ്മുടെ കൊലപാതകത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. The spirit of murder has started. അവസാനം അവൻ ദൈവസന്നിധി വിട്ടു പോയി. At the end he left the presence of God. കാരണം അവിടെ നിൽക്കാൻ ഒക്കുന്നില്ല. He couldn't stay in the presence അങ്ങനെ of പോയ God. കൂട്ടത്തിൽ മക്കളെ ജനിപ്പിച്ച് After he left he begotten children. 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ഒരു ആനോക്ക് എന്ന് പറയുന്ന ഒരുത്തിനെ ജനിപ്പിച്ചിട്ട് അവന് വേണ്ടി ഒരു വലിയ പട്ടണം പണിതു. In the 4th generation he begotten Hanok and he made a big tower for him. 4-ാം വാക്യം വായിച്ച്. 11 4-ന്റെ 20 4-ന്റെ 16-17 ഉൽപ്പത്തി 4-ന്റെ 16-17 16 and 17 of Genesis 4. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ഏദേന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു. He built a city. ഈ ആത്മാവ് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. Today also we have ആവശ്യമുണ്ടെങ്കിലും ചുമ്മാ കെട്ടിടം പണിയുന്ന ഒരു ആത്മാവ്. we are used to build the buildings. 2 പിള്ളേരുണ്ടെങ്കിലും 5 മുറി 8 മുറിയൊക്കെയാണ് പണിയുന്നത്. Even though we have 2 children we build with 5 rooms. എന്നിട്ട് മോക്ക് ഒരു മുറി കൊടുക്കും, മോന് ഒരു മുറി കൊടുക്കും. For the children, for the daughter will give one room, for the son will give another room. തന്തേന്നുള്ള താഴെ ഒരു മോൾ അവിടെ ഒരു മോൾ ഇവിടെ. The parents staying in the downwards and the sons and daughters ഇവര് രാത്രി നെറ്റ് ഓൺ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. In the night time they used to watch the internet. ചോദിച്ചാൽ പറയും പ്രൊജക്ട് വർക്കാന്ന് പറയും. If we ask they will say it's a project work is going on. വിദ്യാഭ്യാസമില്ലാത്ത അപ്പന്മാർ വിചാരിക്കും എൻ്റെ മക്കൾ സയൻസ് പഠിക്കാന്ന് വിചാരിക്കും. The people will think that they are studying science. പ്രൊജക്ട് വർക്ക് ചെയ്ത് after they do the project work സ്വന്തം പെങ്ങൾ ഗർഭിണിയായ അവസാനം ഹോസ്പിറ്റലിൽ ചെന്ന് ഇല്ലാത്ത നാശകൂടാലൊക്കെ ഉണ്ടായി. the own sister became pregnant and they went to the hospital. ബാക്കി ഞാൻ പറയുന്നില്ല. I am not telling the rest of the story. ഇതിനെല്ലാം വഴിവെച്ച് കൊടുക്കുന്നവരാ. Who give this place? നോക്കണം. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. Many incidents are happening so. അപ്പോൾ ഇതാണ് പ്രൊജക്ട് വർക്ക്. This is what called project work. കാരണം വീട്ടിൽ അതിനുള്ളതായ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതിനൊരു ഇത് ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫിലേക്ക് പോവുകയാണ്. There is a discipline in the house, that's why the people is going this way. ഒരു പെന്തിക്കോസുകാരുടെ കുടുംബത്തിൽ നടന്ന് കേൾക്കണോ? I was heard about a story about the Pentecostal person. ഡൽഹി പഠിക്കുന്നു, ഇവൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു, തമിഴ്നാട്ടിൽ പഠിക്കുന്നു. He is studying in Tamil Nadu. ഇവളവിടെ പോയി ഫെമിനിസ്റ്റ് ഗ്രൂപ്പിൽ ലീഡറായി BSc നഴ്സിങ്ങിന് 3-ാം വർഷത്തിൽ തിരിച്ചു വരുമ്പോൾ when she come back from BSc nursing, അപ്പം വീട്ടിലില്ല. father was not in the house. പേരൻസ് ഇല്ല. Parents was not in the house. ആങ്ങളോട് അവൾ പറയുക, to the brother she നീ says, പോയി ഒരു പൈൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. you buy for some liquor for me. ലിക്കർ ഒരു കുപ്പി വാങ്ങിച്ചുകൊണ്ട് വരാം. പെങ്ങൾ പറയുക. The sister asked the brother to buy a liquor for ആദ്യം her. നടുങ്ങി. First he shocked. പിന്നെ അവന് തോന്നി ഞാൻ വാങ്ങിച്ചില്ല, ഇവന് അയലോക്കാരെ വിളിച്ചോളൂ വാങ്ങിച്ചു കുടിക്കും. അത് ആ ടൈപ്പായി മാറിയുള്ളൂ. If I didn't buy, then she will ask the neighbor, so he bought. അവസാനം ഇവരും കൂടെ ടിവിയും കണ്ടു കുടിച്ച് കൂത്താടി. Both of them drank together by seeing the അവന്റെ TV. മനസാക്ഷി കുത്തി അവനൊരു ദിവസം എന്നോട് കരഞ്ഞു പറഞ്ഞ കാര്യം പറയുന്നത്. Because of the conscience pricked, he told me.
പക്ഷെ പിന്നീട് ആ പെൺകുട്ടി Afterwards, this girl, 4-ാം വർഷം പഠിക്കുന്ന സമയത്ത് when she was studying in the 4th year, അവളുടെ വയറിനകത്ത് ക്യാൻസർ. there was a cancer in her stomach. അയ്യോ, ഞാൻ കണ്ട നല്ല സുന്ദരിയായിരുന്ന ഒരു പെണ്ണ് She was a very beautiful girl. അസ്ഥിപഞ്ജരമായി. She became very അവൾ lean. രക്ഷപ്പെടുമെന്ന് ആരും വിചാരിച്ചില്ല. No, people thought that she will not live. കാരണം ഒന്നാമത് മനസാക്ഷി പോയി, പിശാച് കയറി, രണ്ടാമത് ഈ വേസ്റ്റെല്ലാം അടിച്ചു കയറ്റുന്നു മുഴുവൻ. Because conscience gone, now she eaten all these evil എല്ലാം ഗമ things. കാണിക്കാൻ പോകുന്നതാണ് മറ്റുള്ളവരുടെ മുമ്പില്. In other groups, they are showing the pride. അവസാനം ഏതായാലും വർഷങ്ങൾ ഞാനും കൂടെ പോയി പ്രാർത്ഥിച്ചു, I also prayed. പലരും പ്രാർത്ഥിച്ചു, Many people prayed. ഏതായാലും അവസാനം രക്ഷപ്പെട്ടു. At the end, she got ഒരുത്തനെ saved. കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഇപ്പൊ ജീവിക്കുന്നുണ്ട്. After that, she അങ്ങനെ married and എത്രയോ living. സംഭവങ്ങളാണ്. And many incidents are happening. അപ്പൊ ഈ ശക്തി വ്യാപിക്കുന്ന ഒരു വലിയ അധികമായി വ്യാപരിക്കുന്ന ഒരു കാലമാണ്. This spirit is working in a wide way. വളരെ ശ്രദ്ധയോടെ വേണം നമ്മുടെ മക്കളെ കരുതിക്കൊണ്ട് പോകാൻ. So we have to take care of our children very നമ്മൾ അവരെ carefully. കൂടെ ഇരുത്തി അല്ലെങ്കിൽ കൂടെ നടത്തി നമ്മളെ ഒരുവനാക്കി മാറ്റിയെടുക്കണം. We have to bring them along with us and to make them one of അല്ലെങ്കിൽ us. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. Otherwise, we cannot blame them. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പൊ കായൻ തന്റെ മകന്റെ പേര് ഒരു പട്ടണം പണിത് അവന്റെ പേര് വിട്ടു. വായിച്ചേ. ഹാനോക്ക് അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഒരു പട്ടണം പോലും പണിത് കൊടുത്തു. സാധാരണ പലരും വീട് പണിത് കൊടുക്കും, ഇത് പട്ടണം തന്നെ അവർ പണിത് കൊടുത്തു. He built a city for his son മകന്റെ പേരിൽ ഒരു വലിയ പട്ടണം. in his son's name. അപ്പൊ ഈ ശക്തി ഇവിടെയാണ് തുടങ്ങിയത്. This spirit ഈ started ബാലിന്റെ ശക്തി എന്ന് പറയുന്നത് ഇപ്പൊ തുടങ്ങാൻ പോവാ. here is where the spirit of Baal അതിന് started. താഴെ 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ After in the 20th verse we see 20-22 വായിച്ചേ. 20 and 22. ആദാ യാബാലിനെ പ്രസവിച്ചു, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. യൂബാൽ നോക്കണം, ബാലിന്റെ തുടക്കോടാണ്. This is the starting of the Baal. ഈ ബാൽ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് കേട്ടോ. ബാൽ എന്ന് പറയുന്നത് തുടങ്ങിയത് ഇവിടെയാണ്. യൂബാൽ. Baal started here. അപ്പൊ പേരിട്ടു. They have given a name. അപ്പൊ വീഴ്ച പ്രാപിച്ച ദൂതന്മാരെ, The person who are the angel fallen ദൈവസന്നിധിയിൽ angels, തള്ളപ്പെട്ടതായ സ്പിരിറ്റുകൾ ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട്. there are spirits who are forsaken from God. അപ്പൊ അവർക്ക് പ്രവർത്തിക്കാൻ ജഡം വേണം. They need a flesh to work. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ ജഡമായിട്ട് യേശുക്രിസ്തു ലോകത്തിൽ വന്ന പോലെ For the spirit of God to work, Jesus becomes a ഈ flesh. വീണുപോയ സ്പിരിറ്റുകൾ, ഇന്ന് ആൾക്കാർ ഹേലിയൻസ് എന്നൊക്കെ പറയത്തില്ല, അന്യഗ്രഹ ജീവികൾ എന്നൊക്കെ പറയത്തില്ല. The fallen angels, the aliens. അങ്ങനെ ഹേലിയൻസ് ഒക്കെ പറയുന്നത് ഈ വീണുപോയ ദൂതന്മാരുടെ ആത്മാവാണ്. The aliens are the spirits of fallen angels. അവന് ശരീരമില്ല. They don't have the body. അവനെങ്കിൽ ഒരു മായാ ശരീരം പോലെ കാണിക്കാന്നുള്ളേ ഉള്ളൂ. They can just show something. ആ Like a ശരീരം body. ഒന്നുകിൽ മനുഷ്യൻ അല്ലെങ്കിൽ മൃഗങ്ങൾ. It is like a cattle's body or the human body. ഇതിൽ കൂടെ വേണം പ്രവർത്തിക്കാൻ. They have to work it through this. അപ്പോൾ അതിനാണ് ഇവൻ മനുഷ്യനെ ആശ്രയിക്കുന്നത്. That's why they need a man. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നോക്കണം, അവന്റെ പേര് ഈ കായിന്റെ സന്തതിക്കിട്ട് യൂബാൽ. Now they have given him a name called Jubal. അതായത് നീ പിശാചെന്നതിൻ്റെ അർത്ഥം. യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് കൊണ്ട് എടുക്കില്ലയോ. ബാൽ എന്ന് പറയുന്നത് പൈശാചിക പേരാണ്. Baal means a devilish name. അടുത്തത് നോക്കി, അടുത്തവന്റെ പേര്, രണ്ടാമത്തവന്റെ പേര് എന്താ? Next one is name. ഇവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്ന എല്ലാം ആദ്യമായിട്ട് അല്ലല്ലോ അതിന് മേളിലുണ്ട് കിന്നരവും. ആദ്യമായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നോക്കണം. വീഴ്ച പ്രാപിച്ച ദൂതന്മാരെ The people who have fallen. എസെക്കിയേൽ 28 വായിക്കുമ്പോൾ Ezekiel 28 we അവർ read, ദൈവത്തിന്റെ പർവ്വതത്തിൽ ഇരുന്ന് ആരാധിക്കുന്നവരായിരുന്നു. in the mountain of God they used to worship him. അവരുടെ ചിറകിൽ തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു. There are musical instruments in their അപ്പൊ അവർ wings. വീഴ്ച പ്രാപിച്ചപ്പോൾ When they are ഈ fallen, ടാലന്റുകൾ മനുഷ്യന്റെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് they have hand over these talents to അങ്ങനെയാണ് human ഇന്ന് beings. മ്യൂസിക് ഇളകയല്ലേ. ചില മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ട് നിലത്തും താഴെയാണോ അയ്യോ അടിച്ച് കുത്തി തകർന്ന് ആണും പെണ്ണും ഏതാന്ന് പോലും അറിയാതെ എന്തെല്ലാം കോപ്രാഞ്ജങ്ങൾ കാണിക്കുന്നു. Some energizing music were there. അതൊരു പിശാചാ കേട്ടോ. This is also a devil. അത് ഈ വീണു തമ്പുരുവ കൊടുത്തിരിക്കുന്ന ഈ വീണുപോയ ദൂതന്റെ ആത്മാവാണ്. The harp means is a fallen angel. എന്നാൽ ദൈവിക മ്യൂസിക് ഉണ്ട്, അത് കേൾക്കുമ്പോഴും നമുക്കൊരു ദൈവിക ചൈതന്യം ഉണ്ട്. But there is a divine music also. It means we will get നല്ല an energy. ദൈവികമായ പാട്ടും ദൈവിക മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വലിയ സ്വസ്ഥത. We have the hymns and divine music. ഇതങ്ങനെയാണ്. It is not so. ചാടി തുള്ളിച്ച് അവന്റെ സകലതും ഇളക്കി മറിച്ച് അവസാനം പാപത്തിൽ പോയി വീണെങ്കിലേ ഇതൊക്കെ സമാധാനം ഉണ്ടാകും. It's jumping and showing and end up in sin. ഒന്നുകിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ജഡത്തിൽ പോയി അവസാനിക്കും. They will end up in flesh or in drugs. അപ്പൊ ഇവിടെ നോക്കുക, ലോകത്തിന് സംഭാവന ചെയ്ത വീണുപോയ ദൂതന്മാർ, അതാണ് ഇന്ന് സിനിമാ ലോകവും ഈ മ്യൂസിക്കിലും മൈക്കിൾ ജാക്സനും ഒക്കെ തകർത്ത് വാരിക്കൊണ്ടിരുന്നത്. The cinema wheel, the Michael Jackson, the dances also are in this group. മൈക്കിൾ ജാക്സൺ മരിച്ചു കഴിഞ്ഞ് അവനെ ഓപ്പറേറ്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവൻ്റെ വയറ്റിൽ ഒരു 2 കൈ നിറച്ച് മരുന്നിന്റെ അംശമായിരുന്നു, ഗുളികൾ. The lot of drugs were found in the autopsy of the Michael അവനെയാണ് Jackson. ലോകം ആരാധിച്ചുകൊണ്ട് നടക്കുന്നത്. The people are fans to him. കാരണം ഈ സ്പിരിറ്റ് മനുഷ്യൻ വ്യാപരിക്കുകയാണ്. When this spirit comes to the human being, അപ്പൊ യൂബാൽ എന്നും now Jubal. 2 വയസ്സ് ഒന്നുകൂടെ വായിക്കാം.
അവന്റെ സഹോദരന് യൂബാൽ എന്നു പേർ. ഇവൻ കിന്നരവും വേണു. മറ്റവന്റെ പേര് യാബാൽ. നോക്കണം, യാബാലും യൂബാലും. അതിന് മുകളിൽ വായിച്ചേ, ആദ്യത്തെ ശബ്ദയുടെ പേര് യാബാൽ. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി. അവൻ എന്ത് ചെയ്തു? കൂടാരവാസി, കൃഷിയും, മൂത്തവൻ കൃഷിയും പശുപാല ഇങ്ങനെയുള്ളതായൊരു ഇത് ഉണ്ടാക്കിയെടുത്തു. The first one is with the cattle and cultivation. അവരുടെ ഹെഡ് ഫാദറാണ്, അല്ലെങ്കിൽ HOD. His HOD. ഈ കിന്നരവും ഇതെല്ലാം ഉണ്ടാക്കി ചെമ്പും ഇരുമ്പും കൊണ്ട് ഉണ്ടാക്കുന്നവന്റെ യൂബാൽ, അത് അവരുടെ തലവരായി മാറി. Jubal became the father of them. ഇപ്പം നമുക്കറിയാം, ഈ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ In Kannur area, ഈ പിണറായി വിജയൻ സുധാകരൻ്റെയൊക്കെ ഗോത്രമുണ്ടല്ലോ, അതായത് തീയന്മാരെന്ന് പറയും, തീയര്. the Thier group in Kannur, അവർ ഈ കേരളത്തിലുള്ള ഈഴവരുമായിട്ട് ബന്ധമൊന്നുമില്ല. they don't have a connection with the അവർ യൂറേഷ്യ ആ ഭാഗത്തുനിന്ന് വന്ന് ഒരു ഗോത്രമായിട്ട് തന്നെ അവിടുന്ന് പുറത്തു വന്നവരാണ്. They came as a tribe. അവർ മലയിലുണ്ടാകുന്ന വെളിച്ചത്തെ, മലയിൽ ആദ്യം സൂര്യൻ പൊങ്ങി വരുന്ന ആ വെളിച്ചത്തെ ആരാധിക്കുന്നവരാണ്. They used to worship the sun in the mountain. അവരിങ്ങനെ ഗോത്രമായിട്ട് വരുമ്പോഴേ When they come as a tribe, അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് സർക്കസ് അഭ്യാസികളാണ്. their main job is making circus. രണ്ടാമത് നല്ല ഭക്ഷണം ഉണ്ടാക്കും, They will make good food. പാചകകല. They know to cook. അഭ്യാസികളവര്. They are very good workers. സർക്കസും ഒക്കെ അവിടെ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. They started the circus. ആരോമൽ ചേവകർ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടുന്നവര്. Aromil Chevaga, they are the ഇവരുടെ ആത്മാവെന്ന് പറയുന്നത് ഒരു പോരാട്ടം തുടങ്ങി രണ്ടിലൊന്ന് അവസാനിച്ചിട്ട് അടങ്ങും. Their spirit is they will finish the peoples in the battle. അതാണ് ഇന്ന് അവിടെ കണ്ണൂരിൽ ഈ പ്രശ്നങ്ങൾ ഇത്ര ഉണ്ടാകാൻ കാരണം. That's why this all problems in the Kannur. ഞാനിവിടെ 3 വർഷം ഉണ്ടായിരുന്നില്ല, ഞാനപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. I worked there in 3 years. അവർക്ക് അവർ മുട്ടിക്കഴിഞ്ഞാൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ അവർ പിരിയത്തുള്ളൂ. They will see end or the fight. പിണറായി സുധാകരൻ നോക്കി വിട്ടുകൊടുക്കത്തില്ല, കാരണം രണ്ടിൻ്റെ സ്പിരിറ്റ് അതാണ്. ഈ പറഞ്ഞ യൂറേഷ്യൻ അവരുടെ സംസ്കാരം അങ്ങനെയാണ്. Like Pinarayi and Sudhakar, they are doing the so. ആരോമൽ ചേവകർ അവർ പോരാടിയാൽ, If they fight, വടക്കൻ വീരഗാഥയിൽ like Vadakan ഒന്ന് Viragada, തീരണം, one has to finish. തീർന്നതോടെ അവരുടെ ഗെയിം തീരും. Then only ഇതാണ് ഇന്നത്തെ അവിടുത്തെ സംസ്കാരം പോയിക്കൊണ്ടിരിക്കുന്നത്. this is their culture. അപ്പൊ അവർക്കൊരു നേതാവുണ്ട്, അവരെ നടത്തിക്കൊണ്ടുവന്ന There നേതാവ്. is a chief for them. അതാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറയുന്നത്. There is a Parshnikadav Muttappan. ശ്രീനാരായണ ഗുരുവിനെ പോലെ Like Sri Narayana Guru, അവരുടെ നേതാവാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. their father is Parshnikadav Muttappan. അവിടെ ഉത്സവം വരുമ്പോൾ When there was a festival, അദ്ദേഹത്തിന് നല്ല കള്ളും കോഴിയിറച്ചിയൊക്കെയാണ് ഇപ്പോഴും കൊണ്ട് കൊടുക്കുന്നത്, they used to give വിഗ്രഹത്തിന് മുമ്പിൽ കൊണ്ടുവെക്കുന്നത്. they used to give them the toddy and chicken. അപ്പൊ ഇതുപോലെ യൂബാലും പിന്നെ യാബാലും ആണ് ഈ ബാലിന്റെ ഉറവിടം എന്ന് പറയുന്നത്. Likewise, Jubal and Jabal is the fathers of the Baal. ഈ ബാലിന്റെ ആരാധന തുടങ്ങിയത് ഇവരാണ്, അതിന്റെ പിതാക്കന്മാര്. They are the fathers of them. അവർ മരിച്ചു. When they died, ജലപ്രളയം കഴിഞ്ഞ അടുത്ത തലമുറ വന്നിട്ടും when there is a next generation ഈ comes after the flood, സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്നില്ല. നോക്കണം, കാരണം സ്പിരിറ്റ് ചത്തിട്ടില്ലല്ലോ. this culture is not changed because അത് the spirit is കനാന്റെ not died. വർഗത്തിൽ കയറിയിട്ട് When they come to the Canaanites, കനാനിൽ കൂടെ വീണ്ടും അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. through the Canaan is developed again. അങ്ങനെയാണ് കനാൻ ദേശത്തിൽ ഈ ബാലിന്റെ ആരാധന ഉണ്ടാകാൻ കാരണം. That's how the worship of the Baal started in the Canaanite land. ബാലിന്റെ ആരാധന എന്ന് പറയുന്നത്, The worship of the ബാൽ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്, അവരുടെ ദേവനാണ്. Baal is a god of heaven. അല്ലെങ്കിൽ സൂര്യ ഭഗവാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്വർഗദേവൻ. It is something like a sun god. എന്നാൽ ഭൂമിയിൽ, But in the earth, ഈ ഭൂമി എന്ന് പറയുന്ന ദേവതയാണ്. the earth is a goddess. ഭൂമി ദേവി. Earth is a goddess. ഭൂമി ദേവി പുഷ്പണിയായെന്നൊക്കെ പാട്ടില്ലേ ഉണ്ട്. അപ്പം ഭൂമി ദേവിയും ഈ പറഞ്ഞ ആകാശവും ഭൂമിയും, ആകാശം ഭർത്താവും ഭൂമി ഭാര്യ, ഇതാണ് അവരുടെ വിശ്വാസം. The heaven god and the earth goddess. ആകാശ ദൈവമാണ് ബാല്. The heaven god is Baal. ആ ബാലിന്റെ അനുഗ്രഹം കൊണ്ടാണ് മഴ പെയ്യുന്ന അവർ വിശ്വസിക്കുന്നത്. Because of the blessing of this Baal, they used to get the rain. കാരണം അന്നത്തെ കാലത്തിൽ IT ഫീൽഡ് ഒന്നും ഇല്ലല്ലോ, കൃഷിയല്ല എല്ലായിടത്തും. They used to do the cultivation those അപ്പൊ days. കൃഷി സമൃദ്ധിയാകണമെങ്കിൽ ബാൽദേവൻ പ്രസാദിക്കണം. For the farming, they need the rain, so they need the Baal. ഈ ബാൽദേവൻ പ്രസാദിക്കണമെങ്കിൽ To please Baal, അവരെ അന്നത്തെ ആ മത നേതാക്കന്മാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ കാലത്ത് ബുദ്ധിമാന്മാരാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. the intelligent people used to make this. ആ ദൈവത്തെ പ്രസാദിക്കണമെങ്കിൽ ഭൂമി ദേവി അതിന് താല്പര്യപ്പെടണം. To please this god, the earth goddess has to please him. അവരുടെ വിശ്വാസം Because of their faith, ആകാശദേവനായ ബാലും the Baal who is the father, the god ഭൂമി of heaven, ദേവിയായ അക്ഷേര എന്നാണ് ഭൂമി ദേവിയുടെ പേര്. the Akshara is the name of the earth goddess. അക്ഷേരയും ബാലും കൂടെ ബന്ധപ്പെടുന്ന സമയത്താണ് ഈ മഴ പെയ്യുന്നവർ വിശ്വസിക്കുന്നത്. The Baal and Asherah, when they meet, they get the rain. അക്ഷേര പ്രതിഷ്ഠകൾ എന്നൊക്കെ വേദോസ്തലില്ലേ? We see the Asherah in Bible. അപ്പം ബാൽദേവനും അക്ഷേര ദേവിയും കൂടെയുള്ള ബന്ധത്തിലാണ് ഈ മഴ പെയ്യുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. Because of the union between the Baal and Asherah, they used to get the അതുകൊണ്ടാണ് rain. ആ കാലങ്ങളിലും ചില ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ അന്നത്തെ സംസ്കാരം അനുസരിച്ച് ഈ ദേശങ്ങളിലൊക്കെ
ഈ ദേവദാസികൾ എന്ന് പറഞ്ഞൊരു കൂട്ടർ എപ്പോഴും അമ്പലവാസികളായിട്ട് കാണും. We can see a group called Devadasi in the temples. അപ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണെന്നാണ്. ഈ ദേവദാസികളായി നിയമിക്കപ്പെട്ടവരെ ഈ അമ്പലത്തിൽ വരുന്ന പൂജ ചെയ്യുന്നവരും അല്ലെങ്കിൽ അവർക്കൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് അത് ദേവൻ പ്രസാദിപ്പിച്ച് മഴ പെയ്യുന്നവർ ഇവരുടെയൊക്കെ മനസ്സിൽ അടിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ്. There are some beliefs that this Devadasi used to give the rain because of their customs. അതാണ് ബാലിന്റെ ദേവൻ. This is the god of the Baal. ഇത് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ പേരിൽ നിന്നുണ്ടായ ഒരു സങ്കല്പ ദൈവമായിട്ട് മാറുകയാണ്. It is started from the name of a man. എന്നാൽ അങ്ങനെ ആരാധിക്കുമ്പോൾ When they worship like this, വ്യവസ്ഥയില്ലാത്ത ആരാധന സ്ഥലങ്ങൾ വീണുപോയ ദൂതന്മാർ വന്നവരെ ഹെൽപ്പ് ചെയ്യും. in the lawless worship, the fallen angel used to come. അവിടെ ആത്മീയമല്ല, അവിടെ ജഡികവും പ്രാകൃതമാണ്. Here there is no spirituality, there will be flesh. അങ്ങനെയാണ് ഈ പറഞ്ഞ ദേവി ദേവ ഒരു സങ്കല്പങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. That's so we can see this god and goddess concept. ഇപ്പൊ കന്യാകുമാരി Like in Kanyakumari, എന്ന് കേട്ടാൽ എന്ത് പറയും? പണ്ട് കേരളത്തിനോട് ബന്ധപ്പെട്ടൊരു സ്ഥലമായിരുന്നു. it belongs to Kerala in olden days. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് പോയിരിക്കുകയാണ്. Our Modi ji came and do a meditation there. ആൾക്കാർ പറയുന്ന ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹം പോയെന്നല്ല. The people used to say that for the election he അദ്ദേഹം went there. ഈ അടുത്ത സമയത്ത് പറഞ്ഞു ഞാനും ഒരു അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇതായിട്ട് വന്നിരിക്കുന്ന ആളാണെന്ന് പുള്ളി അറിയാതെ പറയുകയാണ്. He said that I am also incarnation of the God. അത് കുറച്ചിങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് മനുഷ്യർക്ക് ചിന്തിക്കാം ഞാനും ഒരു ദൈവമാണ് അല്ലെങ്കിൽ ദേവന്റെ ആളാണ്. പണ്ട് പാസ്റ്റർ ആൽവിൻ Like പറഞ്ഞു ഞാൻ ദൈവമാണെന്ന് പറഞ്ഞതാണ്. he told that I am also God. മോദിജി അങ്ങനെ തീർത്ത് പറഞ്ഞില്ല. Modi didn't say so. അപ്പോൾ താൻ പറയാൻ കാരണം When he took ഈ 3-ാം ഊഴത്തിലും തനിക്ക് അവസരം കിട്ടുമെന്ന് തനിക്കൊരു വലിയ വിശ്വാസമാണ്. he has a very good faith that he will come in the third time. 3-ാം ഊഴം In the third time, കുറച്ചുകൂടെ ശ്രേഷ്ഠമേറിയ അവസ്ഥയിൽ എത്തിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. he want to make this nation a high place. അതിന് താൻ തിരഞ്ഞെടുത്തത് വിവേകാനന്ദനെയാണ്. For that he chose രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായ വിവേകാനന്ദൻ. he is a disciple of the Ramakrishna Paramahamsa. 1890 കാലയളവിൽ അമേരിക്കയിൽ പോയി സഹോദരന്മാരെ എന്ന് പ്രസംഗിച്ചവരും In 1800 he went to America and preached brothers and sisters. ഇന്ത്യയിൽ വന്ന് അല്ലെങ്കിൽ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് In Kerala, ഈ ജാതി മത വ്യവസ്ഥയ്ക്കെല്ലാം എതിരായിട്ട് താൻ വളരെ ശക്തമായി പ്രസംഗിച്ചു. ഇത് പ്രാന്താലയമാണെന്ന് പറഞ്ഞ് നല്ല മനുഷ്യനാണത്. he spoke against the casteism and he called the Kerala as the place of mad people. തൻ്റെ ഗുരുവായ പരമഹംസര് His guru Paramahamsa, അവസാനമായിട്ട് താൻ വിവേകാനന്ദനോട് പറഞ്ഞു, at the end he told Vivekananda, നീ കന്യാകുമാരിയിൽ പോയി you go to Kanyakumari, അവിടെ പോയി ഒരു ഇതെല്ലാം കഴിഞ്ഞ് നേർച്ചയെല്ലാം കഴിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞു. there you have to do the offering and come back. അപ്പോൾ കന്യാകുമാരിയുടെ ചരിത്രവും ഇതിനോട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. And the history of Kanyakumari also related അത് to ഒരു this. ആകാശദേവൻ, ദേവന്മാരിൽ ശിവനും There is an god of heaven called Shiva. ഭൂമി ദേവിയായി അവതരിച്ച ഒരു കന്യകയാണ് ഇപ്പോൾ ഒറ്റക്കാലം നിൽക്കുന്നില്ലയോ? അവിടെ ഒരു ശിലയുണ്ടല്ലോ ഒറ്റക്കാലം നിൽക്കുന്ന, നമ്മൾ കണ്ടു കന്യാകുമാരിയിലെ. There is an idol in Kanyakumari. കന്യാകുമാരി ദേവി, അവർ കന്യകയാണ്. There's a virgin goddess. അപ്പോൾ ശിവൻ ഈ കന്യാദേവിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. The Shiva decided to marry this virgin. അത് രണ്ടും അവതാരമാണ്. കാരണം ഈ പരാശക്തിയിലെ, അതായത് ഈ നമ്മുടെ ഭാഷ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പോലെ ആ ഒരു ശക്തിയിൽ അവതരിച്ച ഒരു സ്ത്രീയാണ് ഈ കന്യാകുമാരി ദേവത എന്നാണ് അവർ വിശ്വസിക്കുന്നത്. The Kanyakumari goddess came out of the spirit. അതിന്റെ കാരണം The reason, ബാണാസുരൻ എന്ന് പറയുന്ന ഒരു അസുരന്മാരിലൊരു രാക്ഷസ തുല്യനായ ഒരുത്തനുണ്ടായിരുന്നു. a giant called Banasuran. അവൻ വരം പ്രാപിച്ചവനായിരുന്നു. He got some gifts. അവൻ സകല ദേശങ്ങളെയും ദേവന്മാരെയും പോലെ തോപ്പിച്ച് എവിടെയും ഈ നിമ്രോദിനെ പോലെ അടിച്ചു ചേർത്ത് വരുന്ന ആളായിരുന്നു. He defeated many gods like Nimrod. അപ്പോൾ ഇവനെ തട്ടണം. He has to kill him. അതിനെന്ത് ചെയ്തു? So for that, അതിന് തട്ടാൻ കാരണം ഇവൻ ദൈവത്തോട് ബ്രഹ്മാവിനോടൊരു വരം ചോദിച്ചെന്നാ പറഞ്ഞത്. ദൈവത്തോടൊരു വരം ചോദിച്ചു, he asked a gift from ഞാൻ Brahma. മരിക്കാൻ പാടില്ല. I should not die. അപ്പോൾ നമ്മുടെ വേദവസ്തു നിമ്രോദ് അതിനെ പറ്റിയൊരു കഥാപാത്രമാണ്. In our Bible we can see a Nimrod equally. നിമ്രോദിന് മരണമില്ലെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. There is no death for Nimrod. അപ്പോൾ ഈ ബാണാസുരൻ എന്ന് പറയുന്ന ആൾ മരണമില്ലാതെ വരത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോഴേ When this Banasuran asked for a gift of not dying, അവിടെ വിശ്വാസം ദൈവം പറഞ്ഞു നിനക്ക് അങ്ങനെ സാധിക്കില്ല, ഒരുത്തൻ ജനിച്ചാൽ മരിക്കണം. the God said that you have to die. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു എന്നാ പിന്നെ ഞാൻ കന്യകയുടെ കയ്യാൽ മരിക്കട്ടെ. Then I have to die in the hand of a virgin. അതൊരു ബുദ്ധിയായിരുന്നു. കാരണം കന്യകമാർക്ക്, സ്ത്രീകൾക്ക് ഇത്രയല്ലേ ബലമുള്ളൂ. അപ്പോൾ തൻ്റെ ബലത്തെ ജയിക്കാൻ ഒരു കന്യകയ്ക്ക് സാധിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് താനത് പറഞ്ഞത്. This is his knowledge because of the virgin he cannot die because they are weak. അങ്ങനെ താൻ അജയനായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ Likewise he go forward. ഈ പറഞ്ഞ പോലെ ഇവനെ ഭൂമിയിൽ വാടിക്കാനൊക്കെ തുടങ്ങി. ഇവൻ എല്ലാവർക്കും ശല്യമായി തീർന്നു. He cannot live in this world because he is a trouble for every people. അപ്പോഴാണ് ഒരു കന്യക ജനിച്ചു വരേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലായി. Then they need to come up with a virgin. ഇത് കഥയാ കേട്ടോ. It is a story. ഭൂമി ദേവി ഒരു കന്യകയായിട്ട് ജനിച്ചു. The earth goddess became a virgin. അതാണ് കുമാരി. She is called as Kumari. അങ്ങനെയാണ് കന്യക കുമാരി എന്നുള്ളത് വന്ന് കന്യാകുമാരിയായി മാറിയത്. That's how the name called Kanyakumari.
അപ്പോൾ അവൾ ഇങ്ങനെ കന്യയായിട്ട് ജീവിക്കുമ്പോൾ When she lived as a virgin, ശിവനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ. she got a connection with the Shiva. ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് വ്രതമെല്ലാം എടുത്തു. She liked to have the Shiva as husband. ശിവൻ അതിൽ പ്രസാദിച്ചു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. Shiva pleased and she is ready to meet her. അപ്പൊ വരം എന്താ കൊടുത്തിരിക്കുന്നത്? What is the gift? കന്യയ്ക്ക് മാത്രമേ ഈ ബാണാസുരനെ കൊല്ലാനൊക്കത്തുള്ളൂ, ഈ രാക്ഷസനെ കൊല്ലാനൊക്കത്തുള്ളൂ. Only a virgin can kill this giant Banasura. ഇപ്പൊ അവള് കല്യാണം കഴിക്കാൻ പോയാൽ Now when he went to ആ marry, പ്രസ്ഥാനം പൊളിയും. that thing will collapse. അപ്പൊ അവിടെ ദേവന്മാരുടെ അവിടെ ബോർഡ് കൂടി Then all the goddess together, അവര് കോൺഫറൻസ് കൂടിയിട്ട് പറഞ്ഞു ഇത് നമുക്ക് തടയണം, ശിവന്റെ പരിപാടിയെ തടയണം. we have to stop the plan of Shiva. അതിനാരാ പറ്റിയൊരു പേരുണ്ടല്ലോ, നമ്മളുടെ പറയും ഇവൻ നാരദനാന്ന് പറയത്തില്ല, ഇല്ലയോ? ഇവൻ നമ്മുടെ കൂട്ടത്തിൽ നാരദനാന്ന് പറയും. കാരണം ആപ്പ് വെക്കാവുന്ന എല്ലാം അവനെ നന്നായിട്ട് അറിയാം, എവിടെ ആപ്പ് വെക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ മനുഷ്യനെ നാരദാന്ന് വിളിക്കുന്നത്. അപ്പം നാരദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ആ കൂട്ടത്തിലുണ്ട്. പുള്ളി ഞാനേറ്റെന്ന് പറഞ്ഞു. They have decided to use Narada for this. പുള്ളി വന്ന് ഈ കന്യയോട് പറഞ്ഞു, ശരി നീ കല്യാണം കഴിക്കുന്ന കൊള്ളാം, പക്ഷെ ഡിമാൻഡ് ചെയ്യണം. Narada told this virgin, you can marry but you have to demand him. അങ്ങനെ ശിവൻ അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് അറിയണം. And Shiva has to understand അതിനെന്ത് ചെയ്യണം? what to do. ചില വാദികൾ പറഞ്ഞു. So he has given some tricks. അതായത് കണ്ണില്ലാത്ത തേങ്ങ, There's a coconut without eyes. മുട്ടില്ലാത്ത കരിമ്പ്, There is a sugar cane without the joints. നാരില്ലാത്ത വെറ്റില, ഇത് മൂന്നും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. And a beetle leaf without the fiber. അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. They brought all these things. അപ്പോഴും നാരദൻ ദേവന്മാർക്കും പതർച്ചയാണ്, ഇത് നടന്നല്ലോ, ഇനിയിപ്പോൾ നടക്കാതിരിക്കാൻ ഒക്കത്തില്ല. Narada also shocked because they got all these things. അപ്പോൾ നാരദൻ ഞാൻ നോക്കട്ടെ, ഒരു പണി അവസാനത്തെ പണി നോക്കട്ടെ എന്ന് പറഞ്ഞു. Narada told that I will find another way. അപ്പോൾ ഇത് സൂര്യ ഉദയത്തിന് മുമ്പ് കല്യാണം നടന്നിരിക്കണം. Before the sun shine or sun comes. കന്യാകുമാരി എന്ന് പറയുമ്പോൾ Kanyakumari means നമുക്കറിയാം കിഴക്ക് ഭാഗത്ത് ഇത് ബംഗാൾ ഉൾക്കടല്, in the eastern side there is Bengal. പടിഞ്ഞാറൻ ഭാഗത്ത് അറബിക്കടല്, In the western side there is Arabic. തെക്ക് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ. The southern side there is Indian Ocean. അപ്പൊ മൂന്നിന്റെ ഒരു സംയോജനമാണ്, It is the combination of ത്രിവേണി സംഗമം. three oceans. ഇത് കൂടുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇവിടെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, ബ്രഹ്മ വിഷ്ണു അല്ലെങ്കിൽ നമ്മുടെ ത്രിത്വ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞ പോലെ അവരതിനെ സങ്കല്പിക്കുകയാണ്. They are thinking that there is a combination of three gods there. കാരണം സൂര്യാസ്തമന ഉദയവും ഒരുപോലെ കാണുകയാണ്. And they can see that the sun's dawn and dawn. പിന്നെ കേരളത്തിലും ഇന്ത്യയിലും കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡിലാണ് ഇതെല്ലാം വിവരിച്ചിരിക്കുന്നത്. In Kerala they have explained it in a good manner. കനാൻ ദേശം പോലെ അല്ലല്ലോ. Like not like Canaan. അപ്പൊ ഈ സൂര്യൻ അസ്തമിക്കുന്ന ഉദിക്കുന്നതുമായി ഈ കന്യാകുമാരിയിൽ ഈ ദേവന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. They believe the sun goes down and comes up here. In the അപ്പൊ ഈ കല്യാണം നടക്കുന്നതിന് for this wedding, നാരദൻ ഒരു ഡിമാൻഡ് കൂടെ ചെയ്യുന്ന പറഞ്ഞു. Narada has made a demand. കോഴി കൂവുന്നതിന് മുമ്പ് Before കല്യാണം നടന്നിരിക്കണം, നേരം വെളുത്തു പോയാൽ പിന്നെ നടക്കത്തില്ല. the wedding should happen. അങ്ങനെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി ശിവൻ വരുമ്പോൾ When they get ready, come for the marriage. കല്യാണ വസ്ത്രം എല്ലാം ധരിച്ചു നിൽക്കുകയാണ്. When the Shiva became in the wedding dress. ശിവയല്ല, സ്ത്രീ. The virgin became in the wedding dress. അങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ When she was standing ഇവരുടെ there, പരിവാരങ്ങളെല്ലാം വരുന്ന സമയത്തില് when they comes with the procession, പകുതി വഴിയായപ്പോൾ in the middle of the way, ഈ നാരദൻ ഒരു കോഴിയുടെ വേഷത്തിൽ ധരിച്ചു, പൂങ്കോഴിയുടെ വേഷത്തിൽ. this Narada had taken a image of hen. പുള്ളിക്കാരൻ രാവിലത്തെ വിടിയற்காല കൂവലങ്ങ് നടത്തി, കോഴി കൂവി. He made a noise of the hen in the morning. പക്ഷേ ഈ പുള്ളി ശിവൻ ധരിച്ചത് കോഴി കൂവിന് നേരം വെളുത്തി, ഇനി അവിടെ ചെന്നെത്താൻ ഒക്കത്തില്ല, അതുകൊണ്ട് അങ്ങനെ മടങ്ങിപ്പോയി. Shiva thought that already the hen roast, then we cannot. കല്യാണം മുടങ്ങിയ ദേഷ്യത്തിന് Because the wedding stopped, ഈ പറഞ്ഞ കുമരി ദേവി this Kanyakumari അവരെല്ലാം goddess, അടിച്ചു തകർത്ത് അതെല്ലാം ഇപ്പൊ അങ്ങനെ പാറയായെന്നാണ് അവരുടെ സങ്കല്പം. she destructed everything and made like a mountain. അന്ന് മുതൽ അവൾ തീരുമാനിച്ചു, ഇനി ഞാൻ കല്യാണം കഴിക്കത്തില്ല, From this day onwards I will not marry anyone. ഞാൻ ഇനി കന്യകയായി തുടർന്നോളും. I will continue as a virgin. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം, Here we have to learn a lesson. കന്യകയ്ക്ക് മാത്രമേ ഈ രാക്ഷസനെ തകർക്കാനൊക്കെ. Only a virgin can kill this giant. ഇതിന്റെ പിന്നിൽ നമുക്ക് നോക്കും, ബൈബിളിൽ സത്യത്തിന്റെ ഒരു ചെറിയൊരു അംശം ഇതിനകത്ത് കാണുന്നില്ല. There is a biblical truth here. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ In the Revelation 12th chapter, സ്ത്രീയിൽ നിന്ന് വരുന്ന ഒരു കന്യക സഭ, we can see a male child from a woman. അവൾ രൂപാന്തരപ്പെടുന്ന സമയത്താണ് സാത്താന്റെ തലയെ അല്ലെങ്കിൽ സാത്താനെ തകർത്ത് താഴോട്ടിടുന്നത്. When she transformed, she crushed the head of യേശുക്രിസ്തു പിശാചിന്റെ തലയെ തകർത്തെങ്കിലും like Jesus Christ crushed the head of the Satan. അവനിപ്പോഴും സ്വർഗത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. He is working in the heaven. പക്ഷെ ഇവിടെ ഒരു കന്യക റെഡിയായി വരുമ്പോൾ, But when a virgin become ready,
ഒരു കന്യകയിൽ യേശു ജനിച്ചു, പക്ഷെ സഭ കന്യകയായി മാറുമ്പോൾ When Jesus came out of a virgin, ആ കന്യകയ്ക്ക് മാത്രമേ ഈ ബാണാസുരനെ തകർക്കാൻ അല്ലെങ്കിൽ സാത്താന്റെ ശക്തിയെ തകർക്കാൻ സാധ്യമുള്ളൂ. only a virgin can kill this അപ്പൊ giant. ഇങ്ങനെയുള്ള ഉപനിഷത്തുകളും ബൈബിളും തമ്മിലൊരു വലിയ സാമ്യമുണ്ട്. There is a similarity between അത് Upanishads and മനുഷ്യരെ Bible. വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്താണ് ഈ പുരാണങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. Only man described it in another way, and the Puranas come. ഉപനിഷത്തുകളിൽ പലതും നമുക്ക് സാരാംശങ്ങളുണ്ടെങ്കിലും ഇവർ ഈ വ്യാഖ്യാനിച്ച് ഈ പറഞ്ഞ പോലൊക്കെ കൊണ്ടുവരുമ്പോൾ എല്ലാം തലകീഴായി പോവുക. There are many truths in Upanishads. They try to explain this and ഇന്നത് make this മനുഷ്യർക്ക് Puranas. അംഗീകരിക്കാൻ കഴിയാതെ വരുന്നു. We cannot accept it. എന്നാൽ ആ വിശ്വാസം അനുസരിച്ചാണ് കല്യാണം കഴിക്കാത്ത കന്യക ഇപ്പോഴും ഒറ്റക്കാലം നിന്ന് ധ്യാനിക്കുകയാണ്. In that, because of that belief only, we can see a virgin with one leg standing അതുകൊണ്ട് there. അവിടെ ചെന്ന് കന്യക മനസ്സോടുകൂടി ധ്യാനിച്ചാൽ പല ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം ഇന്ന് ഹൈന്ദവരുടെ ഇടയിലുണ്ട്. If we meditate there, we can get many things. That's നമ്മുടെ ബഹുമാനപ്പെട്ട മോദിജിയും പോകാൻ കാരണം തൻ്റെ മനസ്സ് കന്യക മനസ്സാക്കി മാറ്റുക. അതായത് ഈ കോലാഹലങ്ങൾ, കാരണം 75 ദിവസത്തെ ഈ പ്രചരണവും പിന്നെ ചീത്ത വിളിച്ചതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ഭരണത്തിന് വേണ്ടി തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കന്യകയുടെ മനസ്സാക്കി തീർക്കണം. ഇതിനാണ് കന്യാകുമാരിയെ തിരഞ്ഞെടുത്തത്. He chosen Kanyakumari to make his heart clean. അല്ല, ഇവർ പറയുന്ന പോലെ കുറച്ചുകൂടെ അവിടെ വോട്ട് പിടിക്കാൻ കൂടുതലല്ല. It's not to collect more votes there. തനിക്ക് അധികാരത്തിൽ വരുമെന്നൊരു നിശ്ചയം ഉണ്ടായിരുന്നു. He has a confidence that he will come രണ്ടാമത്തെ back to the കാര്യം, power. അതിലും പ്രധാന കാര്യം, Secondly, വിവേകാനന്ദ സ്വാമി Vivekananda Swami, ഈ ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് കടൽ നീന്തി, അതായത് ക്ഷേത്രത്തിൽ നിന്ന് ഈ പാറ വരെയും താൻ നീന്തിയാണ് കയറി വന്നത്. by the command of his Guruji, he swimmed up to this ആ rock. നീന്തൽ എന്ന് പറഞ്ഞ ശുദ്ധീകരണമാണ്. The swimming means there's a sanctification. അമേരിക്കയിലും എല്ലാം കറങ്ങി അടിച്ച് വന്നിട്ട് താൻ കറങ്ങി അവസാനം നീന്തി ഈ കരയിൽ വന്ന് ധ്യാനിക്കാൻ തുടങ്ങി. He swam to the rock and there he started meditating. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് മനസ്സിലായി തൻ്റെ ആയുസ് തീരാൻ പോവുകയാണ്. When he was meditating, he understood that he was going to ഇത് die. 1892 ലാണെന്ന് തോന്നുന്നു. It happens in 1892. I think. 1892 ഈ ധ്യാനം. The meditation happened in that time. അപ്പോൾ അങ്ങനെ ധ്യാനിച്ച് താൻ തീരുമാനിച്ചു, എൻ്റെ സമയത്ത് നടക്കില്ല. While that he was meditating, he understood that he എൻ്റെ will finish. പിന്നാലെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരും. There will be another person comes എൻ്റെ after me. പിന്നാലെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരും. There will be another person will come. അവനെ കൊണ്ട് ഇന്ത്യയെ ശരിയാക്കി എടുക്കാൻ കഴിയുമെന്ന് ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു. He can make the India a better place. തൻ്റെ ഏതൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. In one of the books he written എനിക്ക് about സാധിക്കാത്ത കാര്യം, എൻ്റെ പിന്നാലെ ഇന്ത്യയിൽ ഒരു മനുഷ്യൻ എഴുന്നേൽക്കും, ആ മനുഷ്യനെ കൊണ്ട് ഇന്ത്യയെ പുനരുദ്ധരിക്കും, ഈ പറഞ്ഞ വിദ്വേഷങ്ങളെല്ലാം മാറ്റിയെടുക്കുമെന്ന് താൻ എഴുതി വെച്ചിട്ടുണ്ട്. the things I couldn't accomplish. There will be another person comes after me. He ആ will accomplish. ഭാഗമാണ് നമ്മൾ മോദിജി വായിച്ചിട്ട്, After the Modi read this, ഞാനും ഒരു അവതാരമാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുമെന്നുള്ള താല്പര്യത്തോടാണ് താൻ വിവേകാനന്ദ പാരത്തെ പറയുന്നത് ധ്യാനിക്കാനിടയായെന്നാണ് എൻ്റെ അനുമാനം. he thinks that I also an incarnation and I can also do this. അടുത്ത ഭരണത്തിൽ ഇതെല്ലാം ശരിയാക്കി എടുക്കാം, He have to make ready for the next reign. നടക്കട്ടെ. Everything can പക്ഷേ happen. നമുക്കറിയാം നടക്കില്ല. But we know nothing will happen. കാരണം മറ്റവൻ വരും. Because another person will come. ആരാ? Who is that? എതിർ ക്രിസ്തു. He is Antichrist. അപ്പം മോദി മിക്കവാറും കുറെ കഴിയുമ്പോൾ നിരാശനാകും. After some time, Modi becomes sad. കാരണം തൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കാതെ വരുമ്പോൾ Because his opinions will not finish. താൻ റിസൈൻ ചെയ്ത് ഈ പറഞ്ഞ പോലെ വീണ്ടും ഏതെങ്കിലും മലയിൽ ധ്യാനിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസാനത്തിൽ താൻ അവസാനിക്കാനേ സാധ്യതയുള്ളൂ. He will leave and go to a meditation. വിവേകാനന്ദ പാറയിലെ In the Vivekananda ഈ rock, മെഡിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത് ഞാൻ പോയിട്ടുണ്ട്. I went to that meditation place. ഞങ്ങൾ ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്റർ ബോബിയെ സൂവിലാ കാണാൻ നാഗർകോവിൽ പോകുമ്പോഴേ When I went to see Pastor Bobby when he was sick, ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അന്ന് ആ സമയത്ത് ഐരണിപുരം കൺവെൻഷൻ നടക്കുക. that time the Ainipuram convention was going on. പാസ്റ്റർ ബോബി പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. Pastor Bobby told you have to preach. അങ്ങനെ എന്നെ പ്രസംഗിക്കാൻ നിയമിച്ചു. Then they appointed me to preach. ഞങ്ങൾ ഒരു കരുതലും ഇല്ലാതെ പോവുക. Without any preparation, we went കൂട്ടത്തിൽ there. കന്യാകുമാരിയും കാണാം, വിവേകാനന്ദ പാറയെല്ലാം കണ്ടിട്ട് പോകാൻ പറഞ്ഞ ഒരു ചെറിയൊരു ടൂർ പോലെ പോവാ. We go and visit Kanyakumari rock and that's how we went there. ഞങ്ങൾ വിചാരിച്ചു പാസ്റ്റർ ബോബി ഞങ്ങളെ തടയും, വേണ്ട അതിനൊന്നും പോകണ്ട, ഇവിടുന്ന് പ്രാർത്ഥിച്ച് പ്രസംഗിച്ചാൽ മതി എന്ന് പറയുന്ന വിചാരിച്ചേ. We thought Pastor Bobby will stop us, but അതെന്താ പോയി എല്ലാം കണ്ടിട്ട് പോകാൻ പറഞ്ഞു. കണ്ടിട്ട് പോകുന്നു, പ്രസംഗിച്ചാൽ മതി, ദൈവം ദൂതൊക്കെ തരും എന്ന് പറഞ്ഞു. he told that you can visit and come and preach. എന്നാലും പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയില്ലെന്ന് എനിക്കൊരു ഭാരം. But I couldn't get a time to pray. ഞാൻ വിവേകാനന്ദ പാറ ചെന്നപ്പോഴേ When I went to Vivekananda rock, അവിടുത്തെ ധ്യാന കേന്ദ്രം ഇപ്പം മോദി ധ്യാനിച്ച ആ ഭാഗം, the same place where Modi meditated, അവിടെ ഓം എന്ന് പറഞ്ഞൊരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ വിഗ്രഹങ്ങളൊന്നുമില്ല. there is no idols there, only അല്ല, Om is വിഗ്രഹം written. ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. കാരണം നമുക്കറിയാം വിഗ്രഹത്തിന് ഇടയിൽ ധ്യാനിക്കാനും ദൈവം നമുക്ക് വരുന്നുണ്ട്. Even though we meditate in front of the idol, there is no problem for us, കാരണം നമ്മളൊക്കെ തന്നെ ഒരു വിഗ്രഹമല്ലേ. because we ourselves is an idol. ദ്രവ്യാഗ്രഹവും അത്യാഗ്രഹവും കോപം, എത്ര വിഗ്രഹങ്ങളുടെ നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥിക്കുന്നത്. Covetousness, angry, many idols we have in ഈ ourselves. വിഗ്രഹങ്ങളെ
സൂക്ഷിക്കണം. മറ്റേതൊക്കെ ഉണ്ടാക്കി വെച്ച് അവൻ അനങ്ങത്തില്ല. അങ്ങോട്ട് കിടത്തി അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ട് കിടത്തി ഇങ്ങോട്ട് കിടക്കും, എടുത്ത് തട്ടിക്കളഞ്ഞ് അങ്ങോട്ട് തൊട്ടും. പിന്നെ ഏറ്റുമാനൂരിൽ നിന്നൊരു ദൈവത്തെ ഒരു ദിവസം ഓടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് അവിടെ വലിയ വിഷയമൊന്നുമില്ല, വിഗ്രഹത്തല്ല, നമ്മളിലാണ് ഈ വിഗ്രഹം ഉണ്ടായിരിക്കുന്നത്. We are creating അസൂയയും idols in പിണക്കവും. ourselves. അപ്പോൾ നമുക്കിവിടെ ആരാധിക്കാൻ കുറേ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി ആരാധിക്കുന്നതിന് കുഴപ്പം. We can worship here. അപ്പോൾ വിഗ്രഹമൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. There is no idols. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര സമയം ചെലവഴിക്കുന്നുണ്ടായോ? Then I ask, how many times you are spending here? അപ്പോൾ എൻ്റെ കൂടെ വന്ന് 3 സുവിശേഷം ശമൂലൂട്ടിയും ബാബു ജോർജും ഒക്കെയാണ്. There are many servants. വേറെ 2 വിശ്വാസികളും ഉണ്ട്. Some believers also with us. മൂലമറ്റം തമ്പിയും പിന്നെ ഏലപ്പാറ റസലും ഒക്കെ അവൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. Some of the believers also with us. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാം ഒന്ന് ചുറ്റിയടിച്ച് ഞാനൊന്ന് ധ്യാനിക്കാൻ പോകാന്ന് പറഞ്ഞു. Then I told that I am going to meditate. അവിടെ പോയി ധ്യാനിക്കരുത്, അത് ഹിന്ദുക്കളുടെയാന്ന് പറഞ്ഞു. You should not meditate, it is a Hindu's place. ഞാൻ പറഞ്ഞു അവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ, അവിടെ ഒരു കാലിയായ ഒരു മുറി, വേറെ സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ 1 മണിക്കൂർ ചുറ്റിയിട്ട് പോകാം, ഞാനിവിടെ ധ്യാനിക്കാൻ പോകാന്ന് പറഞ്ഞു. And you go for rounding for 1 hour. ഞാൻ അവിടെ നിന്ന് ധ്യാനിച്ച് നല്ലൊരു മെസ്സേജ് ഒക്കെ എടുത്ത് I started meditating there. I got a good message. ചാർജായി, പവറായി. And got the power. കാരണം ഇവിടെ ഇരുന്നാലും നമ്മൾ ധ്യാനിക്കുന്ന ആരെ, നമ്മുടെ ക്രിസ്തുവിനല്ലേ, വചനത്തെയല്ലേ. Wherever we are, if we meditate our Christ. അങ്ങനെ പവർഫുള്ളായിട്ടൊരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചിട്ട് ആദ്യം ഒരു ഇൻ്റർപ്രിറ്റർ പ്രസംഗിച്ചിട്ട് പുള്ളിക്ക് പകുതിയായപ്പോൾ പുള്ളി ഇരുന്ന് പിന്നെ ബാബു ജോർജ് എഴുന്നേറ്റ് അങ്ങനെ ഒരു നല്ല മീറ്റിംഗ് നടത്തിയിട്ട് പോരാൻ സാധിച്ചു. I have conducted a very good meeting afterwards. അതൊരു മെഡിറ്റേഷൻ സെൻ്ററാണ്. It is a meditation center. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുള്ളതല്ല, നമ്മൾ ആരാണ്, നമ്മളിലുള്ള ആത്മാവ് ഏതാണ്, Who we are, what is the spirit in us. ലോകത്ത്. അപ്പം എന്നോട് പറഞ്ഞു അവിടെ നിന്ന് ആരാധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തടസ്സം ചെയ്യാൻ നോക്കി. They have stopped me doing meditation there. എന്നാലും ഞാൻ ധ്യാനിച്ചാലും മീറ്റിംഗ് നടത്തി. But I have meditated and conducted the meeting. അപ്പം മോദിജിയും അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിന്റെ കഥ ഇതാണ്. Modi ji also chosen this place. This is the അദ്ദേഹം reason. നന്നായി ഒരു ഭരണം നടത്തട്ടെ. Let him rule the country very വേദോസ്തം well. പറയുന്നതുകൊണ്ടാണ്, വേദോസ്തം പറയുന്നതിന് മുഴുവൻ ലോകവും ഒരു എതിർ ക്രിസ്തു ഭരിക്കാൻ പോവുകയാണ്. The whole world, an antichrist is going to reign. നോക്കണം, നമുക്കറിയാം ഇന്ന് ഇലുമിനേറ്റുകളെന്നും ഫ്രീമേസൺസ് എന്ന് പറഞ്ഞാൽ മേസ്രിമാർ അല്ലെങ്കിൽ ശില്പികൾ, From the Freemasons and Illuminatis. 18ാം നൂറ്റാണ്ടിലെ വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ ഈ വലിയ ഇറ്റാലിയൻ അല്ലെങ്കിൽ യൂറോപ്പിലുള്ളതായ മേസൺസ് അല്ലെങ്കിൽ ശില്പികൾക്കൊക്കെ ജോലിയില്ലാതായി. The 18th century there was a big problem. The Masons of the Europe has got some problem in the അപ്പോൾ world. അവരെല്ലാം കൂടി ഒരു സംഘടന ഉണ്ടാക്കി ലോകത്തെ ഒരു വലിയ ശില്പികളായിരുന്നതിനാൽ മുഴുവൻ ലോകത്തെ ഒരു ഏകീകരണത്തിൽ ഒരു നല്ല അനുഭവത്തിൽ കൊണ്ടുവരണമെന്ന് അവർ പ്ലാൻ ചെയ്തു. They made association and planned to become the whole world as a good place. പിന്നീടാണ് 13 കുടുംബങ്ങൾ ചേർന്ന് യഹൂദന്റെ നേതൃത്വത്തിൽ ഇലുമിനേറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. There are 13 families joined together. They made as an Illuminati. ഇലുമിനാറ്റിക് എന്ന് പറഞ്ഞാൽ ബിയർ ആൻഡ് ലൈറ്റ് എന്നാണ്, പ്രകാശത്തെ ധരിച്ചിരിക്കുന്നത്. Illuminati means bearer of light. അതായത് ലൂസിഫർ. Lucifer. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തിൽ ഒരു ഇവിടെ ലൂസിഫർ എന്നൊക്കെ സിനിമ വന്നില്ലേ. In the recently there was a Lucifer cinema. അതിനകത്ത് ഒറ്റക്കണ്ണനെയും ഒക്കെ നമ്മൾ നോക്കി കണ്ടു, പടത്തിൽ പേപ്പർ കണ്ടല്ലോ. We can see a single-eyed person in that movie. 666 ഒറ്റക്കണ്ണൻ A single-eyed person. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗും പറഞ്ഞില്ലേ, എന്തുവാ ഞാനിങ്ങനെ വായിച്ചതാണ്. അതിലൊരു ഒരുത്തിനോട് ചോദിച്ചു എവിടെ പോവാ സാറേന്ന് ചോദിച്ചപ്പം ഞാൻ കർഷകനല്ലേ, കള പറിക്കാൻ ഇറങ്ങിയാന്ന് പറഞ്ഞതാ. കള പറിക്കാൻ, I am a farmer. I am going to. അതാണ് ആന്റിക്രൈസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അവൻ വന്ന് എല്ലാത്തിനും കള പറിക്കും, ഈ വിഗ്രഹങ്ങളെല്ലാം നീക്കും. The Antichrist will come and take all ഇവിടുത്തെ the സകല പുണ്യാളന്മാരുടെയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാത്തിൻ്റെ വിഗ്രഹങ്ങൾ അടിച്ചു തകർക്കും. all people's idol he will throw away. അപ്പോൾ അതിന് മുന്നോട്ട് വരണമെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യം മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. For that there is an Islamic country has to come up. ഇപ്പം അടുത്ത സമയത്ത് പറഞ്ഞ് മോദി ഇത് മുസ്ലിങ്ങളെ ചീത്ത വിളിച്ചെങ്കിലും Even the Modi ji blamed Israel. കന്യാകുമാരി ചെന്നപ്പോൾ ഇടത്തോട്ട് മുണ്ടെടുത്തോണ്ടാ പോയെന്ന് പറഞ്ഞു. And in Kanyakumari he went to left side. അപ്പോൾ അവരുത്തനോട് ഇതിൻ്റെ ഒരു സൂചനയാണ്. This is the symbol of that. അത് ശരിയാ, ഒരു ഇസ്ലാമിക നേതൃത്വത്തോടുകൂടി ഒരു ഭരണമായിരിക്കും ഇനി വരാൻ പോകുന്നത്. There will be a reign comes under an Islamic policy. അത് വേദോസ്തം പറയുന്നുണ്ട്. The Bible, word of God says. അവരതിനെ മഹദി എന്ന് പറയുന്നുണ്ട്. They called it a Mahdi. ഒരു മഹദി വരുന്നുണ്ട്. There will be a Mahdi will come. ദജ്ജാൽ വരുന്നുണ്ട്. There will be a Dajjal will come. ഇതെല്ലാം അവരും വിശ്വസിക്കുകയാണ്. They also believe all these things. യഹൂദന്മാരും വിശ്വസിക്കുന്നുണ്ട്. Jews also believe this. ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു. Even the Christians believe so. അപ്പോൾ ഈ ദജ്ജാലാണ് വരാൻ പോകുന്ന ഈ മഹദി തന്നെ. വലിയൊരു ശക്തിയുള്ളവൻ വരും. Dajjal is the Mahdi himself. അവൻ ഈ ലൂസിഫറിൽ ഈ പറഞ്ഞ അവൻ്റെ ഡയലോഗ് പറഞ്ഞ പോലെ ഇതിൽ കള പറിക്കുന്ന പറഞ്ഞ പോലെ പറിക്കുന്ന മുഴുവനും ഈ മതങ്ങളെല്ലാം ഡിമോളിഷ് ചെയ്യും. And he will demolish all the religions. നമുക്ക് അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അവൻ ഒരു കാര്യത്തിൽ നമുക്ക് ഗുണമാണ് ചെയ്യുന്നത്. അന്റിക്രൈസ്റ്റ് കേട്ടോ, പെന്തക്കോസ്ത് വിശ്വാസികളെ അന്തിക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്. അവനെ ദൈവം അനുവദിക്കുന്നതാണ്, അവനൊരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ആരും ഇനി അന്തിക്രിസ്തു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. You should not worry about or fear about Antichrist. സംഭവിക്കാൻ പോകുന്ന കാര്യം What is going to happen? ഇതിൽ ഡയലോഗ് പറയുന്ന പോലെ ഞാൻ സിനിമയൊന്നും കണ്ടില്ല കേട്ടോ. ഇനി ഇത് വെച്ചുകൊണ്ട് നാളെ ഈ അടുത്ത സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ എങ്ങനെ പൂട്ടാന്ന് വെച്ചുകൊണ്ട് ഓരോരുത്തരും നടക്കുന്നുണ്ട്. I didn't watch. ഈയിടെ ഇങ്ങനെ വാട്സപ്പിൽ ആരണ്ട് അയച്ചു കൊടുത്തു,
അയ്യോ അയാൾ ഇരുന്ന് വേറെ സ്ഥലം മുഴുവൻ മുടിച്ച് നശിപ്പിച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ബ്രദറെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. And ആ മുടിക്കും. എതിനെയാ? സാത്താൻ്റെ ശക്തികളെല്ലാം മുടിച്ചു പോരാനുള്ള അധികാരം ഞാൻ തന്നിട്ടുണ്ട്, മുടിപ്പിക്കുകയും ചെയ്യും. I will destroy all the devilish spirits. ദൈവത്തിൻ്റെ കൃപയാൽ Because the grace of God, ഞാൻ ആദ്യം തുടങ്ങിയത് ഇംഗ്ലീഷിലാണ്. I was started first my ministry in ഇപ്പോൾ Kilis. കുമളിയില്ലേ, Now in Kumli. 5 വർഷമായല്ലോ. Now 5 years I am ഇവിടെ here. വന്ന് കളവറ പറിക്കാൻ ദൈവം അനുവദിച്ചല്ലോ അല്ലേ? Now also I plucked many മുടിക്കേണ്ടതിന് weeds. മുടിപ്പിക്കും. I will destroy. കർത്താവ് വാണാ മതി, അല്ലാത്തെല്ലാം ഇവിടെ ശരിയാക്കുന്ന ഒരു മിനിസ്ട്രി കൂടെ ഞങ്ങൾക്കുണ്ടായി. I have to correct all അപ്പൊ things. സാത്താന്റെ സന്തതികൾക്ക് അത് പിടിക്കത്തില്ല. അതാണ് The descendants of Satan will not like എടാ, this. അതല്ലേ മിനിസ്ട്രി എന്ന് പറയുന്നത്. This is called ministry. ഉമ്മ ഇവിടെ നിന്ന് പുട്ടടിച്ചോണ്ട് കഥയും പറഞ്ഞുകൊണ്ട് പോകുന്നതാണോ? It's not about eating food and saying stories. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ട ഭാഷ ഇങ്ങനെ പമ്മിയിരിക്കും. വരട്ടെ, ഒരു വിഷയം വരട്ടെ, അവനകത്തുനിന്ന് വരും, ചാടി എഴുന്നിട്ട് വരും. If there is a problem, the spirit will come out of me. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. The one who is in you is ഒരു greater than the സഭയിൽ one നിന്ന് in the നമ്മുടെ world. പ്രയാസത്തോടെ മാറേണ്ടി വന്നിട്ടില്ല. In any faith home, I didn't go with sorrow. ഈ ഇത്രയും 43 വർഷത്തിൽ In this 43 years, കെല്ലീസ് മുതൽ കുമളി വരെ, from Kelis to Kumli. ഇപ്പൊ കുമളിയിൽ 5 വർഷമായില്ലേ? Now 5 years I am in Kumli. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇവിടെ ചെയ്യുന്ന വേല എന്താ. You know what? I am working here. മുടിക്കേണ്ടതിന് മുടിപ്പിക്കും, I am destroying many evil things. വളർത്തേണ്ടത് വളർത്തും. I am growing many good അതാണ് things. ക്രിസ്തുവിന്റെ മാർഗം. This is the way of Christ. ക്രിസ്തു ലോകത്തിൽ വന്ന് നീക്കേണ്ടത് നീക്കി, വളർത്തേണ്ട വളർത്തി. The Christ came into the world, he destroyed the evil അർഹതയുള്ള things. വളർന്നോണം. And you also like അപ്പൊ this. ചിലർക്ക് ബുദ്ധിമുട്ട് വരും. Some people will get problem. അതിനിയും ഉണ്ടാകും. It will happen so. ഞാൻ തിരുവല്ലായിൽ ഒരിക്കല് പള്ളിപ്പാട്ട് യുദ്ധം കഴിഞ്ഞ് When I, ദൗത്യം ദൈവം ഏൽപ്പിച്ച ദൗത്യം കഴിഞ്ഞ് when I finished my ministry in Pallipad in Tiruvalla, തിരുവല്ലായിൽ ഞാൻ പള്ളിപ്പാടും തിരുവല്ലായി വരിക. I come to Tiruvalla from Pallipad. അത് ദൈവമിഷ്ടമില്ലാത്തൊരു മാറ്റമായിരുന്നു. It is a transfer without the God's will. തിരിച്ചെന്നോട് വീണ്ടും പോകാൻ പറഞ്ഞു. കാരണം പള്ളിപ്പാട് ഞാൻ പോകുന്ന ഉടനെ സ്വർഗത്തിലെ ദൂതനാണെന്ന് തോന്നുന്നു, ഇറങ്ങി ഗേറ്റ് അങ്ങ് പൂട്ടി. When I went to Pallipad, the angel comes from the heaven and locked the gate. അവിടെ ഒരുത്തന്ന് വിളിച്ചു പറഞ്ഞു, ഇനി ഇവിടെ വേലക്കാരെ വേണ്ട. And the people called out, shouted that there is no servant of God needed here. തിരുവല്ലക്കാര്, നമ്മുടെ വേലക്കാർ, അച്ചായന്മാർ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ലേ ഈ എല്ലാവർക്കും പിശാച് പലതും കയറും. വേലക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. Even the workers, the Satan may enter. അവരൊരു സംഘം കൂടി ഇതിനെതിരായി നിൽക്കുക, ദൈവത്തിന്റെ പദ്ധതിക്കെതിരാണ്. അതാണ് രസം. അല്ലാതെ മറ്റു ലോകമനുഷ്യരല്ല. They became a group and against us. ഇല്ലാത്ത പണികളെല്ലാം ചെയ്തു. They worked many things. പക്ഷേ സ്വർഗം അങ്ങ് പൂട്ടിക്കളഞ്ഞു. But the heaven closed. 3 ദിവസമായിട്ട് തിരുവല്ലായിലെ അമ്മച്ചിയും അച്ചായനും കൊച്ചപ്പനും എല്ലാം നോക്കിയിട്ടൊന്നും ഗേറ്റ് തുറക്കുന്നില്ല. For 3 days, whoever tried, the gate is not opening. അതിന് സെൻട്രൽ പാസ്റ്റർ ഒരു നല്ല മനുഷ്യനായിരുന്നു. The center pastor was a good person. ചെറിയാകുഞ്ഞ് തന്നെ പോകണമെന്നില്ല, രക്ഷയില്ലെന്ന് പറഞ്ഞു. You have to go, otherwise there is no way. ഞാൻ ചെന്ന് ഗേറ്റ് തുറങ്ങി. അപ്പോൾ പോകുന്ന സമയത്ത് When I was going, തിരുവല്ലായിലെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി, അമ്മച്ചിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അവർ ഞാനീ കോട്ടയത്തു നിന്ന് ചെന്നതല്ലേ. അപ്പോൾ കോട്ടയത്തു നിന്നൊക്കെ ചെന്ന് KCFന്റെ ട്രെയിനിങ്ങും പാസ്റ്റർ യാണസിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞൊക്കെ ചെന്നതല്ലേ. അപ്പോൾ ആ പ്രവർത്തനത്തിൽ തിരുവല്ലയിൽ കുറേ ഫ്യൂഡൽ മെൻറ്റാലിറ്റിയും കുറേ ക്ലാവും എല്ലാം ഇടിഞ്ഞു പോയി. അത് അവരുടെ വിഷമം ഇരിക്കുന്നതുകൊണ്ട് ഒരു സഹോദരി, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോഴുണ്ട്, നിലവിലുണ്ട്. അതുകൊണ്ട് ആ സഹോദരിയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. ഞാനപ്പോൾ രണ്ടാമത് നമ്മളെ സെക്യൂരിറ്റിയോടുകൂടി ജീപ്പിൽ സക്കറിയാപ്പച്ചൻ പറഞ്ഞു വിടുക പള്ളിപ്പാട്. അപ്പോൾ ഞാൻ കേട്ടില്ല. ഉടനെ ഇവിടുത്തെ തിരുവല്ലയിലെ പ്രൈവറ്റ് സെക്രട്ടറി, സഹോദരി അമ്മച്ചിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ആ പോകുന്ന പോക്കിലങ്ങ് മുടിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചങ്ങ് ഇല്ലാതായി പോയാൽ മതി, തിരുവല്ലായെ മുടിപ്പിക്കാൻ വന്നിരിക്കുന്നതാന്ന് പറഞ്ഞൊരു ശാപവാക്ക് പറഞ്ഞു. one of the sisters told that on the way let him die. ഞാൻ കേട്ടില്ല. I didn't hear this. ഞാൻ രണ്ടാം ദിവസം The second day, അതുപോലെ തിരുവല്ലായി വന്നു. I went to the Tiruvalla. എൻ്റെ മുറിയിലിരിക്കുമ്പോഴേ When I was in my room, ഈ സഹോദരിയുടെ സ്വന്തം ആങ്ങള, the own brother of this sister, നല്ല പയ്യൻ, എനിക്ക് പലപ്പോഴും പ്രസംഗം പറയുക, എടുത്തു പറയുക, എന്നോട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത was a good person. He used to interpret me. ഈ സഹോദരിയുടെ സ്വന്തം ആങ്ങള, He is the own brother of this sister. അവനിങ്ങനെ ഞൊണ്ടി എൻ്റെ മുറിക്കകത്ത് കയറി വന്നു. He came into my room with limping. ഞാൻ നോക്കിയപ്പോൾ ഈ ചന്ദ്രന് കെട്ടി പോകുന്ന ഒരു മനുഷ്യൻ ഇവിടെ മുതൽ ഇവിടെ കെട്ടി വെച്ചിരിക്കുക, ഓരോ കെട്ടി വെച്ചിരിക്കും. From the top to bottom, he is with some these ones. ഞാൻ ചോദിച്ചു, തോമാച്ച എന്ത് പറ്റിയെന്ന് ചോദിച്ചു. When I asked Thomas, what happened to you? എൻ്റെ അച്ചായ എന്ത് പറയാനാ, What I should say? അച്ചായൻ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ പെങ്ങൾ അച്ചായനെ ശപിച്ചതാ, കിട്ടിയത് എനിക്ക് കിട്ടി. When you went there, my sister cursed you, but it happened to me. അച്ചായനെ വണ്ടിയോട് നശിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പെങ്ങൾ ശപിച്ചതാണ്, പക്ഷേ ഞാനേ പോയി വണ്ടി മറിഞ്ഞ് ഈ പരുവത്തിലായിരുന്നു. My sister. അപ്പോൾ അവൻ പറഞ്ഞപ്പോഴേ അറിയുന്നത്. Then only I understood this. പിന്നെ ആ സൗകര്യം എന്നെ കണ്ടപ്പോഴേ എന്തൊക്കെയോ പറഞ്ഞു പോയി. The sister, when she seen me, she told something. ഞാൻ ഇവിടുന്ന്
ആൽപ്പാറ വിഷയങ്ങൾ, ആൽപ്പാറയിൽ പ്രശ്നം മൂത്ത് കഴിഞ്ഞപ്പോഴേ When there was big problem in Alpara, 3 വർഷമായിട്ട് ഇവിടെ ആരാധനയില്ല, there was no worship for 3 years. തിരുവത്താഴം ഇല്ല. There was no പ്രശ്നം communion. മൂത്ത സമയത്തിൽ When there was a big problem, ദർശനത്തിൽ കർത്താവിനോട് പറഞ്ഞു, നീ ആൽപ്പാറയ്ക്ക് പോകണം, നീ ചെല്ലുമ്പോൾ പ്രശ്നം തീരും. in the vision God told me that you have to go to Alpara, then you will finish the problem. ഇത് ദൈവം പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം പാസ്റ്റർ ടി യു തോമാച്ചായൻ അമേരിക്കയിൽ നിന്ന് ഫോൺ പറയുന്നു, തിരുയാങ്കുഞ്ഞ് തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞു. Next day, after I seen the vision, Pastor T.U. Thomas from America told to go to Alpara. അതേ എൻ്റെ തിരുയാങ്കുഞ്ഞ് പാസ്റ്റർ 3 പ്രാവശ്യം ഞങ്ങൾ ഇവന്മാരെല്ലാം വിളിച്ച് സമാധാനപ്പെടുത്തി, പക്ഷെ ഒന്നും ശരിയായില്ല. തിരുയാങ്കുഞ്ഞ് For 3 times we had tried, but nothing solved. തിരുയാങ്കുഞ്ഞ് ദൈവം ഒരു അഭിഷേകം തരും, You have to go, God give an anointing. ആ വിശുദ്ധന്റെ വാക്ക് പോലെ തന്നെ ഞാൻ അവിടെ ചെന്ന് ഒരാഴ്ചത്തെ കാത്തിരിപ്പിയും വെച്ചു. കംപ്ലീറ്റ് പ്രശ്നം തീർന്നു. തിരുവത്താഴം വെച്ച് ആരാധന നടന്നു. 5 തിരുവത്താഴം വെച്ചൊരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തു. തൊട്ടടുത്ത് 70 സെന്റ് സ്ഥലം വാങ്ങിച്ചൊരു പുതിയ വേലയും തുടങ്ങി. I conducted many meetings there and I corrected everything and I bought many അപ്പൊ land. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തിൽ When I went there, അവിടുന്ന് മാറിപ്പോയ ഒരു വേലക്കാരൻ, there was a minister went from there. അവിടുത്തെ ഒരു കുട്ടിസഖാവായിരുന്നു. He was a chief person. അപ്പൊ ഇവർക്കെല്ലാവർക്കും സംഘടന ഉണ്ടല്ലോ. അതാണ് ഇവർക്ക് ഈ പറഞ്ഞ വ്യവസ്ഥയില്ലാത്ത വേലക്കാരായ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് എപ്പോഴും. They have a group for themselves. ഈ പാർട്ടിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ Like the party people. അവിടെ എതിരാളിയെ വകവരുത്തുക എന്നുള്ളത് ആത്മീയ ഗോളത്തിൽ ഈ പിശാച്, മനുഷ്യരല്ല കേട്ടോ, വേലക്കാരന്റെ പിശാച് ഇങ്ങനെ പ്രവർത്തി അവരെ എങ്ങനെങ്കിലും ഇല്ലാതാക്കണം. How to destroy the enemies, the spirit. അപ്പൊ ഞാന് തൃശ്ശൂരിൽ നിന്ന് കാലുകുത്തിയില്ല. Before I come from Tiruvalla, അതിന് മാറിപ്പോയ പുള്ളി അവിടുത്തെ ഒരു മതനെ വിളിച്ചിട്ട് പറയാം, തിരുവല്ല മുഴുവൻ മുടിച്ചിട്ട് വരിക. the person who destroyed the Tiruvalla completely, now he is coming there. അപ്പൊ പുള്ളിയുടെ ഒരു സ്വന്തക്കാരനാ അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ, One of his relative is a center pastor there, നമ്മുടെ ബാബുച്ചായൻ. Babu Chayan. പുള്ളിയാണ് പറഞ്ഞു, എൻ്റെ ചെറിയാച്ച എന്തോ പറയാൻ, അവന്റെ കുടുംബ സംസ്കാരമേ അങ്ങനെയാ, His family culture is like that. അവന്റെ കഴുത്ത് കണ്ടില്ലേ Look at എന്ന് his പറഞ്ഞ് neck. പുള്ളിക്കാരൻ പറഞ്ഞു, അതുകൊണ്ട് എന്നെ ചെയ്യാൻ എൻ്റെ സ്വന്തക്കാരനാ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി, ഞാൻ സാരമില്ല, ഇത് ഒരുപാട് കേട്ടതാണോ, തിരുവല്ലയിൽ തന്നെ ഒരുപാട് കേട്ടിട്ട് വരുന്നതാണ്. I heard this many times, so no need to worry. അങ്ങനെ 2 സ്ഥലത്തിരുന്ന് ആ വേല അനുഗ്രഹിക്കപ്പെട്ട് പോകാൻ ദൈവം വന്നു. I went there and God blessed that ministry. അതിനുശേഷം അവിടെ ആൽപ്പാറയിലെ വേല കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ടി യു തോമാച്ചായൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ചെറിയാകുഞ്ഞിന് ഇനി പുതിയൊരു സെന്ററിലേക്ക് വിടുകയാണ്. After that work in Alpara, in my vision, അങ്ങനെ Pastor T. Thomas came and told. കോഴിക്കോട് In Kozhikode I went. ആദ്യമായിട്ട് ബത്തേരി. Batheri, first time I went to Batheri. കുരുമുളെല്ലാം നശിച്ച് പട്ടിണി കിടക്കുന്ന ഒരു കാലം. The pepper became down and there was a big വിശ്വാസികളെല്ലാം വളരെ കഷ്ടത്തിലായി, കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരു കാലം. and the believers were in debt. ദൈവം കൂടെ ഉണ്ടായിരുന്നു. God was with them. ആ ഫെയ്ത്ത് ഹോമിന്റെ സെൻട്രൽ ഫെയ്ത്ത് ഹോമിന്റെ പ്ലാനിൽ 2ാം നിലയും പണിതു, 3ാം നിലയും പണിതു. 4 വിശ്വാസികൾക്ക് ഞങ്ങളെല്ലാം കൂടി വീട് വെച്ച് കൊടുത്തു. വിശ്വാസികൾക്ക് എന്തോ ഒരു ഐക്യമായിരുന്നു അറിയാമോ. I built many floors in the faith home and I built some houses for the believers. 2ാം വർഷം In second year, കടങ്ങളെല്ലാം ഗവൺമെന്റ് എഴുതി തള്ളി. all the debts were written by the government. മിക്കവാറും എല്ലാ സാമ്പത്തിക ഭദ്രത കൈവരുന്നു. And they got the financial freedom next verse. അങ്ങനെ 13 വർഷക്കാലം അവിടെ വേല. For 13 years I have done the കർത്താവ് ministry. കൂടെ ഉള്ളതുകൊണ്ട് When God is with me, ഈ പറഞ്ഞ എല്ലായിടത്തും ഉണ്ട് ഈ ഒപ്പോസിഷൻ ശക്തി, ബാലിന്റെ കൂട്ടര്, ബാലിന്റെ ആൾക്കാർ. in everywhere we can see this group of അവർക്ക് അവരുടേതായ ബിസിനസ് നടക്കണം. they have to do their own അവർ കുറെ വിശ്വാസികളും ചില വേലക്കാർ ഒരു ഗ്രൂപ്പ് എല്ലായിടത്തും ഉണ്ട്. they make a group with the believers. അപ്പൊ അവരുടെ പദ്ധതി പൊളിയുമ്പോൾ അവർക്ക് സഹിക്കാൻ ഒക്കത്തില്ല. When their plan is destroyed, they couldn't accept it. അങ്ങനെ 13ാമത്തെ വർഷം നമ്മൾ സന്തോഷമായിട്ട് പുതുപ്പാടി ഇങ്ങോട്ട് വന്നു. The 13th year, happily I moved from there. ചേലച്ചോട് In Chelachod. 6 മാസം ഇരുന്നു. 6 months I was there. 6 മാസം കൊണ്ട് 5 മാസം In 5 months, അവിടെ ഞാൻ പറഞ്ഞു, 5 മാസമുള്ളൂ, നിങ്ങൾ എന്നെ പിഴിയാവുന്നത്തോളം പിഴിഞ്ഞെടുത്തോണം. you have to squeeze me for 5 അവരും months. ബുദ്ധിമാന്മാരായിരുന്നു, എന്നോട് നിന്നു. And the people were with me. അവിടെ ഉണ്ടായിരുന്ന അനേക പദ്ധതികളും ശരിയായി ക്ലിയറായി. Many plans become correct. ചില ആത്മാക്കൾ വന്നു. Many new souls came. ദൈവം ഒരുപാട് കാര്യം ചെയ്യിച്ചു. God has done many good things. അതിനുശേഷം Afterwards, മാറ്റമായിട്ട് ഇങ്ങോട്ട് വന്നു. with the transfer I came to ഇപ്പൊ 5 വർഷമായില്ലേ. Now I have ഇവിടെ finished 5 വന്നപ്പോൾ years. ഇവിടുത്തെ ശക്തികളെല്ലാം ഇളകില്ലേ. And a lot of power നിങ്ങളാരും അല്ല, ഈ ബാലിന്റെ അധോലോക ശക്തികൾ ഇളകും. It is the power of Baal. ഇവിടുന്ന് മാറിപ്പോയ അച്ചായന്മാർ പോലും എന്നെ ഇവിടുന്ന് മാറ്റിയില്ലേ വേറെ നശിച്ചു പോകുന്നു പറഞ്ഞ 2ാം വർഷം. Even some of the ministers went there asked for the transfer. പറഞ്ഞ അച്ചായന്മാരൊക്കെ അങ്ങ് പിരിഞ്ഞു. That Achayans won. നമ്മളിപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. I am also here. 5 വർഷം കഴിഞ്ഞു. Now 5 years completed. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഒരു ശക്തി God is with us. No spirit ഇവിടെ comes ഉണ്ടായ against us. യുദ്ധമൊക്കെ അറിയാമല്ലോ. ഫെയ്ത്ത് ഹോമിലെ യുദ്ധങ്ങളെ, The fights in the faith home, സഭയിലെ യുദ്ധം, the fights in the faith ഇപ്പൊ home. യുദ്ധമൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുകയല്ലേ. And now I completed all the fights. ഇനിയിപ്പോ ഒരു പുതിയ വേല സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ തുടങ്ങും ആദ്യ യുദ്ധം. When I go to the new place, then another യുദ്ധം fight കഴിഞ്ഞ will come. സ്വസ്ഥത. കാരണം ഇങ്ങനെ പമ്മിയിരിക്കുന്ന സ്പിരിറ്റ് എല്ലാം ഇളകും. All the spirit will stir up. മുമ്പന്മാർ പലരും പിൻപന്മാരാകും.
when the upward people will go downwards. കർത്താവിന്റെ മിനിസ്ട്രി പോലെ നമ്മൾ ചെല്ലുമ്പോൾ മുമ്പന്മാർ പലരും പിൻപന്മാരാകും, പിൻപന്മാർ പലരും മുമ്പന്മാരും. The people who are in the front will go back. ഇതിൽ വേലക്കാരുണ്ട്, വിശ്വാസികളുണ്ട്. It will happen to the believers also and the believers also. റിമനന്റ് ഒരു ചുരുക്കം പേര്. Only few peoples. അതാണ് ഏലിയ പറഞ്ഞത്. So Elijah said. ഏലിയാവിനോട് പറഞ്ഞു, Elijah said, ഈ ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത the poor people who are not kneel down before the 7,000 Baal. പേരുണ്ട്. There are 7,000 people. ഇന്ന് പെന്തക്കോസ്ത് മിഷൻ വളർന്നു. The Pentecostal mission grown. ലക്ഷക്കണക്കിന് ആത്മാക്കൾ കാണും മുഴു ലോകത്തെല്ലാം കൂട്ടി. Lakhs and lakhs of souls are here. പക്ഷേ But ഒരു റിമനന്റ്, there are a ഒരു remnant. ശേഷിപ്പുണ്ട്. There is a remnant. ഇസ്രായേലിൽ ഒരു ശേഷിപ്പുണ്ട്. There is a remnant in ആ Israel. ശേഷിപ്പ് അത്ര രക്ഷിക്കപ്പെടും. That remnant will be ആ saved. ശേഷിപ്പ് ദൈവത്തോട് നിൽക്കണം. That remnant should stay ഈ with God. ബാലിന്റെ ശക്തിക്ക് അടിമപ്പെട്ടു പോകരുത്. They should not go behind this God. അതുകൊണ്ടാണ് അഭിഷിക്തർ വരുമ്പോൾ That's why the anointed people ഇസ്രായേൽ comes. ദേശത്തിൽ രണ്ട് ശക്തികൾ, ഒന്ന് ബാലിന്റെ ശക്തിയും അശേര പ്രതിഷ്ഠയും. There are two spirits works in Israel. There is one of the spirit of the Baal and വായിച്ചേ, another of Asherah. പുറപ്പാട് പുസ്തകം 34:13 വാക്യം വായിച്ച്, ബാലിന്റെ ശക്തിയെ അശേര പ്രതിഷ്ഠകളെ നീക്കം ചെയ്യണം. നിങ്ങൾ ചെല്ലുന്ന ദേശത്തിൽ വായിക്കാം. പുറപ്പാട് പുസ്തകം 34:13. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളയണം. കാരണം ദൈവത്തെ ആരാധിക്കേണ്ട ആത്മാവിനും സത്യത്തിലുമാണ്. We have to destroy their altar. അപ്പോൾ സഭയിലും വിശ്വാസ വീട്ടിലും ഒക്കെ വേലക്കാരും വിശ്വാസി ചില ബലിപീഠങ്ങൾ ഉണ്ടാക്കി ചില വിശ്വാസികളെ പൊക്കി വയ്ക്കും വേലക്കാരെ. There are some altars ആ വേലക്കാരുമായിട്ട് ചില വിശ്വാസികൾ ഇങ്ങനെ സംബന്ധം കൂടി വേലയെ അവരുടെ പരുവത്തിലാക്കി മാറ്റും. and പച്ചയായിട്ട് പറയാതിരിക്കാൻ ഒക്കത്തില്ല, അനുഭവം കൊണ്ട് പറയുകയാണ്. they corrupt the ministry also. അപ്പൊ പിന്നെ അവരുടെ കുത്തകയായിട്ടാണ് സഭ പോകുന്നത്. It goes ഇവരെ കൂടാതെ അവർക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. We cannot do anything for them. അവർ വലിയ വിശുദ്ധരെ പോലെ വലിയ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളെ പോലെ നിൽക്കും. Like a big Zion they will stand. പക്ഷേ ശരിയായ മിനിസ്ട്രി വരുമ്പോൾ അവർ പുറകിരിക്കുന്നവർ മുന്നോട്ട് വരും. When the correct ministry comes, ഇതെല്ലായിടത്തും കാണുന്നതാണ്. it will happen അവിടെ everywhere. ഇനി അബദ്ധം നിങ്ങൾക്ക് ഉണ്ടാകരുത്. This mistake should not happen again. കുമ്പളിക്കാർക്ക് ഇനി അബദ്ധം ഉണ്ടാകരുത്. For community people this അവിടെ mistake should not ദൈവത്തിന്റെ happen പക്ഷം again. നിന്നോണം. You have to go with God. ഇവരെന്ത് ചെയ്യുന്നു? നിങ്ങൾ ചെല്ലുന്ന ദേശത്തിലെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം. You have to break the ചിലപ്പോൾ altar there. ഫെയ്ത്തോമിലെ മൂപ്പൻ ഒരു ബലിപീഠമായി മാറും. And the altar will be a altar. ചിലപ്പോൾ മദർ ഒരു ബലിപീഠമായിട്ട് മാറും. The mother will become a അപ്പൊ ആൾക്കാർ അവിടെ കൊണ്ട് ബലി അർപ്പിക്കും. അവിടെ കൊണ്ട് ബലി അർപ്പിക്കും. people start sacrificing in that. ചിലപ്പം മൂപ്പന് ശക്തി കാണത്തില്ല, മദറായിരിക്കും ബലിപീഠം. The elder may not have the power, but the mother will reign. പണ്ട് കത്തോലിക്കയിലെ കർദിനാൾ ആന്റണി പടിയാർ ഒരു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ട്. Cardinal Anthony Padikara says so. ഞാനിത് തിരുവല്ലായി പറഞ്ഞു, എൻ്റെ പൊന്നെ അവർ തല്ലില്ലെന്നുള്ളത്. When I said in Tiruvalla തിരുവല്ലായിൽ ഒരു മാസികത്തിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഈ എക്സാമ്പിൾ പറഞ്ഞതാണ്. preaching in monthly meeting, I നിങ്ങൾ told this. ചേനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് കറുകച്ചാൽ വരുമ്പോഴേ When we used to come from Kargachar, 2 കിലോമീറ്റർ ഒരു പാറപ്പള്ളി ഒരു പള്ളി ഉണ്ടല്ലോ, വലിയ പള്ളിയാണ്. there's a big church called Palapalli church. അവിടെ അമ്മച്ചി അവിടുത്തെ കഥാനായിക മാതാവ്. There is a idol Ramaji. അമ്മച്ചിയുടെ വഞ്ചിപ്പെട്ടി ഉണ്ടല്ലോ, ഭയങ്കര ഒരു 2 മീറ്റർ 3 മീറ്റർ നീളത്തിലൊരു വഞ്ചിപ്പെട്ടിയുണ്ട്. There's a big offering box of this Ramaji. പണ്ട് ഏതോ ഒരു അച്ഛൻ ഒരു അഭ്യാസം കാണിച്ചാണ് കാശിഷ്ടം പോലെ വരാൻ തുടങ്ങി. And lot of money used to come there. ഇടവക്കാൻ ഒരു വിശ്വാസിയോട് പറഞ്ഞു, നീ വണ്ടി ഓടിച്ചിടുമ്പോൾ അവിടെ കൊണ്ട് ചവിട്ടി നിർത്തണം. You have to come with a vehicle and stop there. വണ്ടി നിന്നുപോയി. It stopped. അവസാനം അമ്മച്ചിയോട് പ്രാർത്ഥിച്ചു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അന്നത്തെ കാലത്തിൽ ₹1 ഇട്ടിട്ട് പോയി. They prayed to this goddess and then it stopped. ഇത് അച്ഛനങ്ങ് പ്രസംഗിച്ച് പബ്ലിസിറ്റി ആയി. പിന്നെ സകല പുള്ളികളും അവിടെ വണ്ടി നിർത്തി കാശിട്ട് പോകത്തുള്ളൂ, കാരണം വണ്ടി അമ്മച്ച് സൂക്ഷിച്ചോളും. Achan told this incident and all the people started coming there. അവിടെ കപ്പിയാനാണെങ്കിൽ ഈ വഞ്ചി, അന്നത്തെ കാലത്ത് വഞ്ചിപ്പെട്ടി ഇത് എന്താ സ്തൂപം പോലെ ഇത് നിറയും. It will നിറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ എറിഞ്ഞിട്ട് പോകും, അത് പുറത്ത് പോകും. lot of people put money. പുറത്ത് പോകുന്ന കപ്പിയാർ പറയുന്നത് അത് അന്യനും പ്രദേശിക്കാന്ന് പറഞ്ഞാൽ കപ്പിയാരുടെ പോക്കറ്റ് വെക്കും. And this worker will take all those money. 2 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് മാറുമ്പോൾ വേരൂർ പള്ളിയുണ്ട്. വേരൂർ പള്ളി ഇത് ഞാൻ പറഞ്ഞല്ല, കത്തോലിക്ക സഭയിലെ ബഹുമാനപ്പെട്ട കർദിനാൾ ആന്റണി പടിയറ, അദ്ദേഹമാണ് എനിക്ക് മുമ്പിൽ തോപ്രശ്മ തന്നത്. 9ാമത്തെ വയസ്സിൽ എനിക്ക് ആദ്യ കുർബാന തന്ന ഈ കർദിനാള്. This Cardinal Anthony Padiyara, എനിക്ക് ധൈര്യമായിട്ട് പറയാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട് അത് കേട്ടോ. in his book it is written. അവർ 2 കിലോമീറ്റർ അപ്പുറത്ത് മാറി പണ്ട് കാലത്ത് പണിത സ്റ്റെപ്പെ കെട്ടി വെച്ചിരിക്കുന്ന ഒരു പള്ളിയുണ്ട്, വേരൂർ പള്ളി. There is a Verur church. ഈ വേരൂർ പള്ളിയിൽ ഔസേപ്പച്ചനായിരിക്കുന്നത്. In Verur church there is also a church. അപ്പുറത്ത് ഭാര്യ, ഇപ്പുറത്ത് ഭർത്താവും. There is husband there, there is a wife here. അവിടെ മറിയോ, ഇവിടെ ഔസേപ്പച്ചനും ആയിരിക്കുന്നത്. Mary and Ausapachan. ഇവിടെ ഈ സ്റ്റെപ്പ് കയറി ആര്യല്ലാന ഒരുത്തരും 5 പൈസ പോലും കൊടുത്തില്ല. Nobody will go here. ഒരു ദിവസം അവിടുത്തെ കപ്പിയാറിന് ദേഷ്യം വന്നിട്ട് One day this worker got ഔസേപ്പിതാവിന്റെ രൂപക്കൂട്ടി എന്നിട്ട് ഒരു കുലുക്കുരുക്ക് പറഞ്ഞ്, പിതാവ് ഇവിടെ വടിയും കുത്തിപ്പിടിച്ചിരുന്നു, ഭാര്യ ഇവിടെ കാശ് വാരുക. To the Ausapachan idol he told that you can stay here. There's എൻ്റെ nobody പൊന്നെ, giving money. സക്രിയാപ്പച്ചൻ്റെ കാലത്ത് ഞാനിതൊന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ പൊന്നെ അവിടുത്തെ ഭാഗ്യം പറയുന്നില്ല,
ഭയങ്കര വിപ്ലവമായിപ്പോയി. ഇത് Many people didn't like this. അമ്മച്ചിക്കിട്ട് കുത്തിയാന്ന് പറഞ്ഞുകൊണ്ട് അവർ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. They start that. ഞാൻ പറഞ്ഞ സഹോദരി, ഇത് തിരുവല്ലയിലെ പെന്റിക്കോസ്റ്റ് മിഷനിലെ കാര്യമല്ല, ഇത് വേരൂർ പള്ളിയിലെയും പാറപ്പള്ളിയിലെ കാര്യമാണ് പറഞ്ഞു. നിങ്ങൾ എന്തിനാ പറഞ്ഞ് ഒഴിഞ്ഞു വന്നു. It is not about the TPM. അപ്പോൾ കേട്ടോ ലിംഗവും പിതാവിടെ പടിയും പൊത്തിക്കൊണ്ടിരുന്നു, ഭാര്യ കാശ് വാരി അപ്പം എന്ന് പറഞ്ഞ പോലെ Likewise, ചിലപ്പം അങ്ങനെയുള്ള ആൾക്കാർ ബലിപീഠമായിട്ട് മാറും. ആൾക്കാരുകൊണ്ട് അവിടെ ആയിരിക്കും കാണിച്ചിടുന്നത്. പക്ഷെ ആ ബലിപീഠം എല്ലാം ഇടിച്ചു കളയണമെന്നാണ് വേദോസ്തം all പറയുന്നത്. this altar should be ചിലപ്പോൾ ചില destroyed. വിശ്വാസികൾ ഇങ്ങനെ പൊങ്ങി ബലിപീഠം പോലെ നിൽക്കും. The believers come as an altar. നിങ്ങൾ ചില ദേശത്തിൽ In this land, നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് അവിടെ ചെല്ലുമ്പോൾ ചില ബലിപീഠങ്ങൾ ഇങ്ങനെ പൊങ്ങിയിരിക്കും, വിശ്വാസികളിരിക്കും, വിശ്വാസ വീട്ടിലിരിക്കും. പിന്നെ അവരോടാണ് അവരുടെ കമ്പന്തവും കാര്യങ്ങളൊക്കെ. then here to have communion with അപ്പൊ this ഈ altar. വചനം അറിയാവുന്ന ചെന്ന് ആദ്യം ഇങ്ങനെയുള്ള ബലിപീഠങ്ങളെല്ലാം ഇടിച്ചു If കളയും. you know the word of അപ്പൊ God, അവിടെ they will ദേഷ്യം destroy the വരും, ഇല്ലേ? altar. They'll get angry. അടുത്ത് നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് വിഗ്രഹങ്ങളാക്കി വെക്കും. There are some images. മൂപ്പനച്ചായം പ്രാർത്ഥിച്ചെങ്കിലേ അത്ഭുതം നടക്കത്തുള്ളൂ. If you pray only, there will be അങ്ങനെ miracles. വിഗ്രഹമായിട്ട് അവസാനം അത് തന്നെ തകർക്കപ്പെടും. They will become an idol. ചിലപ്പോൾ മൂപ്പത്തി ആയിരിക്കും, And sometimes the elder. ചിലപ്പോൾ വേറെ ചില പ്രവാചികളായിരിക്കും. Sometimes some ഇതൊക്കെ prophets. ചുരുക്കം ചിലതായിട്ട് TPM ചിലപ്പോൾ കയറി വരും. Only few people will come like this. സൂക്ഷിച്ചോണം. You have to be careful. ചിലപ്പോൾ വിശ്വാസികളായിരിക്കും. Sometimes believers. അയ്യോ എന്നാ പ്രാർത്ഥന അടിച്ച് തകർത്ത് കൈയും കാലും ഇട്ട് അടിച്ച് നാട്ടുകാരെ വിറപ്പിച്ച് പ്രവചനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? Some prophets here also. ഇതൊന്നും ആത്മീയമല്ലടോ. ഇതൊക്കെ This is not ഇത് ബാലിന്റെ ശക്തി കയറുന്നതാണ്. This is the spirit of Baal. അവസാനം പോയി ജഡത്തിൽ പോയി അവസാനിക്കും. At the end, it will finish in flesh. പാപത്തിൽ പോയി വീഴുക ചെയ്യുന്നു. It will finish in the sin. വീടുകളിൽ പ്രാർത്ഥന തുടങ്ങും, അവസാനം പാപത്തിൽ വീഴും. In the എത്ര house കേസുകൾ. prayer, it will finish in sin. അതാണ് ഈ ബാലിന്റെ ശക്തി. This is the spirit of ബാൽ Baal. എന്ന് പറഞ്ഞാൽ ജഡം. It is Baal means flesh. ഇത് സറാമിസ് നിമ്രോദ്, Saramis Nimrod, അസ്ത്രോത്ത് Astroth, അല്ലെങ്കിൽ കെമോഷ്, Chemosh. ഇതിന്റെ എല്ലാം പര്യായം തന്നെയാണ്. This is the meaning of all these things. ഇതിന്റെ കുറച്ചുകൂടെ മോഡേണും കുറച്ചുകൂടെ സാംസ്കാരികമായിട്ട് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഭൂമി ദേവിയും സൂര്യഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് ആ പേരിൽ ഓരോന്ന് കാണിക്കുന്നൊക്കെ ഇതാണ്. The modern version of all these things is the sun goddess. പക്ഷെ ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കണമെന്ന് പറഞ്ഞു തന്ന ക്രിസ്തുവാണ്. If you worship the God in truth, അതിനപ്പുറത്തതെല്ലാം വ്യവസ്ഥയില്ലാത്ത, all these things are lawless things. അതെവിടെ ഉണ്ടോ അവിടെ നാശോദപ്പതിന് ഉണ്ടായിക്കൊണ്ടിരിക്കും. There is a destruction there. വായിക്കാം. അന്യദൈവത്തെ നമസ്കരിക്കരുത്, ആ യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു, അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. അടുത്തത്, ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും. അപ്പൊ ആ ഐക്യം ശരിയല്ല. കുമളിക്കാരുടെ പണ്ടത്തെ ഐക്യം ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം അത് ആത്മീയമല്ല, That communion is not അതൊരു spiritual. ജഡത്തിന്റെ ശക്തി. ഇസബേലിന്റെ ആത്മാവ് അല്ലെങ്കിൽ അശേര പ്രതിഷ്ഠയുടെ ആത്മാവ് അല്ലെങ്കിൽ അശേരയുടെയും ബാലിന്റെ ആത്മാവ് വരുമ്പോഴും ഒരു ഐക്യം വരും. It's a spirit of Isabel. പ്രാർത്ഥന അന്യഭാഷയും പ്രവചനമൊക്കെ കിടക്കും, പക്ഷെ അകത്തിരിക്കുന്ന മുഴുവൻ ജഡമായിരിക്കും. But the flesh is inside. അവർക്കും വിടുതലില്ല, There is no അവരുടെ deliverance for them. കുടുംബത്തിനും വിടുതലില്ല, There is no deliverance for their അവരുടെ family. സഭയ്ക്കും വിടുതലില്ല. And their church also there is no deliverance. കാര്യങ്ങൾ ഇങ്ങനെ നടക്കും. So it will happen. ബാലിന്റെ പ്രവാചകന്മാർ എന്ത് ചെയ്തു? The prophets of Baal, what they did? ഏലിയാ പറഞ്ഞു, നിങ്ങൾ അവന്മാർ രാവിലെ മുതൽ വിളിച്ചു കൂവി അടിച്ചു തല്ലി മുറിവേൽപ്പിച്ച് ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളു പറഞ്ഞ്, അല്ലെങ്കിൽ അവസാനം നോക്കണം ഇറങ്ങുന്നില്ല. കാരണം ഇറങ്ങാനില്ലല്ലോ, ഒരു ദൈവമല്ലേ ഉള്ളൂ. There is no other God. എന്നാൽ ഏലിയാവ് എന്താ ചെയ്തേ? But Elijah, what he did? അത് നമുക്ക് അവസാനത്തിൽ ചിന്തിക്കാം. ഇപ്പം ഇതിലൂടെ പറയാം. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ബാലിന്റെ താഴോട്ട് വായിച്ച അശേര പ്രതിഷ്ഠ. അടുത്ത്, നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ. അശേര എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പേരാണ്. Crows means wife. അതിൻ്റെ ഒരു ഭാഗമാണ് ക്രിസ്ത്യാനികളിലും ഈ പറഞ്ഞ പോലെ ആകാശരാജ്ഞി എന്നൊക്കെ പറഞ്ഞുള്ള ആകാശരാജ്ഞി ലുത്തീനിയയിലൊക്കെ കയറുന്നുണ്ട്. There's a heavenly അതൊക്കെ queen in തെറ്റാണ്. ഇവർ അറിഞ്ഞോ അറിയാതെ പോവുക. We are going unknowingly. ഇപ്പൊ പല അച്ഛന്മാരും ഒക്കെ അതിനെ എതിർക്കുന്നുണ്ട്. Some ആകാശങ്ങളുടെ രാജ്ഞി, സ്വർലോകങ്ങളുടെ രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുന്നത് യേശുവിൻ്റെ അമ്മ മറിയുമല്ല, ഈ പറഞ്ഞ അക്ഷേര പ്രതിഷ്ഠയുടെ ഒരു പര്യായമാണ് ഇതൊക്കെ. Queen of the heaven is a groove. ഇത് പറഞ്ഞിട്ട് രണ്ട് തല്ലുകൊണ്ടാലും കുഴപ്പമില്ല, കാരണം സത്യം പറഞ്ഞില്ലേ. I will tell you the truth. ഇതെല്ലാം അക്ഷേര പ്രതിഷ്ഠയുടെ ഭാഗമാണ്. ഇത് തന്നെയാണ് TPM-ൽ ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത് പാസ്റ്റർ ആൽവിനെ It's happened in TPM. ബാൽ വിഗ്രഹമാക്കി മാറ്റി. They become as an idol. ദൈവത്തെ ഭയമില്ല, They didn't respect God. അദ്ദേഹം അതിനുവേണ്ടി ഒരുക്കിയെടുത്തു. And they prepared him. അങ്ങനെയുള്ള വേലക്കാർ വലിയ ആളുകളാകാൻ ശ്രമിക്കും. And the workers ചില become. മദർമാർ സ്വയം അങ്ങോട്ട് വലിയ ആളുകളാണെന്ന് കാണിക്കാനുള്ള അഭ്യാസങ്ങൾ കാണിക്കും. Some mother will show themselves. ഇല്ലാത്ത അഭിനയങ്ങൾ കാണിക്കും. They will show some actions. അവസാനം ഇതെല്ലാം ബാലിന്റെ ശക്തികളാണ്. At the end, this is the spirit of Baal. അത് സഹോദരിമാരിൽ കയറുന്നതാണ് അശേര സ്പിരിറ്റ്. The spirit which comes into the sisters is called grove. സഹോദരന്മാർ വിശ്വാസികൾ മേലക്കാരും കയറുന്ന ബാലിന്റെ The സ്പിരിറ്റ്. Baal spirit comes to the brothers. ഇതറിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. It happens in always. ഇസ്രായേൽ നടക്കുന്ന കാര്യങ്ങളാണ്. It happens in Israel. പക്ഷെ
അറിവുള്ളം വരുമ്പോൾ when it comes to here, അവരിതിനൊന്നും സമ്മതിക്കുകയില്ല, ഇതിനെല്ലാം ഉടച്ചു ദൂരക്കളെ. they will not accept it. They will destroy all these things. അക്ഷേര പ്രതിഷ്ഠകൾ. അക്ഷേര എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയാണ്, ഭൂമി ദേവിയുടെ പേരാണ് അക്ഷേര. Groves means it is അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെടുന്ന ദേവിമാരുടെയും ദേവന്മാർ, അല്ലെങ്കിൽ ആ ദേവികളുടെയും പിന്നെ ജീവിച്ചിരിക്കുന്ന ദേവികളുണ്ടല്ലോ, പെന്തിക്കോസിലുണ്ട്, പ്രവാചികമാരും മറ്റവരും മറിച്ചെന്ന് പറഞ്ഞ് പറയണുണ്ടല്ലോ. there are living goddess. ഇല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ അഭിനയം കാണിക്കുന്നതല്ല ഈ പറഞ്ഞ അക്ഷേരയുടെ ആത്മാവാണ്. They have this spirit of growth. യേശു ക്രിസ്തു ഉയർത്ത സ്വയം എഴുതി കാണിക്കുന്നത് അല്ലെങ്കിൽ വലിയ കാണിക്കുന്ന പാർട്ടിയാണ് ബാലിന്റെ ശക്തി. The Baal spirit is in the brothers. അത് പെന്തിക്കോസിലുണ്ട്. It happens നോക്കണം. also. ഇവിടെ നമ്മൾ 1 രാജാക്കന്മാർ പുസ്തകം In 1 Kings 16:31 മുതൽ വായിച്ചേ. 1 രാജാക്കന്മാർ പുസ്തകം 16:31 മുതൽ 1 Kings 16:31 onwards. 16:31 മുതൽ വായിച്ചേ. നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് പോരാൻ ആഹാബ് ഇസ്രായേൽ ഗോത്രക്കാരനാ. Ahab is from Israel. പക്ഷെ അവനെന്ത് ചെയ്തു? But what he has done? പോയി സീദോനിൽ പോയി. He went to Sidon. ഇസ്രായേലിന്റെ വടക്കൻ ദേശത്തിൽ It is the northern. സീദോന്യ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ, ഈ ബാലിനെ ആരാധിക്കുന്നവന്റെ മകളെ He married a person who worshipped the Baal. കല്യാണം കഴിച്ചു. സുന്ദരിയാ, മഹാമിടുക്കിയാ. വായിക്കാം. Beautiful. സീദോന്യ രാജാവായ ഏത്ബാലിന്റെ മകളായ എഗ്ബാൽ, അപ്പന്റെ പേര് ഈ പിശാചിന്റെ പേര് തന്നെ ഇട്ടിരിക്കുകയാണ്, എഗ്ബാൽ. Ethbal is the name of his father. വായിക്കാം. മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. നോക്കണം, അവൻ പോയി അവിടെ പോയി ഒരു വെടിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവള് പറയുന്ന അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ക്ഷേത്രം ഉണ്ടാക്കി അവിടെ വിഗ്രഹങ്ങൾ. ഈ നടത്തിപ്പിലുമൊക്കെ അങ്ങനെ പിഴവുണ്ട്. This all happened. EPM ഉപദേശിമാർ പറഞ്ഞിരിക്കുന്നു, നിന്റെ നടത്തിപ്പ് കൈ പോങ്ങിയാൽ ചിലപ്പോൾ അക്ഷേര പ്രതിഷ്ഠ ഉണ്ടാവും. The workers in the TPM also should understand this. പിന്നെ ഇസബേൽമാർ പറയുന്നത് കേട്ടുകൊണ്ട് നടക്കേണ്ടി വരും. They should follow the Isabel's words. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സഹോദരന്മാർ വഴിതെറ്റി അത് ബാലിന്റെ ശക്തി അവിടെ വരും. When the brothers go away, this ഇതൊക്കെ നമ്മുടെ വേലയിൽ നടക്കുന്നുണ്ട്. This all happen here also. ചിലർക്ക് തിരിച്ചറിയുന്നുണ്ട്, ചിലർക്ക് അറിവില്ല. We have to understand discrimination. ആ സാമർത്ഥ്യവും തന്റെയോടും പ്രാർത്ഥനയൊക്കെ ദൈവത്തെയാണെന്ന് അവർ വിശ്വസിക്കുക. They think this smartness is from God. പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ, But in the works, പ്രാക്ടിക്കൽ വരുമ്പോൾ the practical, ക്ഷമിക്കാൻ ഒക്കുന്നില്ല. വൈരാഗ്യവും പ്രതികാരവും ശത്രുസംഹാരവും ഒക്കെ നടത്തുന്ന there's a revenge and there is enmity. ഇത് വേലക്കാർക്കും വിചാരിച്ചുകൊണ്ട് ഈ അക്ഷേര പ്രതിഷ്ഠയാണ് ഇങ്ങനെയുള്ള വേലക്കാർ. When this comes to the workers, it is പ്രതികാരവും യേശു പറഞ്ഞു ക്ഷമിക്കാനല്ലേ. the revenge. God അത് എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നീ അക്ഷേര പ്രതിഷ്ഠയും ബാലിന്റെ വിഗ്രഹമായിട്ട് മാറും. If you cannot forgive, അത് TPM-കാർ ശ്രദ്ധിച്ചോണം. the TPM people also should അവിടെ understand. അപ്പച്ചനും അമ്മച്ചിയെ നടത്തിപ്പാന്ന് പറഞ്ഞ് മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും It is കാര്യമില്ല. not about appachan or ammachi. അതൊക്കെ ചുമ്മാ വെറുതെ ഭീഷണിപ്പെടുത്തല്ലേ. അതൊന്നും ദൈവം അംഗീകരിക്കത്തില്ല. God will not accept. നടത്തിപ്പ് എന്ത് പറഞ്ഞാലും അനുസരിച്ചോണെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടും, വേറെ കാര്യം. We should obey the പക്ഷേ leaders. നിന്നെ നോട്ട് വിട്ടിരിക്കുക ദൈവം. The God will look unto you. തട്ടാൻ നോട്ട് God വിട്ടിരിക്കുക. will judge you. അത് പാസ്റ്റാന്നേലും ശരി, വിശ്വാസിയാന്നേലും. Even the pastors are believers. ഇങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തലോട് ചിലരെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. With the threatening, some people അതൊന്നും start to ദൈവത്തിനും escape. വിഷയമല്ല. It will not happen. അത് ഏത് പാസ്റ്റാന്നാലും ശരി, സീനിയർ പാസ്റ്റാന്നാലും ശരി. Whoever you are, a senior pastor. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ പ്രാർത്ഥിച്ചപ്പം കോഴിക്കോട് One appachan prayed in Kozhikode. വെളിയിൽ നിന്നൊരു പാസ്റ്റാണ്. There's a pastor from ഞങ്ങൾ outside. ഒരേ ബാച്ചാണ്. അപ്പം എന്നെ കണ്ടോണ്ടാണ് പുള്ളി പറയുന്നത്. ഞാനങ്ങ് പുറകിലിരിക്കുക. അപ്പം പുള്ളിക്ക് ആഴ്ചയില്ല. I didn't ഞാൻ see him. അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടുത്തെ സീനിയർ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. The senior pastor let him pray. അപ്പോൾ ഞാൻ ഏറ്റവും പുറകിലിരിക്കുക. I was in the behind. ഞാൻ ഇറങ്ങാൻ പോയില്ല. I didn't move. നമ്മൾ സബ് ജൂണിയറുണ്ട്. ഞാൻ എന്നെ സബ് ജൂണിയറാണല്ലോ വെച്ചിരിക്കുന്നത്. I made a substitute there. ആ അപ്പോൾ പുള്ളി എന്നെ ഉദ്ദേശിച്ചായി പ്രാർത്ഥിക്കുക. ഞാൻ പോയില്ല. I didn't go. ഞാൻ ഹോളിൻ്റെ ലാസ്റ്റായിരിക്കുന്നത്. I was standing. അപ്പോൾ നമ്മൾ sitting in the സീനിയർ last of ആയിട്ടൊന്നും the hall. കാര്യമൊന്നുമില്ല. അതാണ് There is no senior. സീനിയറും ജൂനിയറൊന്നും അല്ല ഇവിടെ വിഷയം. It's not about senior or junior. ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നുണ്ടോ, നിന്റെ കഴിവും പ്രാപ്തി ശക്തി. ഇസബേൽ എന്തോ ഒരു ശക്തിയുള്ളവളായിരുന്നു. Are you obeying the God or the Holy Spirit? ഇപ്പോഴും പറയുന്നില്ല, ഇസബേലിന്റെ ആത്മാവ് നിങ്ങളുടെ സഭയിലുണ്ട്. The spirit of Isabel is in എന്നിട്ട് the നിങ്ങൾ എന്ത് church. ചെയ്യുന്നു? അതിനെ അനുവദിക്കുന്നു. You are allowing it. ആ ശക്തി സഭയിൽ വ്യാപരിക്കുന്നു. When this spirit is spreading in the ചിലപ്പോൾ church, ഉപദേശിമാർ പോലും ആ ശക്തിക്ക് അടിമപ്പെട്ടു പോകും. many workers are under this. പാമ്പാടി ഞാൻ പറഞ്ഞില്ലേ, ഒരു ശക്തി കയറിയിട്ട് വേലക്കാർ വരെയും അവരുടെ കീഴിലായിരുന്നു. In Pampadi, one of the spirit, even the workers അത് are under. വേലക്കാരനും കയറും. ഇത് തെളിച്ച് പഠിച്ചെങ്കിലല്ലേ ജനം അറിയത്തുള്ളൂ. ഉണ്ടായിരുന്നു സഭ നശിക്കുക. And the workers and believers should understand this. കുറെ വേലക്കാര് ചുമ്മാ നടത്തിപ്പാന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അഭ്യാസം കാണിച്ചുകൊണ്ട് നടക്കുക. Some workers show some actions. എന്നിട്ട് അവസാനം ഇവനൊക്കെ സമാധാനമുണ്ട്, അതുമില്ല. At the end, there is no peace. ഇവിടെ നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, നീ ക്രിസ്തുവിന്റെ ദാസനല്ല. If you cannot forgive, നീ you are a servant വൈരാഗ്യം of God. പ്രതികാരവും കാണിച്ചിട്ട് If you show the revenge, ഞങ്ങൾ കൊമ്പത്തെ ആളുകളും മറ്റുള്ള ഒരു സഭയെ മുടിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥം ഇരിക്കുന്നു. what is the meaning of that? അവസാനം കർത്താവ്
അവർ നിന്നെ ഞാൻ ഒരു നാളും അറിയുന്നില്ലെന്ന് പറയും. At the end, God will say, I no more know you. ഇതൊക്കെ പറയാൻ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നമ്മളെ ജീവനോട് വെച്ചിരിക്കുന്നത്. The God is make me live. പറയുക മാത്രമല്ല, നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. We have to humble ourselves and be with the God. എന്ന് വെച്ചുകൊണ്ട് പുണ്യവാനാണെന്ന് പറയുന്നില്ല. It's not that I am a saint. കുറ്റങ്ങളും കുറവുകളും ചിന്തകളും എല്ലാ തെറ്റുകളും There വരുന്നുണ്ട്. are some mistakes in me as well. അതല്ല അപ്പൊ തന്നെ ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം But I am confessing all these things. കഴിയുന്ന അളവിൽ ഒരു മനുഷ്യന് ദോഷം ചെയ്യാതെ ദ്രോഹം ചെയ്യാതെ നന്മ ചെയ്യാൻ ആഗ്രഹിച്ച് ജീവിക്കുകയാണ്. I do the goodness to every people കാരണം കർത്താവിൻ്റെ അടുത്ത് പോകണ്ടേ. because I have to go to the God. അതുകൊണ്ട് ഈ ഭീഷണികളും അഭ്യാസവും നടക്കത്തില്ല. This threatening will not നീ come to me. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ ജോലി ചെയ്യ്. You repent and do നീ the ministry കസേരയിലായി of God. നിന്നെ കസേര പിടിച്ച് വെച്ചോണ്ട് നീ വലിയ ആളാണെന്ന് വിചാരിക്കരുത്. Your chair is not a big thing. അത് പാസ്റ്റർമാരാണെങ്കിലും ശരി, It's not വിശ്വാസികളാണെങ്കിലും about pastors or believers. നീ അവിടെ ഇരുന്നോണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിന്റെ വേല ചെയ്യ്. You there and glorify God. അല്ലാതെ ഈ ഗുണ്ടായുസം ഒന്നും പാർട്ടിക്കാർ കാണിക്കുന്ന പോലെ ഈ സഭയിൽ എടുക്കരുത്. Not show this rowdyism. അവസാനം എടുത്ത് ദൂരക്കളെ. At the end, God will throw you away. കരുവേപ്പിലേക്ക് പിന്നെയും വിലയുണ്ട്, ആ വില കൂടെ ഇല്ലാതെ നിന്നെ ദൂരക്കളെ. Like the leaf, he will ഭാഷ ആൽവിനെ നിലം തുടിക്കാതെ ദൂരെ കളഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഓർത്തു. God, that's the God who throw away even the പോസ്റ്റിനൊന്നും കയറി സന്തോഷിക്കരുത്. You should be happy with the post. ഇതൊന്നും ഈ കാലത്ത് വില പോകത്തില്ല. It will not have value. ജനങ്ങൾക്കെല്ലാം തിരിച്ചറിവുണ്ട് ഇപ്പം. God the people has a discrimination. ജനങ്ങൾ പണ്ടത്തെ പോലെയല്ല, കാര്യങ്ങൾ അവർക്കറിയാം. The believers know everything nowadays. അവർ മര്യാദയുള്ളവരാണ്, നമ്മളൊക്കെ വിടുക. The believers they are good. They are. നമ്മുടെ സഭയിലെയും വിശ്വാസികൾ വലിയ ആളുകളായി കാണിക്കാൻ പോരുത്. Even the believers also should not show you. നോക്കണം, 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇസബേൽ ആരുടെ Isabel. വായിച്ചേ. ബാലിന്റെ മകളായ ഇസബേലിനെ ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയാക്കി വെച്ചു. അവള് വന്ന് അങ്ങോട്ട് കളി തുടങ്ങുകയല്ലേ, അവളുടെ കളികളാണ് പിന്നെ നടക്കുന്നത്. Now the game of Isabel started. ഇതിന് മേളിൽ പോകാൻ ആർക്കും ഇല്ല. There is nobody goes up. നോക്കണം. പക്ഷെ ദൈവം ഒരുത്തിനെ എഴുന്നേൽപ്പിച്ചു. But God has raised a person. അവന്റെ കൂടെ തന്നെയുള്ളൊരു സൈന്യാധിപനെ എഴുന്നേൽപ്പിച്ചു, യേഹൂ. There is a Jehu. അവൻ അഭിഷിക്തനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ He is an anointed person. ഇവള് മറ്റേ പണി വീണ്ടും തുടങ്ങി. And he started another work. എന്താ, കണ്ണി മഷി എഴുതി. And പഴയ ആത്മാവ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. she hid herself with the fashion. മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തെങ്കിലും Even the God has time to അത് ശീലമില്ല. ഇതാ ശീലം. I don't like this. വായിച്ച് കണ്ണെഴുതി വീണ്ടും മണിമാളിയെ കയറി മനുഷ്യനെ വശീകരിക്കുന്ന ദുഷ്ടാത്മാവ് ആർക്കെങ്കിലും ഉണ്ട്, അവസാനിപ്പിച്ചോണം. ഇല്ല നിന്റെ ഗതിയും ഈസബേലിനെ പോലെ ആകുമെന്ന് ഓർത്തോണം. വായിച്ച്. ആഹാബിന്റെ മകനായ യോരാമിന്റെ 11-ാം ആണ്ടിലായിരുന്നു അഹസ്യാവ് യഹൂദയിൽ രാജാവായത്. യഹൂ ഇസ്രയേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട്. നോക്കട്ടെ, യേഹൂ ഇപ്പോൾ ആരാ? പഴയ ജോലിക്കാരനല്ല, അവൻ അഭിഷിക്തനാ. Jehu is an anointed one. അപ്പൊ അഭിഷേകമുള്ളവന് മാത്രമേ ഈ ശക്തിയെ നേരിടാൻ ഒക്കത്തുള്ളൂ. We can face this spirit if you have the anointing. അവൻ അഭിഷിക്തനായിട്ട് നിയോഗിക്കപ്പെട്ടു വന്നതാണ്. He is an anointed person. ദൈവം അവനെ നിയോഗിച്ചയച്ചതാണ്. God has allowed him. ഇത് ചെയ്തു. വായിക്കാം. ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷിയെ അവള് വിചാരിച്ച് ഇതിലൊക്കെ വീണു പോകും എല്ലാവരും. And Isabel started that make herself beautiful. സൂക്ഷിച്ചോണം കേട്ടോ. You have to be careful. വേറെക്കാരും വിശ്വാസം സൂക്ഷിച്ചോണേ. കൃപയല്ലാതെ ആത്മാവിലല്ലാതെ ജഡത്തിന്റെ ശക്തി വീണ്ടും എടുത്ത് കണ്ണിൽ മഷി എഴുതി ഷോ കാണിച്ചുകൊണ്ട് ഡാൻസും കളിച്ച് മറ്റുള്ളവർ വശീകരിക്കാൻ പോയാൽ ആണായാലും പെണ്ണായാലും ഓർത്തോണം, ഇനി നിനക്ക് മാപ്പില്ല. Workers and believers. ഇനി നിനക്ക് മാപ്പില്ല കേട്ടോ. No more ഇത് നിന്റെ അവസാനമാണെന്ന് ഓർത്തോളണം. This is your end. വൈരേ തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടി നോക്കി. യഹൂ പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. നോക്കണം, ഇത്ര തന്റെ വന്ന് നോക്കി. How much confidence he has. നമ്മൾ ഏലിയാവിനെ വിറപ്പിച്ചില്ലേ, അല്ലയോ? Like Elijah. ഏലിയാവ് ആരായിരുന്നു? ഏലിയാവിനെ പോലും വിറപ്പിക്കുന്ന ദുഷ്ടാത്മാവളിരിക്കുന്നു. She even threatened Elijah. ഏലിയാവിനൊന്ന് നീളം ഉണ്ടായിരുന്നു, ആ നീളം കൊണ്ടാണ് അവൻ അന്ന് താഴ്ന്നു പോയത്. Elijah has got some pride. എന്നാലും ദൈവം അവനെ ഉയർപ്പിച്ചോണ്ട് വന്നു. But God has raised him. ഇവിടെ ഇതാ യേഹൂവിനെ കൊണ്ടുവന്നിരിക്കുക. വായിച്ചേ. Now Jehu comes. വായിക്കാം. അവൻ തന്റെ മുഖം കിളിവാതിൽക്കലേക്ക് ഉയർത്തി ആരുള്ളൂ എന്റെ പക്ഷത്ത്, ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്റെ പക്ഷത്ത് ആരുണ്ടോ? Who is in my side? നമ്മൾ ദൈവപക്ഷത്ത് നിൽക്കേണ്ടവര്. ഇസബേലിന്റെ പക്ഷത്തും ബാലിന്റെ പക്ഷത്തും പോരുത്. Not by side of the God. വിശ്വാസികളെ ഓർത്തോണം. വളരെ ജാഗ്രതയായി ജീവിച്ചില്ലെങ്കിൽ നിന്റെയൊക്കെ പക്ഷം ഉടയ്ക്കും. നിന്റെയൊക്കെ പക്ഷത്ത് നിൽക്കുന്ന നേതാവിനെ ഉടച്ചുകളെ, അല്ലെങ്കിൽ പിന്നെ ഈ വിഗ്രഹത്തിനെല്ലാം ഉടച്ചുകളെ. വായിക്കാം. എന്നാലേ 2-3 ഷണ്ണന്മാർ പുറത്തേക്ക് നോക്കി അവളെ താഴെ തള്ളിയിടുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. ഷണ്ടന്മാർ വരും, There are some eunuchs will come. അതിന് പ്രതിഷ്ഠയുള്ളവർ വരും, Consecrated people will ദൈവത്തോട് തീരുമാനം ചെയ്ത് യാഗം കഴിച്ച് എന്ന് വെച്ചോണ്ട് അവരെല്ലാം പുണ്യാളന്മാരെന്നല്ല എൻ്റെ അർത്ഥം. അവര് പുതിയ തീരുമാനം എടുത്തന്നേ. They made a ഇനിയിപ്പോ ഈ covenant. ശക്തിയെ വാഴിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പുതിയ തീരുമാനം എടുത്ത് വരുമ്പോൾ They get a good decision. അവരോട് കൂടെ ദൈവം കാണും. The God will be with them. പിന്നെ നിന്റെയൊക്കെ ഗതി അവസാനം മോശമായി പോകും കേട്ടോ. At the end, you will be സൂക്ഷിച്ചോണം. destroyed. നിങ്ങൾ ജ്ഞാനം സൂക്ഷിച്ചോണം. കളി ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചേക്കണം. മേലാൽ പഴയ അഭ്യാസങ്ങളൊന്നും എടുത്തേക്കരുത്. വീണ്ടും അശേര പ്രതിഷ്ഠകൾ പണിയാൻ പോയേക്കരുത്. പിന്നെ ബാലിൻ്റെ വിഗ്രഹങ്ങളെയോ അശേരയോ വാഴ്ത്താൻ പോകരുത്. പണി പാളും കേട്ടോ, പണി പാളും. പിള്ളേർ പറയുന്നില്ല, എന്ത് വെള്ളത്തിൽ പണി കിട്ടും? ചക്കര വെള്ളത്തിൽ എന്തോ
ആ, സൂക്ഷിച്ചോണം കേട്ടോ. You have to be careful. വീണ്ടും പഴയ ആത്മാവൊക്കെ പൊങ്ങി വരും. The old spirit will come up. കാരണം പഴയ ആത്മാവ് പലരിലും ഉണ്ടല്ലോ. അതൊക്കെ പതുക്കെ പതുക്കെ പൊങ്ങി വരും. It will come up again. ദൈവത്തിനറിയാം. God knows. കാള വാല് പൊക്കുമ്പോഴേ അറിയാം നടന്നത് എന്താന്നുള്ളത്. What will happen, God knows. നിന്റെ മനസാക്ഷി തകരും, നിനക്ക് സ്വസ്ഥതയില്ല, കുടുംബം കുളം തോണ്ടാൻ ഇടയാകരുതാരും കേട്ടോ. Conscience will be broken. ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. ആരുണ്ട് എന്റെ പക്ഷം? ഷണ്ണന്മാർ വരും, തീരുമാനവും പ്രതിഷ്ഠയോടുകൂടി മുന്നോട്ട് ആൾക്കാർ വരും. The eunuchs will come. അവരെ കൊണ്ട് മാത്രമേ ഈ വേല ചെയ്യാൻ ഒക്കത്തുള്ളൂ. Only they can do this ministry. ബാണാസുരനെ കന്യകയെ കൊണ്ട് തകർത്തുന്നത് പോലെ കന്യാവ്രതം എടുക്കുന്നവരുണ്ട്. ആ കന്യാവ്രതം എടുക്കാൻ വേണ്ടിയാണ് മോദി വന്നത്. The Modi came for this. പക്ഷെ എത്രത്തോളം വിജയിക്കും നമുക്കറിയില്ല. We don't know how much he will പക്ഷെ succeed. ഇവിടെ ഒരു കന്യക വരുന്നുണ്ട്. There is a virgin here. 12-ാം അധ്യായത്തിൽ In the 12th അവൾ chapter, പൂർണ്ണപ്പെടുമ്പോൾ അവൾ പൂർണ്ണപ്പെടുമ്പോൾ when she become perfected, ബാണാസുരൻ താഴെ കിടക്കും. and Banasram will be down. നിങ്ങൾ ശുദ്ധീകരിച്ചു നോക്കിയേ. You have to be careful. തൽക്കാലത്ത് ജഡിക സന്തോഷമൊന്നും വേണ്ട, എന്നൊരു ശുദ്ധീകരണം എടുത്തു നോക്കിയേ. കൃപ വീണ്ടും കിട്ടും, If you sanctify അഭിഷേകം yourself, കിട്ടും. you will get ഈ anointing. പീഠങ്ങളെല്ലാം ഉടച്ചു കളയാൻ കഴിയും. All these things you can destroy. ആരുണ്ട് എന്റെ പക്ഷത്ത്? Who in my side? 2-3 ഷണ്ണന്മാരും. അപ്പൊ അവിടെ ഉണ്ട് There are few eunuchs. വെളിപ്പാട് നഷ്ടപ്പെടാത്തവര്. Some people so listen. സർദീസിൽ ഉടുപ്പ് മലിനമല്ലാത്ത ചില പരമാർത്ഥ വിശ്വാസികളുണ്ട്. പരമാർത്ഥത്തിൽ നിന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. Some innocent people. പരമാർത്ഥത്തിൽ നിന്ന് അഭിനയിച്ച് നടക്കുന്നുണ്ട്. ഒരു സമയം വരുമ്പോൾ ഇതെല്ലാം വിളി വരും. They are sincere people. They ഇതിന്റെ will come സകല out. അഭ്യാസവും വിളി വരും. നീ Everything will come out. കാണിക്കുന്ന ഈ അഭ്യാസം ഉണ്ടല്ലോ, അഭിനയം ഉണ്ടല്ലോ, All your show. ഇതെല്ലാം നിന്റെ തലയിൽ തന്നെ വീഴും. Everything will come upon you. വായിക്കുന്നതായിട്ട് വായിക്കാം. ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. അവൻ ചെന്ന് ഭക്ഷിച്ചു. യാതൊരു ഇന്നലെ വരെ അവളുടെ യജമാനത്തെയാ. She was a queen. ഇന്നലെ വരെ അവളുടെ കീഴിൽ സൈന്യാധിപനായിട്ട് ജോലി. പക്ഷെ അഭിഷേകം ഒന്നും മാറിപ്പോയി. Now the നമ്മുടെ anointing comes, he ജീവിതത്തിൽ changed. ഇന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന ജഡിക പോരാട്ടങ്ങളെ ജയിക്കാൻ Even we had to succeed ഈ from our അഭ്യാസങ്ങളെല്ലാം filthy things. മാറ്റിവെച്ചുകൊണ്ട് കർത്താവ് ഒരു പുതിയ അഭിഷേകം എനിക്ക് തരണം. Oh Lord, give me a new anointing. ഞാനങ്ങനെ That's how me. ക്ഷീണിക്കുമ്പോഴേ, When I am tired, ആരോഗ്യം കുറയുമ്പോഴേ when my health goes down, ദൈവസന്നിധിയിൽ കാത്തിരിക്കും. I wait in the presence of the Lord. യഹോവയെ കാത്തിരിക്കുന്നവർ The people who wait for the Lord പുതിയ ശക്തിയായിട്ട് വരും. renew. അതാണ് നമ്മൾ ചില സമയത്തൊക്കെ മാറുന്നത്. That's how we changed. പെട്ടെന്ന് നമുക്ക് മാറ്റം വരുന്നതിന്റെ കാരണം That's how I take. ദൈവത്തോട് ഇച്ചിരി ഇരുന്നതിന് ശേഷം വരുമ്പോൾ ആ പവർ ഉണ്ടാകും. When I become with the God, then അതിന് നമ്മളെ ശുദ്ധീകരിക്കും. then God will ദാനിയേൽ നോക്കിയേ, ദാനിയേൽ 30 ദിവസം Daniel 30 days ദൈവത്തോട് ഇരുന്ന് വന്നപ്പോൾ സിംഹങ്ങളെല്ലാം വായടച്ചു. with the God, all the lions ആ closed their mouth. ദൈവത്തെയാണ് നിങ്ങൾ ഞാൻ സേവിക്കുന്നവർ. We are serving that Lord. ലോകം നിനക്കെതിരായിട്ട് എഴുന്നേക്കട്ടെ, Even the world may come നിന്റെ against സഭ us. നിനക്കെതിരായിട്ട് എഴുതട്ടെ, When the brothers നിന്റെ come against us. നടത്തിപ്പുകാർ നിനക്കെതിരായിട്ട് When the വരട്ടെ, leaders come against നിന്റെ us. രാജ്യം നിനക്കെതിരായിട്ട് When വരട്ടെ. the nation comes നീ against ഭയപ്പെടേണ്ട us. ആവശ്യമില്ല. Be not afraid. നിന്നോട് കൂടെ ലോകത്തുള്ളവരെക്കാൾ God is with you. വലിയവൻ. ഇനി ഒരു വിഷയം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. We can finish. ഇവിടെ എന്ത് ചെയ്തു? ഏലിയാവ് വെല്ലുവിളിച്ചു. Here, the Elijah, ഏലിയാവ് വെല്ലുവിളിച്ചു, Elijah യഹോവയുടെ challenged പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. the people is in the God's side, let him 18-ാം come away. അധ്യായത്തിലല്ലേ അല്ലേ? യഹോവയുടെ പക്ഷത്തുള്ളവൻ. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോട് നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? പ്രിയ വിശ്വാസികളെ, വേലക്കാരെ, 2 തോണിയിൽ കാൽ വയ്ക്കുന്ന പടി നിർത്തേ. Even the believers and workers മനുഷ്യൻ ദൈവത്തെ സേവിക്കാതെ ദൈവത്തെ തന്നെ സേവിയില്ലേ? serve the God. നീ ഇവിടെ ഒരു മുഖം കാണിക്കും, അപ്പുറത്തിലും വേറെ മുഖം. Here you show one face. ഇവിടെ ആത്മീയനായിട്ട് കാണിക്കും, അപ്പുറത്തിലും നിന്റെ ജഡമെല്ലാം ഇവിടെ വെളിപ്പെടുത്തി Here കൊടുക്കും. you are a spiritual. ഇത് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അപകടമാണ്. Let us stop this. അവസാനം പരസ്യഫലമായി കിടക്കേണ്ടി വരും. At the end, you will be public. അതുകൊണ്ട് ഈ അഭ്യാസങ്ങളെല്ലാം നിർത്തേ, You should stop all ഈ this. അഭിനയമെല്ലാം നിർത്തേ. You should stop this. വായിക്കാം. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. ഇത് അവസാനത്തെ റൗണ്ടാണ് കേട്ടോ. last round. പഴയ കളിയെല്ലാം തുടങ്ങിയാൽ അപകടമാണ്. പരസ്യഫലമായിട്ട് ദൈവം എടുത്ത് ദൂരക്കളയും, ആക്ഷേപത്തിലേക്ക് പോകേണ്ടി വരും. God will throw away you. അതുകൊണ്ട് കേൾക്കുന്ന വിശ്വാസികളും വേലക്കാരും ദൈവത്തെ ഭയപ്പെട്ട് All the believers and the വായിക്കാം. workers. അതോട്ട് വായിക്കാം. എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ആ സ്ഥലത്ത് അവൻ ഒരുത്തൻ മാത്രം മതി. നീ ഒരുത്തൻ മതി. Only you is നിന്റെ enough. സഭയിൽ നീ ഒരുത്തൻ നേരെ നിന്നാൽ You is enough. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. God will work for you. ദൈവം നിന്റെ കൂടാണ്. God is with you. ദൈവം അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങളുടെ ദൈവമല്ല. God is not the crowd. ആൾക്കൂട്ടങ്ങളുടെ പുറകെ പോകുന്നവനല്ല. He is not with the crowd. ആളെ നോക്കി പോകുന്നവനല്ല. He is not നീ ഒരുത്തൻ നേരെ നിന്നാൽ, If you are right, ഏലിയാവിനെ പോലെ നേരെ നിൽക്കാൻ തീരുമാനിക്കേ. like Elijah, if you ഇന്നലെ വരെയുള്ള are നിന്റെ right, കുറവുകൾ നീ ചിന്തിക്കണ്ട. if you don't think about ഇന്ന് mistakes, വരെയുള്ള കുറവും ചിന്തിക്കണ്ട. You don't think about നീ ദൈവത്തിന് സമർപ്പിക്കേ. if you submit നിന്റെ yourself to പ്രശ്നങ്ങളെ God, പരിഹരിക്കും. all your problems നിന്നോട് will be solved. പോരാടുന്ന ജഡത്തിന്റെ ശക്തികളെ ദൈവം നീക്കിത്തരും. All the spirits of the flesh will മാത്രമല്ല be- God will നിന്നിൽ
കൂടെ ചില അത്ഭുതങ്ങൾ ദൈവം നടന്നു വരും. you God will make ഈ miracles. ഗവൺമെന്റിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ബഹുമാനിച്ചാൽ മതി. Afraid of the government. രാഷ്ട്ര നേതാക്കന്മാരെ ബഹുമാനിച്ചാൽ മതി, അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. You don't need to നീ honor the ശരിക്കും ഒന്ന് people. ഫോൺ ചെയ്ത് നിന്നാൽ If you are standing straight, നിന്റെ മുമ്പിൽ ഒരുത്തരും നിൽക്കുകയില്ല. nobody will stand against you. ഇവിടെ ഇതാ ഏലിയാ പറഞ്ഞു, ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. Elijah says, whoever with the അവൻ God's side, വെല്ലുവിളിച്ചു, ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. and he challenged the prophets of നിങ്ങൾ ദൈവത്തെ God. വിളി. You call God. അവർ വിളിക്കാൻ തുടങ്ങി, They called God. ബാലേ 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 എന്ന് വിളി. ഏത് ബാല? They called their God Baal. ഇവിടെ മനുഷ്യനുണ്ടാക്കിയ ബാലല്ലേ ഇത്? They made by God. അല്ലെങ്കിൽ ദൈവം തള്ളിക്കളഞ്ഞ ദൂതന്മാരല്ലേ? They are the fallen angels. അവനിവിടെ അഭിഷിക്തന്മാർ മുമ്പ് നിൽക്കത്തില്ല. The anointed, they cannot stand before the അഭിഷേകം ഇല്ലാത്തതിന് anointed. മുമ്പ് കളിക്കും, പക്ഷെ അഭിഷേകമുള്ളവന് മുമ്പ് നിൽക്കത്തില്ല. They can play in front of the unanointed people. അവസാനം ഒരു തമ്മി മുറിവേൽപ്പിക്കാൻ തുടങ്ങി. At the ഈ end, ആത്മീയം കൂടുന്നിടത്തൊക്കെ നമ്മൾ കാണുന്നത് എന്താ? അവസാനം തമ്മിലടിച്ചു കളയും. they will fight അത് together. വിശ്വാസ വീട്ടിലാണെന്നാലും ശരി, വിശ്വാസികളിലും Even the faithful and the ഭയങ്കര believers, വിശുദ്ധിയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പാർട്ടിയിൽ അവസാനം കൂട്ടയടി. they will make fight each other. ഇപ്പൊ തന്നെ ഒരിടത്ത് വിശ്വാസ വീട് കൂട്ടി എന്ന് പറയുന്നത് കേട്ടു. And one of the faith home is closed കാരണം ഈ ബാലും അശേരയും കൂടെ അല്ലെങ്കിൽ ഈ സ്പിരിറ്റ് എല്ലാം കൂടെ ഇളകി because of the തമ്മിലടി. false spirit. ഇത് നമ്മുടെ ഇടയിൽ പോലുള്ള കാര്യം പറയുന്നത്. This all happens in us. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവിടെ സൂക്ഷിച്ചോണം So to be കേട്ടോ. careful. പഴയ അശേര പ്രതിഷ്ഠയൊന്നും ഉണ്ടാക്കരുത്. You should not bring that spirit. പഴയ പീഠമൊന്നും പൊക്കിക്കൊണ്ട് വരരുത്. That altar should not come up. പഴയ ആത്മാവൊക്കെ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. old spirit should not come up. അനുവദിച്ചാൽ കയറി വരും. If you allow it, will come up. ഞാനും ഇച്ചിരി ഇപ്പൊ സീരിയസ് ആയിട്ട് പോവാ. ഇപ്പം Now I am എനിക്ക് also മനസ്സിലായി ചില സ്പിരിറ്റുകൾ വീണ്ടും തലപൊക്കുന്നുണ്ട്. some spirits are coming up നമ്മൾ again. ഇച്ചിരി ജാഗ്രത ആയില്ലെങ്കിൽ I should be careful. വീണ്ടും തമ്പുരാന്റെ വേലയൊക്കെ കളിക്കാൻ വരും The God's work will come. കേട്ടോ. എന്നാ കളി നോക്കാം. ഇതാ ഇവിടെ വെല്ലുവിളിക്കുക, വായിച്ചേ. They are challenging. അപ്പോൾ എന്ത് ചെയ്തു? What happens? ഇവർ കുറെ രാവിലെ മുതൽ ഉച്ച വരെ ബാലെ ബാലെ ബാലെന്ന് വിളിച്ചിട്ട് ഇവിടെ അവസാനം തമ്മിൽ അടിക്കാനും മുറിവേൽപ്പിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താനും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. They are until the ഇതാ noon, they are ചില calling. ഫെയ്ത്തോട് നടക്കുന്നേ. This has happened to some faith homes. സ്വയം വിശുദ്ധരാണെന്ന് മറ്റുള്ളവരെ താറടിച്ചും ആക്ഷേപിച്ചും നടക്കുന്നവനൊക്കെ അവസാനം തമ്മിലടിച്ചും അങ്ങനെയുള്ളവളുമാരും എല്ലാം തമ്മിലടിച്ച് ബഹളം ഉണ്ടാക്കി കുറ്റിയും പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും. They are insulting others. സൂക്ഷിച്ചോണം. Should be careful. പഴയ അനുഭവങ്ങളൊന്നും മറക്കരുത്. The old experience should പഴയ not forget. അനുഭവങ്ങളൊന്നും മറക്കരുത്. ദൈവം നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ചു തരും. പക്ഷെ അഭ്യാസം കാണിച്ചാൽ, If you act before തമ്പുരാൻ God, നേരെ അഭ്യാസം കൊണ്ട് ചെന്നാൽ if you act before the God, വിടത്തില്ല. God will not leave. വിലക്കാരും വിടത്തില്ല, വിശ്വാസം വിടത്തില്ല. For the workers and believers, God will not leave. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇവിടെ എന്താ വായിച്ച്? What we read ഉച്ചവരെയായിട്ട് വരാനൊക്കെ ഇല്ല. Until the noon there was no ഏലിയ one. അവരെ പരിഹസിച്ചു. The Elia mocked them. വിളിക്കട ഉറക്കം വിളിക്കുക. ചിലപ്പോൾ കക്കൂസി പോയിരിക്കും, അല്ലെങ്കിൽ You shout, call വിളി them പോയിരിക്കും. loudly. വിളി Call again. എവിടാ? What happened? ഇതാണ് ചിലരുടെ പ്രാർത്ഥന. വിശുദ്ധീകരണം ഇല്ലാതെ, ഏറ്റുപറച്ചിലില്ലാതെ ഇവിടെ വന്ന് കൈയും കാലും പിടിച്ച് നാട്ടുകാരെ ശല്യപ്പെടുത്തിയൊരു കാര്യം പറ്റണം. Without sanctification, if you pray with shouting, nothing will happen. ഏലിയാവ് അങ്ങനെ ചെയ്ത് നോക്കി. Elijah, what is done? അവിടെ ഭോജന ബലി അർപ്പിക്കുന്ന സമയത്തിൽ Like in the burnt offering. 18 അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. നമുക്ക് പുതിയൊരു അധ്യായം തുറക്കാം. We can start a new chapter. നിങ്ങളുടെ അകൃത്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. All your transgressions you confess. എന്റെ അടുക്കൽ വരുവിൻ. വായിക്കാം. Come unto me. എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചെന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ആദ്യം ജീവിതം ശരിപ്പെടുത്തണം. First to correct your life. മറ്റുള്ളവരെ നന്നാക്കാൻ പോവല്ല. Not correcting others. നീ മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നതിന് മുമ്പേ If you go to correct others, നിന്റെ ഇടിഞ്ഞു കിടക്കുന്ന ഈ യാഗപീഠം നന്നാകാൻ തുടങ്ങും. your altar നീ should be ഇടിഞ്ഞു കിടക്കുമ്പോൾ തന്നെ വീണ്ടും പണിയാൻ പോയാൽ correct. If you build yourself, തമ്പുരാൻ നേരിട്ട് എഴുന്നേൽക്കും. the God will come. ഓർമ്മ വരും. വേലക്കാർ ഓർത്തോളം വിശ്വാസികൾ ഓർത്തോളം. Workers and believers should remember എല്ലാ this. കാലത്തും മുന്നോട്ട് പോകാമെന്ന് ഇസബേലെ നീ ചിന്തിക്കരുത്. Jezebel, you should not think like this. ബാലെ നിനക്കെന്റെ പ്രവൃത്തി നടക്കില്ല. Baal, രണ്ടും your work will not സൂക്ഷിക്കണം. happen. You have to be careful. ഇവിടെ നിലവിളിക്കാൻ തുടങ്ങി നടന്നില്ല. Here they started shouting. വ്യവസ്ഥ പ്രകാരം പോണം. They have to go with the law. എലിയാവ് എന്ത് ചെയ്തു? What happened? സ്വയം യാഗപീഠം നന്നാക്കി. He corrected the altar. നമ്മുടെ ജീവിതത്തെ നന്നാക്കിയിട്ട് വേണം മറ്റുള്ളവരെ You നന്നാക്കാൻ. have to correct your life, then you have to correct others. ഇടിയൊന്നും അത് സത്യമാണ്. ഏത് മനുഷ്യനും ശരീരത്തിരിക്കുമ്പോൾ Whenever കുറവുകളും കുറ്റങ്ങളും വരും. the mistakes may come. വരത്തില്ലെന്ന് പറയുന്നതാണ് തെറ്റ്. It is blame to say there is അവരെയാണ് no വളരെ mistakes. സൂക്ഷിക്കേണ്ടത്. You have to be very അത് careful. പാസ്റ്റർമാരായാലും മദർമാരായാലും വിശ്വാസികളായാലും ശരി, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവനെ അവനായിരിക്കും നമ്പർ 1 കള്ളൻ. The workers, they say that I don't have the mistakes. വേലക്കാരായാലും സൂക്ഷിച്ചോളും, വിശ്വാസികളായാലും. Workers and believers should remember. പണ്ടൊരു കാലം നമുക്കൊരു തോന്നലുണ്ട്, വേലക്കാരെല്ലാം കൊണ്ട് വെള്ളവസ്ത്രം പോലെ പൂർണ്ണം. അല്ല, ഞങ്ങളെപ്പോലുള്ള സകല തല്ലിപ്പുള്ളികളെ അലവലാദികളെയും പിടിച്ച് അതിനകത്ത് കൊണ്ടിട്ടിട്ട് വിശുദ്ധരാക്കി മാറ്റുകയാണ്. ഇത് പ്രൊഡക്ഷൻ നടക്കണം. It is a process of sanctification. ഇത് അസംസ്കൃത വസ്തുക്കളായ ചെറിയാകുഞ്ഞിന് ഉൾപ്പെടെ മൊത്തം കൊണ്ട് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. All these people ഇന്നലെ വരെ ലോകത്ത് കിടന്ന് എന്നെ പിടിച്ച് സമുദായ സഭ നടന്നവരെ പിടിച്ച് ബന്ധുക്കോസ് ഒന്ന് ഈ കളസ് വിട്ടുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പോഴും ശരിയായിട്ടില്ലല്ലോ. ഇനി ശരിയാകും ബാക്കി കിടക്കുക. അപ്പൊ പിന്നെ ബാക്കിയുള്ളൊരു കാര്യം പറയണോ? പറ. അതുകൊണ്ട് ആർക്കും പ്രശംസിക്കണില്ലെന്നേ. There's no pride for ഇത് anyone. സമ്മതിക്കണം. വേലക്കാരാ നീ, വേലക്കാരി. Accept this. നീ ചുമ്മാ മനുഷ്യരെ കളിപ്പിച്ചുകൊണ്ട് നടക്കരുത് We should not act in front of others. കേട്ടോ. മനുഷ്യരെ കളിപ്പിക്കാൻ നടക്കരുത്. We should മതി. blame others. കളിച്ച് കുറെ കളിച്ചല്ലോ. Stop acting. കുറെ 2020 കളിച്ചിട്ട് എന്തോ നേടി?
ഇടിഞ്ഞ യാഗപീഠം പോലെ കിടക്കുക, The altar is എല്ലാം broken. തകർന്ന് തരിപ്പണമാകുക, എന്നിട്ട് Everything is വിടത്തില്ല. broken. നോക്കണം, പിന്നെ സഭയെ കയറി കളിക്കാൻ പോവാ, Again you are working. ആത്മാക്കളെ വശീകരിക്കാൻ നടക്കുക. They are attracting the soul. നിർത്തിക്കോ, Stop everything. നാട്ടുകാരെ കളിപ്പിക്കാൻ നടക്കുക. Do not blame the whole peoples. പേലിയാവ് ഇടിഞ്ഞു വീണ യാഗപീഠം സ്വയം നന്നാകണം നമ്മൾ. Now you have to correct yourself. പ്രിയരെ, ഞാനത് ചെയ്യുന്നുണ്ട്. I am doing this. എൻ്റെ ജീവിതത്തിൽ കുറവുകൾ പറ്റുമ്പോൾ അപ്പം മുട്ടുകുത്തി, ദൈവമേ, ദൈവത്തിന് ഒരു ഉറപ്പ് വരാതെ പിന്നെ അടുത്ത് പഠിക്കാൻ പോകത്തില്ല. In my life, if I had some mistakes, അങ്ങനെ ഉറപ്പ് വരുത്തി പോയാൽ നിങ്ങൾ ആരും എനിക്കെതിരായാലും എനിക്ക് വിഷയമല്ല. whoever comes against me, there is no matter. കാരണം ദൈവം എന്നോട് ക്ഷമിച്ചു, Because God forgiven ദൈവം me. എന്നെ ശക്തീകരിച്ചു. God has അതാണ് anointed എൻ്റെ me. ബലം. This is my strength. അല്ല, ഞാൻ നിങ്ങളെ പോലെ അല്ലെങ്കിൽ പൂർണ്ണ വിശുദ്ധനാണെന്നല്ല I am not a good saint. നിങ്ങളെപ്പോഴും. എലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. Like Elijah, who is also like. അവനാണ് ഈ അത്ഭുതം കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു പെണ്ണിന്റെ വാക്കിൽ പതറിപ്പോയി. Afterwards, he has upright. കാരണം അവന് ശുദ്ധീകരണമില്ല. Because there is no sanctification. എന്നാൽ ഇപ്പൊ ശുദ്ധീകരിച്ച് പോയി കാട്ടിൽ പോയി കിടന്ന് ശുദ്ധീകരണം കഴിഞ്ഞപ്പോഴേ After the sanctification now, അവൻ നമ്മുടെ ഇരട്ടി ബലത്തോടെ now is a double fold strength. പിന്നീട് അഗ്നിരഥത്തിൽ കയറിപ്പോയി. Like അപ്പൊ in ഈ the chariot. കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുള്ള കുറ്റങ്ങൾ ഇരിക്കാം. In these days, the mistakes will സ്വയം come. സമ്മതിച്ചുകൊണ്ട് ദൈവസനെ But താഴെ accept it and humble. ഞാൻ ഏതുമില്ല കർത്താവേ, I am nothing in front of you. ഏലിയാവ് ഇപ്പൊ പ്രാർത്ഥിക്കും. മറ്റേതാ, ഞാൻ ഒരുത്തൻ മാത്രം. I am the only one. ഇപ്പൊ പറഞ്ഞു, ഞാൻ നല്ലവനല്ല കർത്താവേ. I'm not a അതേ ഏലിയാവ് അടുത്ത സമയം ഞാൻ നല്ലവനല്ല. The same Elijah says, I am നേരത്തെ the good പറഞ്ഞു, person. ഞാൻ ഒരുത്തൻ മാത്രം. I am the only one. ശിംശോൻ പറഞ്ഞില്ലയോ, Like Samson, ഒരു കഴുതത്താടിയല്ലോ ദൈവാത്മാവ് വന്നാണ് അവൻ ചെയ്തത്. like Samson said. ദൈവത്തിന്റെ സ്പിരിറ്റ് ഓഫ് ഗോഡ് അപ്പോൾ സിംസോൺ. When the spirit of God comes upon the Samson, അപ്പോഴാണ് അവൻ താടിയെടുത്തിട്ട് then he started that bone. 1000 ജനത്തിനെ കൊന്നു. 1,000 person he killed. പക്ഷെ ജനമെല്ലാം ആർത്തു കഴിഞ്ഞപ്പോൾ When all the people shouted, ഞാൻ കൊന്നു, I killed. നോക്കണം, സ്വയം കയറി. The pride comes in. അപ്പോൾ തന്നെ ത്യാഗം പോകുന്ന ദാഹം കയറി. Now he got the thirstiness. ഇന്ന് നമ്മുടെയൊക്കെ ശരീരം ചില ദാഹം കൂടുന്നതിന്റെ കാരണം ദൈവത്തിന് വിരോധമായി ജീവിക്കുന്നുണ്ട്. The thirstiness comes in us because എത്ര വെള്ളം കുടിച്ചാലും എത്ര ഫാൻ കറക്കിയാലും ചൂട് പോകുന്നില്ല. because we got very much heat. A lot of heat. എന്താ കാരണം? What is the reason? ഇതൊക്കെ തന്നെ. This is the reason. ഇതൊക്കെ അറിഞ്ഞ് മാനസാന്തരപ്പെടാൻ We നോക്കുക. have to repent. കളി അവസാനിപ്പിച്ച് മാനസാന്തരപ്പെട്ട് Stop ജീവിക്കാൻ your game and repent. അവസാനം എന്ത് ചെയ്തു? At the end, കർത്താവേ, ഞാൻ ചാവും, അഗ്രകർമ്മികളുടെ കയ്യിൽ വീഴും, അടിയന്റെ കയ്യാൽ ഈ രക്ഷ നീ തന്നു എന്ന് പറഞ്ഞപ്പോൾ താന്നു. അപ്പൊ താഴാത്തവനെ താഴ്ത്തും. now you have to humble yourself. ഏത് വലിയ പുള്ളിയാന്നല്ലേ Even the very big person, ദൈവം താഴ്ത്തും. God will let കാരണം you നീ down നഷ്ടപ്പെടരുത്. because you should not lost. അന്നേരം കരഞ്ഞ് നിലവിളിച്ചപ്പോൾ വെള്ളം വന്നു, അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു. When he cried, he got the water. ഇവിടെ ഏലിയാവ് Here Elijah, വലിയ കൃത്യമൊക്കെ ചെയ്തിട്ട് ഞാൻ മാത്രം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു കിടന്നു. he preached that I am the only one. ഇസബേൽ തന്നെ പറഞ്ഞ വാക്കിൽ പതറിപ്പോയി. Isabel also threatened him. നാണക്കേടും ഭയവും എല്ലാം കൂടി കൂടി Shame. എങ്കിലും ദൈവം അവനെ ശക്തിപ്പെടുത്തി, And God strengthened him. ബലപ്പെടുത്തി Strengthened him again. വീണ്ടും അവനെ സ്വർഗത്തിലേക്ക് ഏറ്റെടുത്തു. God has taken him to the heaven. നമ്മളെ കർത്താവിന്റെ പേരിൽ ഒരുക്കാൻ ദൈവത്തിന് സാധിക്കും. God also can prepare us to for the തെറ്റുകൾ second coming. സമ്മതിച്ചുകൊണ്ട് നിലവിളിച്ചു പോണം. We have to accept our വേഷം mistakes. കാണിക്കരുത്. പരസ്യപോലമായി നീ ഈ ദേശത്തിൽ ആക്ഷേപിക്കപ്പെടേണ്ടി വരും. In കേട്ടോ? this land you should be. വേഷം കാണിച്ചുകൊണ്ട് നടന്നാൽ ദേശത്തിൽ നീ വിടക്കായിട്ട് മാറേണ്ടി വരും. In this land you will be publicly shown. സൂക്ഷിച്ചോണം. You have to be very careful. ഇപ്പൊ ഏലിയാവ് സ്വയം യാഗപീഠം നന്നാക്കി. Elijah has corrected the altar. അതിനുശേഷം എന്ത് ചെയ്തു? After that, what he has done? ഇസ്രായേലിന്റെ 12 ഗോത്ര സംഖ്യയ്ക്കൊത്തവണ്ണം വായിച്ച്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് അതാരാ? ഇസ്രായേൽ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു. Israel means Jesus Christ. അവന്റെ അപ്പോസ്തലന്മാർ. They are apostles. അപ്പോസ്തലന്മാർ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. We have to think the things of ബാക്കിയുള്ള അവർ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെ ഓർത്ത് We have to remember the things they have നമ്മൾ said. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് We have ക്രമീകരിക്കണം. to do the things according. അടുത്ത് 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. അതിന്റെ അർത്ഥം ഉപദേശങ്ങൾ പലതും വീഴ്ച കിടക്കുകയാണ്. ദൈവിക രോഗശാന്തി ഉൾപ്പെടെ പലതും വീണ് കിടക്കുന്ന നമ്മള്, Many doctrines are fallen. ജഡീയമായ ശക്തിയിൽ വീണ് കിടക്കുന്ന നമ്മള് The fallen in the flesh. കോപത്തിലും വൈരാഗ്യത്തിലും ദ്രവ്യാഗ്രഹവും കയറി മറിയുകയാണ്. എന്നാലും ഭയങ്കര ഭക്തി കൊണ്ടല്ല കിടക്കുന്നത്. We are in the angry and covetous. ഇതെല്ലാം ഒന്നൊന്നായി കണ്ടുപിടിച്ച് We have to find all these things. ദൈവ സത്യാഗ്രഹവും ദുരാഗ്രഹവും എല്ലാം ഏറ്റുപറഞ്ഞ് We have ദൈവസന്നിധിയിൽ to ക്രമീകരിക്കണം. confess this covetousness. ജീവിതത്തെ ക്രമീകരിക്കണം. We have to correct our life. അടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 സെയാ വിത്ത് വിതയ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറക് കടുക്കി കാളയെ കണ്ടം കണ്ടമാക്കി വിറകിന്മീതെ വെച്ചു. വിറകതെ കാണിക്കുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം നമ്മെ ഓർഡറാക്കണം. What is food? വചനത്തിന് വിരോധമായ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ തള്ളിക്കളയണം. After all these things, we have to throw എന്നിട്ട് it. നമ്മെ തന്നെ ദൈവത്തിന് അർപ്പണം ചെയ്യണം. We have to sacrifice ourselves. നന്മയും പ്രസാദവും പുനയുള്ള യാഗമായി We സമർപ്പിക്കണം. have to give ourselves as a good sacrifice. നമ്മുടെ മനസ്സ് മുതൽ ഉള്ളംകാല് വരെ ദൈവത്തിന് മുമ്പിൽ പ്രതിഷ്ഠിച്ച് Our സമർപ്പിക്കണം. mind until the least finger. അതിനുശേഷം എല്ലാ മാനുഷിക ബുദ്ധികളും കളയണം. We have to bring all the wisdom of അതുകൊണ്ടാണ് man. ഇതിന്റെ പുറത്ത് വെള്ളം കോരി ഒഴിക്കുക. വായിച്ചു That's why you put the water 4 upon it.
തൊട്ടിയിൽ വെള്ളം നിറച്ചു. നാലെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ 4 പൂർണ്ണതയാണ്. 4 shows the 4 perfection of Christ. വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, ദൈവഹിതം, പിന്നെ വിശുദ്ധിയുടെ. Faith, love and holiness. ഇതിനു വേണ്ടി നമ്മളെ തന്നെ കഴുകി പിടിപ്പാക്കണം. You have to sanctify ourselves for this. നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. You have to sanctify. അടുത്തത് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പിനെന്ന് പറഞ്ഞു. 2-ം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിനെന്ന് അവൻ പറഞ്ഞു. അവർ 2-ം പ്രാവശ്യവും ചെയ്തു. അതിന്റെ ശേഷം 3-ം പ്രാവശ്യം എന്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിനായിട്ട് സമർപ്പിക്കണം. This is a complete sanctification. 1 Thessalonians 5-ാം അധ്യായത്തിന്റെ 23 വായിക്കുമ്പോൾ Galatians 5:23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുറ്റിലുമായി വിശുദ്ധീകരിക്കട്ടെ. God of peace sanctify you നിങ്ങളുടെ wholly. ദേഹം, ദേഹി, ആത്മാവും Your spirit, soul and അശേഷം കർത്താവിന്റെ പ്രത്യക്ഷത്തിൽ അനന്യമാമണം കാക്കപ്പെടണം. it should be preserved for the coming. അടുത്ത വാക്യം, ദൈവം വിശ്വസ്തൻ, The God is faithful. അവൻ തീയിറക്കി തരും. He will give you grace. വീണ്ടും ഒരു അഭിഷേകം നമുക്ക് തരും. He will give you an anointing. കഴിഞ്ഞ കാലത്തിലെ പരാജയങ്ങളും തോൽവികളെല്ലാം മാറ്റിത്തരും. He will change your പക്ഷെ അത് വിട്ടിട്ട് അഭ്യാസം കാണിച്ച് ദൈവം തമ്പുരാനോട് മത്സരിക്കാനും if you നീ നിന്റെ തനിഗുണം കാണിക്കാനാ തുടങ്ങുന്നെങ്കിൽ show your character. ഇനി നിനക്കൊരു മന്നിപ്പില്ല. There is no ഇത് forgiveness. അവസാനത്തെ ചാൻസ് ആയിട്ട് It's the എടുത്തോ. last chance. ഈ ചാൻസ് നഷ്ടപ്പെടുത്തിയാൽ If you lose this chance, നീ പരസ്യമായിട്ട് അവഹേളിക്കപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് you will മാറ്റപ്പെടും. be mocked publicly. മറ്റുള്ളവരെ നിന്ദിക്കக்கூடிய ഒരു അവസാനമായിരിക്കും നിനക്ക് Other വരുന്നത്. people will അവിടെ reproach you. ദൈവത്തെ ഭയപ്പെട്ട് You ജീവിക്കുക. will be afraid God. അങ്ങനെ പ്രാർത്ഥിച്ചു പോകാം. When they pray like this, വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന എന്താ നേരം ഭോജനയാഗം? what is this offering? സഖറിയാപുരാൻ 10-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ച്, Zechariah 10:1, ഭോജനയാകുന്ന ദൈവഹിതത്തിനായി നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. surrendering ourselves for the will of എനിക്ക് God. ദൈവേഷ്ടം ചെയ്താൽ മതിയേ കർത്താവേ, I want to do the will of God. വേറൊന്നും എനിക്ക് വേണ്ട, നിന്റെ ഇഷ്ടം മാത്രം I only want to do your will. എന്ന് പറയുന്നതാണ് പിന്മാരിയുടെ ഉദ്ദേശം. This is the aim of the letter. സഖറിയ 10-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പിന്മാരി കാലത്തിൽ യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പിൻ. Time of the letter. പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. മിന്നൽ പിണറുകളെ തരും. God makes the lightings. അങ്ങനെ നാം വീണ്ടും നമ്മുടെ സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മഴയ്ക്കായി കാത്തിരിക്കണം. You have to wait for the ഇത് anointing. ആത്മാക്കളെ രക്ഷിക്കപ്പെടാനും കാശുണ്ടാക്കാനും പിന്നെ പെടറമടിയാനുള്ള ആത്മാവല്ല ഇത്. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നിർത്തുവാൻ, For our sanctification. നമ്മളെ തന്നെ പൂർണ്ണപ്പെടുത്തി നിർത്തുവാൻ To make us perfect. ദൈവം നമുക്ക് തരുന്ന പിന്മഴ അവസാനത്തെ മഴയാണ്. God gives us a letter right. അവസാനത്തെ അഭിഷേകം. It's the last ഇത് anointing. പ്രാപിച്ചെങ്കിൽ മാത്രമേ Once you receive this, നമുക്ക് കർത്താവിന്റെ ഒരു പൂർണ്ണപ്പെടാൻ we സാധിക്കൂ. can perfect in the coming of അങ്ങനെ God. പ്രാർത്ഥിച്ചപ്പോൾ വായിക്കാം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്ത് ചെന്ന്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രയേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രയേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം നിന്റെ കൽപ്പന പ്രകാരം ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. You have to pray afterwards. അപ്പോൾ ദൈവം പ്രാർത്ഥനയായിട്ട് നിനക്ക് ഉത്തരം തരും. Then God will hear your ഇതുള്ള prayer and അത്യാഗ്രഹവും answer. ദുരാഗ്രഹവും വെച്ച് തട്ടിപ്പും വെട്ടിയും വെച്ചിട്ട് പ്രാർത്ഥിച്ച ആര് കേൾക്കാനാണോ? God will not listen. ഞാൻ to your അവസാനിപ്പിക്കേ, എന്റെ സഹോദരി നീ അവസാനിപ്പിക്കേ, prayer. You have to stop everything. എന്നിട്ട് ദൈവത്തിനെ ശരിയായി താഴെ ഒന്നും വേണ്ടെന്ന് പറ. You have to humble yourself. എന്നിട്ട് പ്രാർത്ഥിയുടെ ദൈവം കേൾക്കും. Then you pray, God will ഇല്ലെങ്കിൽ hear. മദ്രാസിൽ പോയി ഇരുമ്പല്ലേരി പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും നടക്കാൻ പോകും. Otherwise, if you go to the വായിക്കാം. Madras also, God will not hear. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ എന്ന്. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവ ഉടനെ, Certainly. നാളെയല്ല, ഉടനെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ. Then you have to നിന്റെ understand. കാര്യം സാധിച്ചാൽ നിനക്ക് കാശുണ്ടാക്കി തരാനും നിനക്ക് കുടുംബം പണിയാനും ഒന്നും അല്ല ദൈവത്തിന്റെ പദ്ധതി. It's not about building നിന്നെ houses. സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ടാണ്. It's to അത് make മറന്ന് heaven. ആരും ജീവിക്കരുത് കേട്ടോ. We should not forget this. കുറെ കുർബാന തൊഴിലാളികളെ പോലെ വേറെ വേലക്കാരുണ്ട്. വിശ്വാസികളുടെ ഭൗമിക കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിച്ചു കൊടുക്കുക. അവന്മാരൊക്കെ നശിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. കമ്മീഷൻ കിട്ടിയിട്ട് എന്ത് കൊടുക്കാനാ? പെണ്ണിനെ കെട്ടിക്കണോ? പണ്ട് VG ശാമുവിന്റെ കാലത്ത് In the VG Samuel time, ഒരുത്തൻ പറഞ്ഞു എൻ്റെ മോളെ കെട്ടിക്കാനായിട്ട് എനിക്ക് കുറച്ച് കാശ് വേണം, പട്ടിണിക്കാലമാണ്. one person told that I need money for the wedding of my daughter. ശരി, ഒരു കാര്യം, നിനക്ക് എത്ര മക്കളുണ്ട്? How many children you have? 2 പെൺപിള്ളേര്. 2 daughters. ഒന്നിനെ കെട്ടിക്കാൻ പ്രായമായെന്ന് പറഞ്ഞു. One is in the time of wedding. പക്ഷേ VG ശാമുൽ കൊട്ടാരക്കരയിലെ ഒരു സ്ഥലം ഇരിക്കുമ്പം ശരി, നമ്മുടെ പെൺമക്കളെല്ലാം വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. Call all the daughters. അങ്ങനെ സഹോദരിമാരെല്ലാം 10-15 പേര് നിൽക്കുക. All the sisters were there. നീ കണ്ടോടാ, ഇത് ഒരെണ്ണം പോലും കല്യാണം കഴിച്ചിട്ടില്ല. ഇത് All these people sitting നിനക്ക് അറിയില്ലേ? അവൻ ജീവനും കൊണ്ട് ഓടി. and he ran away. അവൻ സ്ഥലം വിട്ടു. And he left the place. വായിച്ചേ. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ഇതാണ് ദൈവത്തിന്റെ പണി. This is ഇതാണ് ഉണർവെന്ന് പറയുന്നത്. this is called അല്ല ഉള്ള അത്യാഗ്രഹവും ദുരാഗ്രഹവും കള്ളത്തരവും തന്ത്രവും വെച്ചിട്ട് ഇവിടെ നിന്ന് ആമേൻ കർത്താവേ വേഗം വരണമെന്ന് പറഞ്ഞാൽ, തീ ഇറക്കണമെന്ന് പറഞ്ഞാൽ തീ ഇറങ്ങും. പക്ഷെ നിന്റെ കുടുംബം കാണത്തില്ല നാളെ കേട്ടോ. വിശ്വാസം വീട് കാണത്തില്ല. മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചോണം. but to pray carefully. ദൈവത്തെ കളിപ്പിക്കാൻ നടക്കരുത്. Should not ഉപദേശിമാരെ കളിപ്പിച്ചിട്ടുണ്ട്, വിശ്വാസികൾ കളിപ്പിക്കുന്നുണ്ട്, കൂട്ടുവേലക്കാരെ കളിപ്പിക്കുന്നുണ്ട്. ഇനി പണി നടക്കത്തില്ലേ? ദി ലാസ്റ്റ് വാണിംഗ് ആണ്. ഇത് ചെവി കൊടുത്തില്ലെങ്കിൽ പിന്നീട് ഒടുക്കുഞ്ഞ് വാസ് പറഞ്ഞ പോലെ പിന്നെ നിന്നെയൊക്കെ പെട്ടിയിൽ ഒതുക്കേണ്ടി വരും. അതാ ചിലപ്പോൾ പെട്ടി പോലും കിട്ടാതെ വരും.
നാട്ടുകാർ പട്ടിയെ കുടിച്ചിരുന്ന പോലെ കുടിച്ചിടേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഉടനെ തീ ഇറങ്ങി, വായിക്കാം. Suddenly the fire came. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. നോക്കണം, ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. ദേഹം ദേഹി ആത്മാവ്, സമ്പൂർണ്ണ വിശുദ്ധീകരണം ദൈവം. അതിനെ ആഗ്രഹിച്ചോണം. അല്ല പണം ഉണ്ടാക്കാനും കെട്ടിടം പണിയാനും മറ്റും മക്കളെ പിന്നെ എവിടെ വിട്ടാ, ന്യൂസിലൻഡ് വിട്ട് അല്ലെങ്കിൽ ഭൂലോകത്ത് വിട്ടിട്ട് കാശുണ്ടാക്കാന്ന് പറഞ്ഞിരിക്കരുത്. അപകടമാണ്. ഇത് പിള്ളേരെ പഠിപ്പിച്ചാൽ മാത്രം മതി. Not to earn money. ഇനി പഠിത്തം നിർത്തിയാലും കുഴപ്പമില്ല. Even though stopped studying, ഇപ്പോഴേ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. 100 രൂപ കിട്ടും. he will get some money. ഇല്ലടാ, കാരണം അവൻ 700 രൂപ ഇപ്പോൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ IT പഠിച്ച് MBA പഠിച്ച് രാവിലെ 8 മണിക്ക് കയറി 11 മണി വരെ ജോലി അതിന് കിട്ടും. എത്രയാണ് മാസം? 7,000 രൂപ. Person getting very less salary. അതിനൊക്കെ നല്ലതല്ലേടാ ഇത്? ഇവിടെ പോയി അതിന് നല്ലതല്ലേ ഇത്? ഇപ്പോൾ 700 രൂപ കിട്ടുന്നുണ്ടെന്നാ. ഇവിടെ ഇല്ലാത്ത കാശും കടവും വാങ്ങിച്ച് MBA പഠിപ്പിച്ച് ഇങ്ങോട്ട് വന്ന് സർട്ടിഫിക്കറ്റ് നോക്കി നടക്കുക. കമ്പനിക്കാരൻ 10,000 രൂപ തരാം നിനക്ക് മാസം. 10,000 രൂപ എന്ന് പറഞ്ഞാൽ 500 രൂപ പോലും ഇല്ല. എടാ അതിനൊക്കെ നല്ലല്ലേ മേശരിപ്പണി? ഈ കമ്പ്യൂട്ടർ അടിച്ചിട്ട് എന്ത് കൊടുക്കാനാണ്? കാഴ്ചയും പോയി കുത്തിയിരുന്ന് പിന്നെ മയക്കുമരുന്ന് വേണം തലയ്ക്കകത്ത് റിലാക്സ് ഉണ്ടാക്കാനായിട്ട്. ഈ നാടൻ പണിയൊക്കെ ചെയ്താൽ മതിയെന്നേ. ഇനിയുള്ള കാലം ഇതെല്ലാം IT എല്ലാ ഉപഗ്രഹവും താഴെ വീഴാൻ പോവുക. അതുകൊണ്ട് നേരെ ഇടുക്കിക്കാർ വല്ലതൊക്കെ പണി ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ചാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ലാഭം. പിള്ളേർക്ക് പഠിപ്പിക്കാൻ കാശ് കൊടുക്കണ്ട. അവനവൻ്റെ മക്കളെ കടയിൽ നിർത്തി ബിസിനസ് പഠിപ്പില്ലേ. ഞാൻ 13-ാമത്തെ വയസ്സ് എൻ്റെ അപ്പൻ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ബിസിനസ് കൂടെ പഠിപ്പിച്ചു. I started the business in my 13 year. അവിടെ ബിസിനസ് മാനേജ്മെന്റ് അറിയാം, I know the business management. ബിസിനസ് സെയിൽസ് അറിയാം. I know the business sales. ഇതെല്ലാം വന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഗുണങ്ങളായി. Now I have the work here. അതുകൊണ്ട് ഇതൊന്നുമല്ല പ്രധാന വിഷയം. നമുക്ക് ഒരു അഭിഷേകം ആവശ്യം. We need an anointing. നമ്മുടെ ശരീരാത്മതയ്ക്ക് ഒരു വിശുദ്ധീകരണം വേണം. We need a sanctification for നമുക്കൊരു ജയജീവിതം വേണം. We need an overcoming life. ആ ജയജീവിതത്തിന് വേണ്ടി നമ്മൾ പോരാടണം. For the overcoming life. അങ്ങനെ അഭിഷേകം വന്നപ്പോൾ when they get the anointing. 45-46 വാക്യോട് വായിച്ചേ. 45-46 read. 45-46. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റുകൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. It was a great rain. ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി. അവൻ സ്ഥലം വിട്ടു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്താ രഥം? What is chariot? 3 കാര്യങ്ങൾ. ഒന്ന് ആഹാബ്, ഒന്ന് രഥം, രഥയെ പൂട്ടുന്ന കുതിരകള്. There is horses. ഇത് 3 ഏതാ? ലോകം, ജഡം, സാത്താൻ. So world, flesh and Satan. ഇത് മുന്നോട്ട് പോയപ്പോൾ when you go forward, ഏലിയാവിന്റെ രഥത്തിന്റെ ആവശ്യമില്ല, കുതിരയുടെ ആവശ്യമില്ല. there is no need of അവൻ എന്ത് ചെയ്തു? യഹോവയുടെ ആത്മാവ് കൈ അവന്റെ മേൽ വന്നു. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കി ഇസ്രയേലിൽ എത്തും വരെ ആത്മാവ് വന്നപ്പോൾ എല്ലാം മുറുക്കി ലൂസായി കിടക്കും. ഇപ്പൊ പലതും ലൂസാണ്. നിന്റെ നിപ്പ് ലൂസ്, നിന്റെ ചിരി ലൂസ്, നിന്റെ നോട്ടം ലൂസ്, പിന്നെ എല്ലാം ഇസബേലിനെ പോലെ ലൂസായി കിടക്കുക. ഇനി അതൊന്ന് ടൈറ്റ് ആകണമെങ്കിൽ ഒന്നാമത് യാഗപീഠം പണിയണം. 2 ഈ വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് നിനക്കും അഭിഷേകം ഇറങ്ങും. അപ്പോൾ ടൈറ്റ് ആകും, വീണ്ടും പഴയ പോലെ ഒന്ന് സ്ട്രോങ് ആകും. ഇപ്പോൾ എന്ത് ചെയ്തു? ഏലിയാവ് ആഹാബിനും രഥത്തിനും കുതിരയ്ക്ക് മുമ്പേ ഓടുകയാണ്. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാബിന് മുൻപേ. പ്രിയ ദൈവമക്കളെ, ലോകം നമ്മുടെ പുറകിലാണ് വരേണ്ടത്. നിങ്ങൾ ലോകത്തിന് മുൻപിലാണ് ഓടേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ലോകം മുൻപേ പോകരുത്. നിങ്ങളുടെ വീട്ടിൽ ദൈവ സാന്നിധ്യമായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകം ജഡ സാത്താനെ കാൽക്കീഴാക്കിക്കൊണ്ട് സമാധാനത്തിന് ദൈവം വേഗത്തിൽ സാത്താനെ കാൽക്കീഴാക്കി ചതച്ചു കളയുന്ന സമയം വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് നിമിഷം മുട്ടുമേലിരിക്കാം. ദൈവമേ, എനിക്കൊരു അഭിഷേകം വേണം. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ യാഗപീഠം ജീവിതത്തെ പണിയട്ടെ. Let me build my life. ഈ ദിവസങ്ങളിൽ എൻ്റെ യാഗപീഠം പണിതെടുക്കട്ടെ. Let me build my altar. വ്യവസ്ഥ പ്രകാരം ഒരു പ്രാർത്ഥന നടത്തട്ടെ. Let me pray lawfully. വ്യവസ്ഥ പ്രകാരം അഭിഷേകത്തിനായിട്ട് കാത്തിരിക്കട്ടെ. Let me wait for anointing. അപ്പോൾ അഭിഷേകം ഇറങ്ങും. Then the anointing will. പിശാചിനെ നിനക്ക് പുറന്തള്ളാം. The Satan will not. ലോകത്തെ പുറന്തള്ളാം. We can. ജഡത്തെ പുറന്തള്ളാം. The flesh will. നീ ആഹാബിന് മുൻപാകെ ഓടാൻ പോവുകയാണ്. പിശാച് നിന്റെ പുറകെ വരാൻ പോവുകയാണ്. ലോകം നിന്റെ പുറകെ വരാൻ പോവുകയാണ്. ജഡം നിന്റെ പുറകെ വരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളും ഇതാ തീ ഇറങ്ങിയാണ്. ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയാണ്. ഈ Oh Jesus, the power
നോക്കി ഞാൻ എൻ്റെ ഓട്ടമോടുന്നു, ലാഭമായതെല്ലാം ഞാൻ വെറുത്തു തള്ളുന്നു. ലഭിക്കും നിശ്ചയം ബിരുദു ഞാൻ പ്രാപിക്കും, ലക്ഷം ദൂതർ മുൻപാകെ ഞാൻ ജീവനീടും അന്നു പാടുമേ, ഞാൻ അന്നു പാടുമേ. നോക്കി ഞാൻ എൻ്റെ ഓട്ടമോടുമേ, ലാഭമായതെല്ലാം ഞാൻ വെറുത്തു തള്ളുന്നു. ലഭിക്കും നിശ്ചയം ബിരുദു ഞാൻ പ്രാപിക്കും, ലക്ഷം ദൂതർ മുൻപാകെ ഞാൻ ജീവകിരീടമന്നു ചൂടുമേ, ഞാൻ ജീവകിരീടമന്നു ചൂടുമേ. നോക്കി ഞാൻ എൻ്റെ ഓട്ടമോടുന്നു, ലാഭമായതെല്ലാം ഞാൻ വെറുത്തു തള്ളുന്നു. ലഭിക്കും നിശ്ചയം ബിരുദു ഞാൻ യേശുവിന്റെ നാമത്തില് എല്ലാ ഇസ്രായേലിന്റെ ശക്തിയും നീങ്ങിപ്പോകട്ടെ.